Hi everyone, welcome to another marathon video. So, ഇന്നത്തെ ഈ സെഷനിൽ പേപ്പർ 1-ലെ മറ്റൊരു പ്രധാനപ്പെട്ട മൊഡ്യൂളിൻ്റെ അനാലിസിസും അതിലെ ചില പ്രധാനപ്പെട്ട ഏരിയാസിൻ്റെ ഡിസ്കഷനുമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. സോ ഇതിനു മുമ്പ് ഇതുപോലെ NTA UGC നെറ്റ് പേപ്പർ 1-ലെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസിൻ്റെ മാരത്തൺ വീഡിയോസിൻ്റെ ഒരു സീരീസ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങളൊരു എക്സാമിനെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടി അതിൻ്റെ ഒരു ഫൈനൽ പ്രിപ്പറേഷനിലായിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ അതെങ്ങനെ പഠിക്കണം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, എസ്പെഷ്യലി തന്നെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോസാണ് ഈ മാരത്തൺ സെഷൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. സോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള അത്തരം വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുമായി റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും മൊഡ്യൂൾസിൻ്റെ ഒക്കെ ഒരു ഫുൾ ലെങ്ത് ഒരു കോഴ്സ് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാനും താല്പര്യമുണ്ടെങ്കിൽ ആ സെഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ICT എന്ന മൊഡ്യൂളിൻ്റെ ഒരു മാരത്തൺ സെഷനാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ സെഷനിൽ നമുക്ക് ഏകദേശം 6 പാർട്സ് ആയിരിക്കും ഉണ്ടാവുക. 6 പാർട്സ് ആയിട്ട് ഈ ICT എന്ന മൊഡ്യൂളിനെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള നമ്മുടെ സെഷൻസിലെ പോലെ തന്നെ നിങ്ങൾക്കൊരു 3 to 5 hours ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും ഓരോ മൊഡ്യൂൾസിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസിനെ കുറിച്ചൊരു അനാലിസിസ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിൻ്റാണ്, ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പലപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും, പക്ഷെ പ്രോപ്പറായിട്ടൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് പഠിക്കേണ്ടതെന്നോ അതെങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അതെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണമെന്നോ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആ സ്ട്രഗിൾ അനുഭവപ്പെടുന്നത്. സോ എസ്പെഷ്യലി തന്നെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗൈഡൻസ് ലാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വളരെ ഫോക്കസ്ഡായി പഠിക്കേണ്ട കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. സോ അത്തരത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാരത്തൺ സെഷൻസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മുടെ ഈ സെഷനിലെ 6 പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറയാം. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ICT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഒരു അനാലിസിസ് ആയിരിക്കും ചെയ്യുക. ഈ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെയാണ്, നിങ്ങളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനമായിട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ് ആയിരിക്കും നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 പ്രധാനപ്പെട്ട ടോപ്പിക്സ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 2 ഏരിയാസ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കും. സോ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. എസ്പെഷ്യലി ICT വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണല്ലോ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ആ ക്വസ്റ്റ്യൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെ ഇത് പഠിക്കണം എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് 2 സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ എൻറ്റയർ മാരത്തൺ സെഷൻ്റെ 2ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ്, ഇൻട്രാനെറ്റ് ആൻഡ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്ന ഏരിയ ആണ്. സോ ഈ പെർട്ടിക്കുലർ ഏരിയയുമായിട്ട് അല്ലെങ്കിൽ ഈ ടേംസ് ഒക്കെ എന്താണ്, ഇതിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഇത്തരത്തിലൊരു അനാലിസിസ് ആയിരിക്കും ആ ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. 3ാമത്തെ പാർട്ടിൽ നമ്മൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് ഒന്ന് ജസ്റ്റ് കാണാനായിട്ട് പോകുന്നത്. ICTയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ അബ്രിവിയേഷൻസ് എന്ന് പറയുന്നത്. ICT റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ഫോംസ്, അതിൻ്റെ എക്സ്പാൻഷൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ നമുക്ക് ഒരുപാട് അബ്രിവിയേഷൻസ് അങ്ങനെ ICT റിലേറ്റഡ് ആയിട്ട് പഠിക്കാനും സാധിക്കും. സോ നമ്മൾ ആ സെഷനിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ട, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് 5 പ്രധാനപ്പെട്ട അബ്രിവിയേഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യും. ഈ 5 വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കൂടുതൽ അബ്രിവിയേഷൻസ് ആഡ് ഓൺ ചെയ്യാനായിട്ടും സാധിക്കും. സോ ദാറ്റ് ഈസ് 5 ഇമ്പോർട്ടൻറ്റ് അബ്രിവിയേഷൻസ് ടു റിമെമ്പർ. ആൻഡ് നമ്മുടെ 4ാമത്തെ സെഷൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ പ്രാക്ടീസ് സെഷനാണ്. സോ പ്രാക്ടീസ് ഇസ് എ മസ്റ്റ്. നമ്മൾ എത്ര കോൺസെപ്റ്റ് പഠിച്ചാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് കൂടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഏരിയാസ് നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. ICT പോലൊരു മൊഡ്യൂൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖല കൂടിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളത് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ സെറ്റ് 1 ആൻഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ സെറ്റ് 2. 2 സെറ്റായിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. സോ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനും ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ദ ഫൈനൽ സെഷൻ ഇസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത് പോലെ നിങ്ങൾക്കൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ തന്നെ അത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് എന്തുമാത്രം പ്രൊഡക്റ്റീവായി എന്ന് നിങ്ങൾക്കും അതൊരു അനാലിസിസിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ആ ക്വസ്റ്റ്യൻസും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ.
സോ നമ്മുടെ ഈ മാരത്തൺ വീഡിയോയുടെ ആദ്യത്തെ സെഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ICT എന്ന മൊഡ്യൂളിൻ്റെ ഒരു ഓവറോൾ അനാലിസിസ് ആണ് നമ്മൾ ഈ പാർട്ടിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സോ അതായിരിക്കും നമ്മളിവിടെ ഫോക്കസ് ചെയ്യുക. ICT റിലേറ്റഡ് ആയിട്ടുള്ള കോർ ഏരിയാസ് അല്ലെങ്കിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ICTയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ട്രേസ് ചെയ്യാൻ കഴിയുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ NTA UGC നെറ്റ് ഈ ഏരിയാസ് ICT എന്ന മൊഡ്യൂൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സോ ലെറ്റ്സ് മൂവ് ടു ദി വീഡിയോ. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഏരിയ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നുള്ള ഏരിയ ആണ്. ICT എന്ന് നമുക്കതിനെ വിളിക്കാം. സോ ആസ് യൂഷ്വൽ നമുക്ക് 2 വീഡിയോസ് ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ മോഡ്യൂളിൻ്റെ അനാലിസിസിലും ഉള്ളത്. സോ ഈ 2 വീഡിയോസിലായിട്ട് നമ്മൾ ICT എന്ന് പറയുന്ന മോഡ്യൂളിൽ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഏരിയാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, സോ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏതൊരു എക്സാമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മളൊരു സിലബസിൽ നിന്നുകൊണ്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് എങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കും, ഇതൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യമാണ്. സോ നമ്മൾ ഇപ്പം 1-2 ഷിഫ്റ്റ്സ് നമ്മുടെ ICTയുടെ ക്വസ്റ്റ്യൻസിന് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ യൂഷ്വലി നമ്മുടെ ICT എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു നേച്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ 2020 ജൂൺ എക്സാമിൽ 2 ഷിഫ്റ്റുകളാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. സോ എക്കണോമിക്സിൻ്റെ ഷിഫ്റ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 2 മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ICT എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിരുന്നു. സോ ആദ്യത്തെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇന്റർനെറ്റ് റിലേറ്റഡ് ടേംസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മെമ്മറി അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനും ചോദിച്ചിരുന്നു. രണ്ടാമത്തെ മാച്ച് ദ ഫോളോയിങ്ങിൽ നമുക്ക് ഉണ്ടായിരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർസ് എന്നുള്ള ഏരിയയിൽ നിന്ന് പിന്നെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഹാർഡ്വെയർ എന്ന് പറയുന്ന ഏരിയ, ദാറ്റ് ഈസ് ബേസിക്കലി കമ്പ്യൂട്ടർ കോമ്പണൻസ് എന്ന് പറയുന്ന ഏരിയ ആണ്. അതിനുണ്ടറിലാണ് ഹാർഡ്വെയർ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആൽഗരിതം ഡേറ്റ. അപ്പോൾ ഇത്തരത്തിലുള്ള ഏരിയാസിനെ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു രണ്ടാമത് ചോദിച്ച മാച്ച് ദ ഫോളോയിങ്. പിന്നീട് നമുക്ക് കമ്പ്യൂട്ടർ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എഗെയിൻ സോഫ്റ്റ്വെയർ ഒരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ്, അതിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പിന്നെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആ ഷിഫ്റ്റിൽ ചോദിച്ചിരുന്നു. സോ മറ്റൊരു ഷിഫ്റ്റും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് ജൂൺ 2020 തന്നെ ഇംഗ്ലീഷിന് ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ ചോദിച്ച ICTയിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് 2 ഷിഫ്റ്റുകളായിട്ടായിരുന്നു നടത്തിയിരുന്നത്. അതിനകത്ത് ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ ചോദിച്ച ICTയിലെ ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്ന ഏരിയയിൽ നിന്നായിരുന്നു. പിന്നീട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി പറയുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ വന്നൊരു ഏരിയ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മെമ്മറി തന്നെയാണ്. സ്റ്റേറ്റ്മെന്റിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കമ്പ്യൂട്ടർ മെമ്മറിയിൽ നിന്നുള്ളതായിരുന്നു. പിന്നീട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇന്റർനെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നീട് നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ അവർ കവർ ചെയ്ത ഏരിയാസ് എന്ന് പറയുന്നത് കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, ഇന്റർനെറ്റ് റിലേറ്റഡ് ടേംസ്. ഇത്രയും ഏരിയാസ് ആണ് ആ മാച്ച് ദ ഫോളോയിങ്ങിലൂടെ അവർ കവർ ചെയ്തത്. പിന്നെ ഇമെയിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനും ആ ഷിഫ്റ്റിൽ ചോദിച്ചിരുന്നു. സോ ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഏരിയാസ് സ്പെസിഫിക്കലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മുടെ പ്രിപ്പറേഷൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. കൃത്യമായിട്ട് ഏതൊക്കെ ഏരിയാസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ ആദ്യം ഈ ICTയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഏരിയ ആണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഏരിയ എടുക്കുമ്പോൾ അതിനകത്ത് തന്നെ ചില സബ് ഡിവിഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ ICT ആസ് എ ഹോൾ നമ്മളൊരു മോഡ്യൂൾ എന്ന രീതിയിൽ പഠിക്കുന്ന സമയത്ത് ശരിക്കും നമുക്കൊരു സ്കൂൾ ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു പെർട്ടിക്കുലർ മോഡ്യൂൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മളൊരു സ്കൂൾ ലെവൽ നോളജ് അല്ലെങ്കിൽ അത്യാവശ്യം കമ്പ്യൂട്ടേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ICTയിൽ നിന്ന് വരാറുള്ളൂ. ഇനി അത്ര കമ്പ്യൂട്ടർ പരിചയം ഇല്ലാത്തവരാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഏരിയാസ് മാത്രമേ
ICT-യിലുള്ളൂ. കൃത്യമായിട്ട് ഈ പറയുന്ന ഏരിയാസ് ഒന്ന് ഫോക്കസ് ചെയ്ത് അതിനകത്തുള്ള ഏരിയാസ് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടൊരു നല്ല സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുന്ന ഒരു മോഡ്യൂൾ തന്നെയാണ് ഈ ICT എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ ഈ ICT എന്ന് പറയുന്ന മോഡ്യൂളിൽ എടുക്കുമ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ടു ഫിഫ്ത്ത് ജനറേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇതിനകത്ത് മെയിൻ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ ഓരോ ജനറേഷനിലും അവർ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി എന്താണെന്നുള്ളതാണ്. ലെറ്റ്സ് സേ ഫസ്റ്റ് ജനറേഷൻ ആയിരുന്നെങ്കിൽ വാക്വം ട്യൂബ്സ് ആയിരുന്നു അതിനകത്തെ ഒരു കോമ്പണന്റ്, മേജർ കോമ്പണന്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് ആയി ദ മെയിൻ ടെക്നോളജി. തേർഡ് ജനറേഷനിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയി. ഫോർത്ത് ജനറേഷനിലേക്ക് വന്നപ്പോൾ മൈക്രോ പ്രൊസസ്സേഴ്സ് ആയി. ഫിഫ്ത്ത് ജനറേഷനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയി. സോ നമ്മൾ ഈ ഒരു ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മുടെ മേജർ ഫോക്കസ് വരേണ്ടത് ഇതിനകത്തെ കോമ്പണന്റ് അല്ലെങ്കിൽ ഇതിനകത്തെ മെയിൻ ടെക്നോളജി എന്താണ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു ഏരിയ കൈകാര്യം ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻസ് അത്തരത്തിലാണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആണെന്ന് ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ് കോമ്പണന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരുപാട് തവണ ഈ കോമ്പണന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് 1, 2, 3 ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്നതായിട്ട് കണ്ടു അല്ലെ. നമ്മൾ 2 ഷിഫ്റ്റ് പരിശോധിച്ചപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ കോമ്പണന്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടും നമുക്ക് അതിനെ 3 ഏരിയാസ് ആയിട്ട് അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഒരു ഏരിയ ആണ് ഈ കോമ്പണന്റ്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ കീഴിൽ വരുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മെമ്മറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏരിയാസ് ആണ്. അപ്പോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, വളരെ ഫെമിലിയർ ആയിരിക്കും. നമുക്ക് കുറച്ച് ഡിവൈസസ് തരും, മോണിറ്റർ അല്ലെങ്കിൽ കീബോർഡ്, മൗസ്, അങ്ങനെ പലതരത്തിലുള്ള നമുക്ക് കോമ്പണൻസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിവൈസസ് നമുക്ക് തരും. അതിനെ നമ്മൾ ഒന്നെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ് ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മളോട് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ കമ്പ്യൂട്ടർ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പം അതിന് ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് കുറച്ച് ഡിവൈസസ് നമുക്ക് തരും. ലൈക്ക് ഇപ്പം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ മോണിറ്ററോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രിന്ററോ അങ്ങനെ പല പല ഡിവൈസസ് തരും. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് മേ ബി ഇൻപുട്ട് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസ് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും ചോദിക്കുക. അതിനനുസരിച്ച് ആ ഡിവൈസസ് ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് മനസ്സിലാക്കി ആൻസർ ചെയ്യുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. CPU, ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നൊക്കെ നമ്മൾ ഒരു സ്കൂൾ ലെവലിൽ പഠിക്കുന്നതാണ്. സോ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ മെയിൻലി അതിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, ഒരു CPUവിന്റെ പാർട്ടായിട്ട് വരുന്ന ഇപ്പോൾ സെൻട്രൽ യൂണിറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഇതിന്റെ പാർട്ടായിട്ട് വരുന്ന ഓരോ പാർട്ടിനെയും കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവുക, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നൊന്ന് അറിയാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ആ ഒരു ഏരിയയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി മെമ്മറി എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് 2 തരത്തിലുള്ള മെമ്മറി ആണുള്ളത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി. അതിൽ സെക്കൻഡറി എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഹാർഡ് ഡിസ്കുകളും DVD, പെൻ ഡ്രൈവ് അങ്ങനെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള മെമ്മറിനെയാണ് നമ്മൾ ഈ സെക്കൻഡറി മെമ്മറിയുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി പ്രൈമറി മെമ്മറിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മെയിൻലി നമുക്ക് റോം ആൻഡ് റാം, ആ 2 ഏരിയാസ് അല്ലെങ്കിൽ ആ 2 മെമ്മറി ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, വളരെ ഈസിയുമാണ്. അപ്പോൾ ഈ റോം റാം ഇവരുടെ ഇതിന്റെ ഫുൾ ഫോം എന്താണ്, അതുപോലെ തന്നെ ഈ മെമ്മറീസിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്, ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരാറുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്താണ്, അതിന്റെ ഫുൾ ഫോം എന്താണ്, അതുപോലെ തന്നെ ഈ മെമ്മറീസിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇതിന് അണ്ടറിൽ ഇപ്പൊ റോമിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോം ഉണ്ട്, പക്ഷെ അതൊന്നും അത്ര ഡീറ്റെയിലിംഗിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. ബേസിക്കലി റോം ആൻഡ് റാം അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വരാറുള്ളത്. എനിവേ ആ ടൈപ്സിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നെങ്കിൽ അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ യൂഷ്വൽ കേസസിൽ അങ്ങനെ അതിന്റെ ടൈപ്സിനെ കുറിച്ച് വലിയ ക്വസ്റ്റ്യൻസ് വരാറില്ല.
എനിവേ അതും കൂടെ നോക്കിയാൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ഏരിയ നിങ്ങൾ ഡീൽ ചെയ്യുമ്പം ബേസിക്കലി ഇതിന്റെ ഫുൾ ഫോം എന്താണ്, റാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഈ മെമ്മറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതും ഒരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സോ റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി, അതാണ് അതിന്റെ ഫുൾ ഫോം, റാൻഡം ആക്സസ് മെമ്മറി. അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറിയുടെ ഒരു പാർട്ടായിട്ടാണ് റാം വരിക. അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് റാം ആസ് എ വോളറ്റൈൽ മെമ്മറി എന്നുള്ളത്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ റാം തന്നിട്ട് വോളറ്റൈൽ മെമ്മറി ആണോ നോൺ വോളറ്റൈൽ മെമ്മറി ആണോ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നത്. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുപോലെ അസേർഷൻ റീസൺ ആയിട്ട് വരാറുണ്ട്. അപ്പം ബേസിക്കലി നിങ്ങൾക്ക് റാം വോളറ്റൈൽ മെമ്മറി ആണ് എന്നുള്ള കാര്യം അറിയാമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഈ പല രീതിയിൽ പല ടൈപ്സ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ഈ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്ന ടേം പലർക്കും ഫെമിലിയർ ആയിരിക്കും. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ വോളറ്റൈൽ മെമ്മറി എന്നുള്ള ടേം ഫെമിലിയർ ആയിരിക്കും. പക്ഷെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റിക്വയർസ് പവർ ടു കീപ് ദ ഡേറ്റ ആക്സസിബിൾ. അതായത് വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഡേറ്റയെ, അത്തരത്തിലുള്ള മെമ്മറിനെയാണ് നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്ന് വിളിക്കുന്നത്. അപ്പൊ റാമുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും മേജർ പോയിന്റ്സ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓൺ ദി അതർ ഹാൻഡ് റോം, അതിൻ്റെയും എക്സ്പാൻഷൻ ഓർത്ത് വയ്ക്കുക. റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്ന ഫുൾ ഫോം നിങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെ അതൊരു നോൺ വോളറ്റൈൽ മെമ്മറി ആണ് എന്നുള്ളത് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതായത് പവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇൻഫർമേഷൻസ് റീറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിലുള്ള മെമ്മറിയാണ് നമ്മൾ നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രധാനപ്പെട്ട മേജർ പോയിന്റ്സ് നിങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നൊരു ജനറൽ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്കലി അതിൻ്റെ ഓരോന്നിൻ്റെ കോമ്പണൻസ് എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജീസ് എന്താണ് എന്നുള്ളതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടറിന്റെ കോമ്പണൻസ്, അതിനകത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് വരുമെന്ന് പറഞ്ഞു, CPU വരുമെന്ന് പറഞ്ഞു, അതുപോലെ മെമ്മറി, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നൊന്ന് നോക്കാം. ഇത് ജൂൺ 2020 ചോദിച്ചതാണ്. കൺസിഡർ ദ ഫോളോയിങ് ടെക്നോളജീസ് ആൻഡ് യു ഹാവ് ദി ഓപ്ഷൻസ് മൈക്രോ പ്രൊസസർ, ട്രാൻസിസ്റ്റർ, vacuum tube and artificial intelligence. Question എന്താ ചോദിച്ചിരിക്കുന്നത്? Arrange the above technologies of different computer generations in the order they have been used. Start from the technology that was used in first generation. അപ്പോൾ നമുക്ക് അങ്ങനെ സീക്വൻസുകളായിട്ട് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുമുണ്ട്. നമ്മൾ ഇതിനകത്ത് നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതിൻ്റെ ആ കറക്റ്റ് സീക്വൻസ് അനുസരിച്ച് ഈ പല ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജീസിനെ ഒന്ന് നമ്മൾ അതിനെ കൃത്യമായിട്ട് സീക്വൻസിലാക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനെ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ സീക്വൻസ് ചെയ്യാനായിട്ട് സാധിക്കും? ആദ്യം എന്തായാലും വാക്വം ട്യൂബ്സ് ആയിരുന്നു അല്ലെ ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം ട്രാൻസിസ്റ്റേഴ്സ് വന്നു, ലേറ്റർ മൈക്രോ പ്രോസസ്സേഴ്സ് വന്നു, ആൻഡ് ദി മോസ്റ്റ് റീസെന്റ് ടെക്നോളജി ദാറ്റ് വി ആർ യൂസിങ് ഇസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ CBAD എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാം. CBAD ഇസ് ഓപ്ഷൻ ബി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ജൂൺ 2020 ചോദിച്ചതാണ്. യൂഷ്വലി മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതൊരു കോമ്പിനേഷൻ ആയിരിക്കും, ഒരുപാട് ഏരിയാസിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടായിരിക്കും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, മെമ്മറി ഉണ്ട്, പിന്നെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. സോഫ്റ്റ്വെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലിസ്റ്റ് 2 തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മൗസ്, മോണിറ്റർ, ക്യാഷ്, പൈത്തൺ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇൻപുട്ട് ഡിവൈസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഡിവൈസ് ഏതാണ്? ഇൻപുട്ട് ഡിവൈസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഡിവൈസ് ഏതാണ്? ഇറ്റ്സ് മൗസ് അല്ലെ. അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസിന്റെ ഒരു എക്സാമ്പിൾ ഏതാണ്? മോണിറ്റർ. ഓക്കെ, ഇനി മെമ്മറിയിൽ നമ്മൾ മെയിൻ ആയിട്ടും റാം, റോം മെമ്മറീസ് ആണ് ഡിസ്കസ് ചെയ്തത്. ക്യാഷ് മെമ്മറി ഈസ് അഗെയിൻ ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. അപ്പൊ അതിനെക്കുറിച്ചും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത് നല്ലതാണ്. ബട്ട് എനിവേ മെമ്മറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽ സ്റ്റഡി ആവശ്യമുള്ളത് റാം ആൻഡ് റോമിന് തന്നെയാണ്. സോ മെമ്മറിയുടെ പാർട്ടായിട്ടാണ് ക്യാഷ് മെമ്മറി വരിക, ആൻഡ് സോഫ്റ്റ്വെയറിന്റെ പാർട്ടായിട്ടാണ് പൈത്തൺ വരിക. സോ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ? A1, B2, C3 and D4. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി അല്ലെ.
Okay, വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജൂൺ 2020 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. Given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion എന്താ പറയുന്നത്? Random access memory or RAM is volatile and stores data or programs currently in use. Reason എന്താ പറയുന്നത്? RAM is a storage medium that retains its contents even after the supply of electricity has been turned off. So ഈ ഒരു assertion reason നിങ്ങൾ നോക്കുകയാണെങ്കിൽ assertion is true അല്ലേ? നമ്മൾ പറഞ്ഞു റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറി ആണ്. അതുപോലെ അത് നമ്മളിപ്പോൾ കറന്റ്ലി യൂസ് ചെയ്യുന്ന ഡേറ്റ ആണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ഡേറ്റ ഓർ പ്രോഗ്രാംസ് ആണ് അത് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഇസ് അസേർഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് ട്രൂ ആണ്. പക്ഷേ റീസൺ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. RAM is a storage medium that retains its contents even after the supply of electricity has been turned off. സോ ഇവിടെ തന്നിരിക്കുന്ന ഈ എക്സ്പ്ലനേഷൻ ഇസ് ബേസിക്കലി നോൺ വോളറ്റൈൽ മെമ്മറിയുടെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. അതായത് ഇപ്പൊ നമ്മുടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ ടേൺ ഓഫ് ചെയ്താലും നമുക്ക് ഡേറ്റ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് നോൺ വോളറ്റൈൽ ആണ്, അത് റോം ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ അവർ തന്നിരിക്കുന്ന RAM അത്തരത്തിലുള്ള ഒരു മെമ്മറി ആണെന്നാണ്. പക്ഷെ അത് റോങ് ആണ്. ആ കൊടുത്തിരിക്കുന്ന റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അസേർഷൻ റൈറ്റ് ആണ്. വോളറ്റൈൽ ആണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ട്രൂ. പക്ഷെ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ പവർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അത് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് ടേൺ ഓഫ് ചെയ്താലും നമുക്ക് ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ ആ കോണ്ടന്റ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് റീസൺ പറയുന്നത്. അത് നോൺ വോളറ്റൈലിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റീസൺ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ദാറ്റ് ഇസ് റോങ് അല്ലെ? RAM അങ്ങനെയുള്ള ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറി അല്ല. നോൺ വോളറ്റൈലിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റീസൺ ഇസ് റോങ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാം? A is true but R is false എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് മെമ്മറി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇതിനകത്ത് ബേസിക്കലി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഈ മെമ്മറി യൂണിറ്റ്സ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിൻ്റെ ഒരു ഓർഡർ പഠിക്കണം. അതായത് കിലോബൈറ്റിനേക്കാളും കൂടുതലാണ് മെഗാബൈറ്റ്, ദെൻ വി ഹാവ് ജിഗാബൈറ്റ്, ടെറാബൈറ്റ്. അപ്പോൾ ആ ഓർഡർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ ആ സീക്വൻസ് കൃത്യമായിട്ട് എഴുതാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് കണ്ടെത്താനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും, കിലോബൈറ്റും മെഗാബൈറ്റും ജിഗാബൈറ്റും ഒക്കെ തന്നിട്ട് അതിനെ കൃത്യമായിട്ട് ആ ഒരു ഓർഡറിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ ഏരിയയിൽ ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് തന്നെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങളിത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോബൈറ്റ് എന്ന് പറയുന്നത് 1024 ബൈറ്റ്സ് ആണ്. 1 മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1024 കിലോബൈറ്റ് ആണ്. സോ ഇങ്ങനെ ഇതിനെ ഇക്വേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളോട് ക്വസ്റ്റ്യൻസ് വരാം, 1 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് എത്ര മെഗാബൈറ്റ് ആണ്, അല്ലെങ്കിൽ 1 പേറ്റാബൈറ്റ് എന്ന് പറയുന്നത് എത്ര ടെറാബൈറ്റ് ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടും സാധ്യതയുണ്ട്. അപ്പൊ ആ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനെയും ഫേസ് ചെയ്യാൻ പറ്റുന്നത് പോലെ ആയിരിക്കണം ഈ മെമ്മറി യൂണിറ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ ഇത്രയും മെമ്മറി യൂണിറ്റ്സ് ഉണ്ട്. ഇതിന്റെ ഓർഡർ പഠിക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോന്നും ചോദിച്ചിട്ട് ഇക്വേറ്റ് ചെയ്ത് പറയാനായിട്ടുള്ള തരത്തിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ ആ രീതിയിലും ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു പ്രിപ്പറേഷൻ ഈ ഏരിയയിൽ നമുക്ക് ആവശ്യമാണ്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് ജൂൺ 2020 ചോദിച്ചതാണ്. കൺസിഡർ ദ ഫോളോയിങ് സൈസസ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി, ചൂസ് ദി കറക്റ്റ് അസെൻഡിങ് ഓർഡർ. അപ്പൊ നിങ്ങൾ കണ്ടോ, ആ തന്നിരിക്കുന്ന ഇത്രയും മെമ്മറീസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസും 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പലതും പല ഓർഡറിലാണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഇതിനകത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതനുസരിച്ച് നിങ്ങൾ ഇതിനു മുമ്പുള്ള സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു അതിൻ്റെ ഒരു സീക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ കൃത്യമായിട്ട് പഠിക്കണം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ തന്നിരിക്കുന്നതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം വരുന്നത് കിലോബൈറ്റ് ആയിരിക്കും. കിലോബൈറ്റിന് ശേഷം മെഗാബൈറ്റ് വരും. ദെൻ വി ഹാവ് ജിഗാബൈറ്റ് ആൻഡ് ടെറാബൈറ്റ്. സോ CABD എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. CABD is option D. So the right answer for this question is option D. അതുപോലെ തന്നെ കുറച്ച് വേറെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഓർഡർ പഠിക്കണം, അതുപോലെ ഇതിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പഠിക്കണം. ഇനി വേറൊരു ഫോർമാറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജൂൺ 2019 ചോദിച്ചതാണ്. A computer has main memory of 960
kilobytes. What is the exact number of bytes contained in this memory? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം കിലോബൈറ്റ് എന്ന് പറയുന്നത് 1024 ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. 1024 ബൈറ്റ്സ് ആണ് 1 കിലോബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 960 കിലോബൈറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും? 960 into 1024. So the right answer is option C. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ടേബിൾ പഠിച്ചിരിക്കുക, ആ ഓർഡർ പഠിക്കുക. അതുപോലെ തന്നെ 1 കിലോബൈറ്റ് എന്ന് പറയുന്നത് എത്ര ബൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ 1 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ആ രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ ടേബിളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഏരിയയിലെ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നമ്പർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമുക്ക് 4 നമ്പർ സിസ്റ്റമാണ് ICTയിൽ പഠിക്കാനായിട്ടുള്ളത്. ബൈനറി സിസ്റ്റം, ഒക്ടാൽ നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. സോ ഇതൊക്കെ കമ്പ്യൂട്ടർ റിലേറ്റഡ് നമ്പർ സിസ്റ്റം ആണ്. അപ്പോൾ ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എത്തരത്തിലാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്? ഈ ഓരോ നമ്പർ സിസ്റ്റവും തമ്മിൽ ബേസിക്കലി അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട അതിനകത്തുള്ള ഏതൊക്കെ ഡിജിറ്റ്സ് ആണ്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇതിനകത്തുണ്ട്. ഇപ്പൊ ബൈനറി സിസ്റ്റത്തിലാണ് നമുക്ക് 2 ഡിജിറ്റ്സ് ആണുള്ളത്, 0യും 1ഉം ആണുള്ളത്. അങ്ങനെ ഈ ഓരോ നമ്പർ സിസ്റ്റത്തെ കുറിച്ചും ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺവേർഷൻ ആണ്. ഇപ്പം നമുക്കൊരു ബൈനറി നമ്പർ തന്നിട്ട് അതിനെ ഒരു ഡെസിമൽ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഒരു ഡെസിമൽ തന്നാൽ അതിനെ എങ്ങനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്, ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുള്ള ഏരിയ ആണ്. അപ്പൊ ആ എല്ലാ കൺവേർഷൻസിന്റെയും വീഡിയോസ് നമ്മുടെ LMSൽ അവൈലബിൾ ആണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിലും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഡിഫറെന്റ് കൺവേർഷൻസ് ബിറ്റ്വീൻ ദീസ് നമ്പർ സിസ്റ്റംസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാനും നമുക്ക് ആൻസർ ചെയ്യാനും മാർക്ക് മേടിക്കാനും എളുപ്പമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ കൺവേർഷൻ തീർച്ചയായിട്ടും പഠിക്കാനായിട്ട് നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ജൂൺ 2020 ചോദിച്ചതാണ്. AF system is used in which of the following number systems? You have the options binary, octal, hexadecimal and decimal. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ ഓരോ നമ്പർ സിസ്റ്റത്തിലുമുള്ള അതിനകത്ത് വരുന്ന ഡിജിറ്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഉള്ള കോമ്പണൻസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞു. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയത്. ഈ AF സിസ്റ്റം ഏത് നമ്പർ സിസ്റ്റത്തിലാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ C. ഹെക്സാഡെസിമലിലാണ് AF സിസ്റ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഇപ്പൊ ബൈനറി നമ്പർ സിസ്റ്റം ആണെങ്കിൽ 0യും 1ഉം ആണ് നമുക്ക് അതിനകത്തുള്ളത്. അതുപോലെ ഓരോ നമ്പർ സിസ്റ്റത്തിലും ഉൾക്കൊള്ളുന്ന ഡിജിറ്റ്സ് ഏതൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ, അതിനകത്ത് കോമ്പണൻസ് ഏതൊക്കെയാണ്, അത്തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓരോ നമ്പർ സിസ്റ്റത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അതുപോലെ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, കൺവേർഷൻ ഇസ് അഗെയിൻ എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. Which of the following is the binary equivalent of the decimal number 35? ജൂൺ 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പൊ നമുക്കൊരു ഡെസിമൽ നമ്പർ 35 തന്നിരിക്കുവാണ്, അതിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ആ കൺവേർഷനിലേക്ക് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല ഈ വീഡിയോയിൽ. നമ്മൾ മെയിൻ ആയിട്ടും ഈ വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കാനായിട്ട് ഓർക്കുക. ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി, അങ്ങനെയുള്ള കൺവേർഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ C ആണ്. പക്ഷെ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ആസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻ, ഇതിന്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ LMSൽ അവൈലബിൾ ആണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഏരിയാസ് കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കൺവേർഷനും കൂടെ നിങ്ങളുടെ ഏരിയാസിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. സോ അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 ഷിഫ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അപ്പോൾ നിങ്ങൾ അതിനകത്ത് കണ്ടൊരു ഏരിയയാണ് ഈ സോഫ്റ്റ്വെയർ. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. പല ഫോംസിൽ ഈ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്നുള്ള ഏരിയ പഠിക്കുമ്പോൾ നിങ്ങൾ ബേസിക്കലി പഠിച്ചിരിക്കേണ്ട കാര്യം എന്താ? നമുക്ക് 2 കാറ്റഗറി ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ ഇതിന് കീഴിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട
ഒരു ഏരിയ ആണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ എൻറ്റയർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വിൻഡോസ്, നമ്മുടെ ലാപ്ടോപ്സിലോ ഡെസ്ക്ടോപ്സിലോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വിൻഡോസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ നമ്മുടെ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. കാരണം എന്താണ്? നമ്മളുടെ ലാപ്ടോപ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ എൻറ്റയർ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന കാറ്റഗറിയിൽ വരിക. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പരിശോധിച്ചേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ജൂൺ 2020 തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പൊ നിങ്ങൾ ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം കമ്പ്യൂട്ടർ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് പഠിക്കാതെ തന്നെ ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് അറിയാമായിരിക്കും അല്ലെ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ MS വേർഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി എടുക്കും. കാരണം അതൊരു സ്പെസിഫിക് നീഡിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ബാക്കി ഇപ്പോൾ ആൻഡ്രോയിഡ് എടുത്താലും ലിനക്സ് എടുത്താലും അതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ സോഫ്റ്റ്വെയർ എന്നുള്ള ഏരിയ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത്തരത്തിൽ ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് 2 കാറ്റഗറീസ് ആയിട്ട് പഠിക്കാനും അതിന്റെ എക്സാമ്പിൾസ് ഓർക്കാനും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്ന ഏരിയ ആണ്. വളരെ പ്രധാനപ്പെട്ട ICTയിലെ ഒരു ടോപ്പിക് തന്നെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. സോ എന്താണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജിലായിരിക്കണം നമ്മൾ കൺവേ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലാംഗ്വേജസിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് വിളിക്കുന്നത്. നമുക്കൊരു സിമ്പിൾ ടേംസിൽ അതിനെ അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിനകത്ത് നമുക്ക് ലോ ലെവൽ ലാംഗ്വേജസും ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജസും ഉണ്ട്. അപ്പോൾ ഈ ലോ ലെവൽ ലാംഗ്വേജസിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജ് എന്ന് വിളിക്കും. അതായത് കമ്പ്യൂട്ടറിന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ലാംഗ്വേജസ് ആണ് ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജസ് ഉണ്ട്. ഈ ഹൈ ലെവൽ ലാംഗ്വേജസ് ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ ആ ലാംഗ്വേജിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. സോ അതിനെ നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. എനിവേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്ന ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജസ് എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജസ് എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇതിനിടയ്ക്ക് നമുക്ക് അസംബ്ലി ലാംഗ്വേജ് എന്നുള്ളൊരു കാറ്റഗറിയും കൂടെ വരുന്നുണ്ട്. സോ അങ്ങനെ ഈ ലാംഗ്വേജസിനെ കുറിച്ചെല്ലാം ഒരു കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഞാൻ ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഈ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കണമെങ്കിൽ അതിനെ നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. മെഷീൻ കോഡ് എന്നൊക്കെ നമുക്ക് അതിന് പറയാം. സോ അങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കോമ്പണൻ്റ് ആണ് ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി നമുക്ക് ഈ ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് 3 തരത്തിലുള്ള ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് ആണുള്ളത്. അസംബ്ലർ ഉണ്ട്, ഇന്റർപ്രറ്റർ ഉണ്ട്, കമ്പൈലർ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഈ ലോ ലെവൽ ലാംഗ്വേജിനും ഹൈ ലെവൽ ലാംഗ്വേജിനും ഇടയിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള അസംബ്ലി ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രൊസസ്സേഴ്സിനെയാണ് നമ്മൾ അസംബ്ലേഴ്സ് എന്ന് വിളിക്കുക. ആൻഡ് ഈ ഇന്റർപ്രറ്ററും കമ്പൈലറും ഹൈ ലെവൽ ലാംഗ്വേജസിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് ആണ്. അപ്പോൾ ഇവ 3ഉം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് 3 എണ്ണമാണ് ബേസിക്കലി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ. അസംബ്ലർ എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രൊസസ്സറാണ്. ഇന്റർപ്രറ്ററും അതുപോലെ കമ്പൈലറും, ഇവ രണ്ടും ഹൈ ലെവൽ ലാംഗ്വേജസിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും. എസ്പെഷ്യലി ഇന്റർപ്രറ്ററും കമ്പൈലറും രണ്ടും ഹൈ ലെവൽ ലാംഗ്വേജസിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അതിന്റെ ഡിഫറൻസ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സാമിൽ നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഡയറക്റ്റ് ആണ്, ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇപ്പൊ ജൂൺ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ പൈത്തൺ ഈസ് എ ഓർ ആൻ. അപ്പോൾ ഇത് പൈത്തൺ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഹൈ ലെവൽ ലാംഗ്വേജ് ഒക്കെ എസ്പെഷ്യലി പഠിക്കുമ്പോൾ അതിനകത്ത് ചില എക്സാമ്പിൾസും കൂടെ പഠിക്കുന്നത് നല്ലതായിരിക്കും. പൈത്തൺ, ജാവ അങ്ങനെയുള്ള എക്സാമ്പിൾസും കൂടെ പഠിക്കുന്നത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. പൈത്തൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി
a programming language? അപ്പോൾ അതാണ് അതിന്റെ ആൻസർ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. വേറെ ക്വസ്റ്റ്യൻ നോക്കിയത് ഡിസംബർ 2019 ചോദിച്ചതാണ്. In computer related activities, which of the following is inappropriate for describing a language translator? നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് അല്ലാത്ത ഓപ്ഷൻ ഏതാണ് കണ്ടെത്തുക എന്നുള്ളതാ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിയേ: അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റർ ആൻഡ് കോഡെക്. അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റർ ആൻഡ് കോഡെക്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ലാംഗ്വേജ് പ്രൊസസ്സേഴ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ആ സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച ഏതൊക്കെയായിരുന്നു? അസംബ്ലറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അസംബ്ലി ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രൊസസ്സറിനെയാണ് അല്ലെങ്കിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനെയാണ് നമ്മൾ അസംബ്ലേഴ്സ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. കമ്പൈലറും ഇന്റർപ്രറ്ററും ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിൽ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് ആണ്. ഈ 3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അത് 3 ലാംഗ്വേജ് പ്രൊസസ്സേഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് പെടാത്ത ഏതാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ഏതായിരിക്കും ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് പ്രൊസസ്സേഴ്സിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാവണം എന്ന് പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് ഫയൽ ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് വീഡിയോ ഫയൽസ് ഉണ്ട്, ഓഡിയോ ഫയൽസ് ഉണ്ട്, അപ്പൊ ഇതിന്റെയൊക്കെ ഇമേജ് ഫയൽസ് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഫയൽ ഫോർമാറ്റ്സ് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ: സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ഫയൽ ഫോർമാറ്റ് സ്യൂട്ടബിൾ ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് സൗണ്ട് ഫയൽസ് അക്രോസ് ദി ഇന്റർനെറ്റ്. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് തരും. ചിലപ്പോൾ അതിനകത്ത് നിന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സൗണ്ട് ഫയൽസ് അല്ലെങ്കിൽ ഓഡിയോ ഫയൽസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ഫയൽസ്, ഇമേജുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമേജ് ഫയൽസ് റിലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമേജ് ഫയൽസ് ആയിട്ടുള്ള ഫയൽ ഫോർമാറ്റ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് മെയിൻ ആയിട്ടും വരുന്നത്. അപ്പം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം ഈ ഓരോ കാറ്റഗറിയിലും വരുന്ന ഫയൽ ഫോർമാറ്റ്സ് അല്ലെങ്കിൽ ഫയൽ എക്സ്റ്റൻഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പരിധി വരെ നമുക്ക് പലതും ഫെമിലിയർ ആയിരിക്കും. ഇപ്പൊ MP3 എന്നൊക്കെ പറയാൻ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഓഡിയോ ഫയൽ ഫോർമാറ്റ് ആണ് അല്ലെ? അപ്പൊ അങ്ങനെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറെ ഓപ്ഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ പോലും ജനറൽ ആയിട്ട് ഇങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസിലുള്ള ഫയൽ ഫോർമാറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിന്റെ കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിലൂടെ തന്നെ നമുക്ക് എക്സ്ട്രാ കുറച്ച് ഫയൽ ഫോർമാറ്റ്സിനെ കുറിച്ച് ഐഡിയ കിട്ടും. ചിലപ്പോൾ നമ്മൾ അത്ര ഫെമിലിയർ അല്ലാത്ത ചില ഓപ്ഷൻസ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തു പോകുമ്പോൾ ആ ഫയൽ ഫോർമാറ്റ്സ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏരിയയിൽ നിന്ന് വരുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ഓപ്ഷൻസ് തരും, അതിനകത്തുനിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഏത് ഫയൽ ഫോർമാറ്റ് കണ്ടെത്താനാണോ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. സോ ഇത് നമ്മളോട് സൗണ്ട് ഫയൽസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് സൗണ്ട് ഫയൽസ് മാത്രം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ സൗണ്ട് ഫയൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫയൽ ഫോർമാറ്റ്സ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് അത് പഠിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. സോ അടുത്തായിട്ട് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്. സോ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു ജനറൽ ഐഡിയ നമുക്കുണ്ടാകണം. ബേസിക്കലി ഒരു നെറ്റ്വർക്കിൽ പല കമ്പ്യൂട്ടേഴ്സ് ഒന്നിച്ചു വരുന്ന ഒരു നെറ്റ്വർക്കിനെ നമുക്ക് 2 തരത്തിലുള്ള നെറ്റ്വർക്ക്സ് ആണ് ബേസിക്കലി നമുക്കുള്ളത്. പിയർ ടു പിയർ നെറ്റ്വർക്കും ക്ലയന്റ് സെർവർ നെറ്റ്വർക്കും. ഈ ക്ലയന്റ് ആൻഡ് സെർവർ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ആ ടേംസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സെർവർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡിഫറെന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ സെർവർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ സെർവർ കമ്പ്യൂട്ടർ നൽകുന്ന സർവീസസ് അവൈൽ ചെയ്യുന്ന അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ ക്ലയൻസ് എന്ന് പറയാം. അപ്പൊ അതാണ് ഈ ക്ലയൻസും സെർവേഴ്സും തമ്മിലുള്ള വ്യത്യാസം. ഒരു നെറ്റ്വർക്കിൽ പല സിസ്റ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ നമ്മൾ സെർവർ കമ്പ്യൂട്ടർ എന്നും ആ സർവീസസ് അവൈൽ ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ ക്ലയന്റ് കമ്പ്യൂട്ടേഴ്സ് എന്നും വിളിക്കുന്നു.
അപ്പോൾ ആ ഒരു ബേസിസിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള നെറ്റ്വർക്ക്സ് ഉണ്ട്. പിയർ ടു പിയർ നെറ്റ്വർക്കും ഉണ്ട്, ക്ലയന്റ് സെർവർ നെറ്റ്വർക്കും ഉണ്ട്. അപ്പോൾ ഈ പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഈ പറയുന്നൊരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. ഒരു സെർവർ കമ്പ്യൂട്ടർ കുറെ ക്ലയൻസ്, അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. എല്ലാ കമ്പ്യൂട്ടറും അതിൽ തന്നെ സെർവറും ക്ലയൻസുമാണ്. അല്ലാതെ അവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. എല്ലാ കമ്പ്യൂട്ടേഴ്സും അവരിൽ തന്നെ സെർവേഴ്സും ക്ലയൻസുമാണ്. അങ്ങനെയുള്ള നെറ്റ്വർക്ക്സിനെയാണ് നമ്മൾ പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ക്ലയന്റ് സെർവർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ ടേംസ് നിങ്ങൾക്ക് ഇപ്പം ഫെമിലിയർ ആണ്. ഒരു സെർവർ കമ്പ്യൂട്ടർ ആണ്, സെർവർ കമ്പ്യൂട്ടർ ആയിരിക്കും സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, ക്ലയന്റ് കമ്പ്യൂട്ടേഴ്സ് ആ സർവീസസ് അവൈൽ ചെയ്യുന്നു. സോ അത്തരത്തിലാണ് നെറ്റ്വർക്ക് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലയന്റ് സെർവർ നെറ്റ്വർക്ക് എന്ന് വിളിക്കും. അങ്ങനെയല്ല, ഓരോ കമ്പ്യൂട്ടറും അതിൽ തന്നെ ഒരു ക്ലയന്റും ഒരു സെർവറുമായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ഈക്വൽ സ്റ്റേറ്റസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് വിളിക്കും. അതാണ് ഒരു കാറ്റഗറൈസേഷൻ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പൊ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്താണ്, അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ എക്സ്പാൻഷൻസ് പഠിക്കണം ഇതിന്റെ ഓരോന്നിന്റെ. അതോടൊപ്പം തന്നെ ഇതിന്റെ യൂസ് എങ്ങനെയാണ്. ഇപ്പം പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു, അത്തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറൈസേഷനും കൂടെ ഈ ഏരിയയിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതൊക്കെ നമുക്ക് സ്കൂൾ ലെവലിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് അത് റിഫ്രഷ് ചെയ്തെടുക്കുക, ഒന്ന് ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു ഏരിയയിൽ വരുന്നുള്ളൂ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്യാം. ജൂൺ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Given below are two statements. Statement 1 ഇതാണ്. In peer-to-peer network, there is no central server. Instead, each computer can act as a server as well as a client. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു പിയർ ടു പിയർ നെറ്റ്വർക്കിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. പിയർ ടു പിയർ നെറ്റ്വർക്കിൽ എന്താ പറ്റുന്നത്, അവിടെ ഒരു സെൻട്രൽ സെർവർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. മറിച്ച് എന്താ സംഭവിക്കുന്നത്, എല്ലാ കമ്പ്യൂട്ടേഴ്സും സെർവേഴ്സ് ആയിട്ടും ക്ലയൻസ് ആയിട്ടും ആക്റ്റീവ് ആണ്. ഓരോ കമ്പ്യൂട്ടറും അതിൽ തന്നെ സെർവറും ക്ലയൻറ്റുമാണ്. അല്ലാതെ ഒരു സെൻട്രൽ സെർവറും അത് ആ സെൻട്രൽ സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് അവൈൽ ചെയ്യുന്ന കുറെ ക്ലയൻസ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല പിയർ ടു പിയറിലുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് അല്ലേ? ദാറ്റ് ഇസ് ട്രൂ. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കിക്കേ. LAN ആസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ക്രിയേറ്റഡ് ഫോർ ഇൻഡിവിജ്വൽ പേഴ്സൺ. ഇപ്പൊ LAN എന്ന് പറഞ്ഞാൽ എന്താണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽ യൂസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പേഴ്സന്റെ യൂസിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഇസ് റോങ് അല്ലേ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മുടെ സ്വന്തം യൂസിന് വേണ്ടിയല്ല, ഒരു ചെറിയ ഏരിയനെ തന്നെ കവർ ചെയ്യാനായിട്ട് സാധിക്കുന്ന നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഫോൾസ് എന്നുള്ള ആൻസർ ആണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഫോൾസ്. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, സോ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മുടെ പാർട്ട് 1 വീഡിയോയിൽ 2 ഷിഫ്റ്റിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. സോ ആ സമയത്ത് നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു ഇന്റർനെറ്റ് റിലേറ്റഡ് ടേംസ് എന്നുള്ളത്. സോ ഇന്റർനെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ടേംസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എക്സാമിന്. എസ്പെഷ്യലി എന്താണ് ഈ വെബ് ബ്രൗസർ അല്ലെങ്കിൽ എന്താണ് സെർച്ച് എൻജിൻ, അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ജൂൺ 2020 ചോദിച്ചതാണ്. Which one of the following is not a web browser? And you have the options Firefox, Facebook, Chrome, Safari. So ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏരിയയിൽ നിന്നും വരുന്നത്. ഇപ്പൊ നമ്മളെല്ലാം ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരും അത്യാവശ്യം ഇന്റർനെറ്റുമായിട്ട് എക്സ്പോഷർ ഉള്ളവരുമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഏരിയ കുറച്ച് നമ്മുടെ ജനറൽ നോളജ് വെച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതല്ല നിങ്ങൾക്ക് അത്ര എക്സ്പോഷർ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് ഇല്ലെങ്കിൽ ഒന്ന് ഈ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ പറഞ്ഞതുപോലെ ഈ ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ്, ഇപ്പോൾ www എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ സെർച്ച് എൻജിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, വെബ് ബ്രൗസർ എന്തൊക്കെയാണ്, അത്തരത്തിലൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് വെബ് ബ്രൗസർ അല്ലാത്ത ഓപ്ഷൻ ഐഡന്റിഫൈ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജൂൺ 2020 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ റൈറ്റ് ആൻസർ ഈസ് ഒബ്വിയസ്ലി ഓപ്ഷൻ ബി, ഫേസ്ബുക്ക്. അതൊരു വെബ് ബ്രൗസർ അല്ല അല്ലേ? അപ്പൊ നമുക്ക് അത് അറിയുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഈ ഇന്റർനെറ്റ് റിലേറ്റഡ് ടേംസിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാകുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. പല രീതിയിൽ ചോദിക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ സാമ്പിൾ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. അല്ലാതെ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ നമുക്ക് ഈ വെബ് ബ്രൗസർ, സെർച്ച് എൻജിൻ എന്നൊക്കെ തന്നിട്ട് അതിന് എക്സാമ്പിൾസ് തരാറുണ്ട്.
അപ്പോൾ ആ രീതിയിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിനകത്തും ഇങ്ങനെയുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിൽ സൂക്ഷിക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിലും നമുക്ക് ഇപ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. സോ ഇമെയിലുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് പെർസ്പെക്റ്റീവിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇമെയിലിൽ ഒരു സ്ട്രക്ചർ, നമുക്ക് ഇമെയിൽ ഇപ്പോൾ 2 അല്ലെങ്കിൽ CC കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു ഇമെയിലിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില ടേംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇപ്പം സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെയുള്ള ടേംസിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവണം. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഇതും ജൂൺ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഫ്രം ദി ഏരിയ ഇമെയിൽ. Radha receives an email claiming that her credit card amount is about to be suspended unless she emails her credit card details and personal identification number immediately. What is this an example of? Okay, എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്: സ്പാമിംഗ്, ഫിഷിംഗ്, വൈറസ് സൈനിങ് ആൻഡ് സ്കാനിങ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഫിഷിംഗ് ആണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് വരുന്ന മെസ്സേജ് പോലെ ആയിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഇമെയിൽസ് വരാറുള്ളത്. പക്ഷേ അതിന്റെ ഉദ്ദേശം എന്താണ്, നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വരുന്ന മെയിൽസ്, അതാണ് ഈ ഫിഷിങ്ങിനകത്ത് സംഭവിക്കുന്നത്. ബേസിക്കലി ആ ഇമെയിൽസ് നമ്മൾ കാണുന്ന സമയത്ത് ഒരു ക്രെഡിബിൾ സോഴ്സിൽ നിന്ന് വരുന്നത് പോലെ നമ്മൾ തോന്നും, പക്ഷെ അത് ഫേക്ക് മെയിൽസ് ആണ്. അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്ന കാര്യം ആ ഒരു ക്രെഡിബിലിറ്റി തോന്നിപ്പിച്ച് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളിൽ നിന്നും ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ക്വസ്റ്റിന്റെ ഒരു പാറ്റേൺ നമുക്കൊരു എക്സാമ്പിൾ തന്നിരിക്കുവാണ്. സോ അതിൽ നിന്നും നമ്മൾ ആൻസറിലേക്ക് എത്തുക. അപ്പം മോസ്റ്റ് ഓഫ് ദ കേസസ് ഇങ്ങനെ ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു പാറ്റേണിലായിരിക്കും. ഒരു എക്സാമ്പിൾ തരും, അതിൽ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ ഇപ്പോൾ ഫിഷിംഗ് എന്താണ്, അല്ലെങ്കിൽ സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ഈ ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കുറച്ച് ടേംസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഇമെയിൽ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, മറ്റൊരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഒരു സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജൂൺ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയത്. While sending an email to differentiate among 2 CC and BCC fields, which one of the following statements is true? ഞാൻ ഓൾറെഡി പറഞ്ഞു ഇമെയിലിന്റെ ഒരു സ്ട്രക്ചർ എന്താണ്, അതിനകത്ത് വരുന്ന ഡിഫറെന്റ് കോമ്പണൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് അതൊക്കെ എന്താണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായിട്ടും നമുക്ക് വേണം ഒരു നെക്സ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മളോട് 2 CC BCC ഫീൽഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് ഓരോന്നും എന്താണ്, ഇതിന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് അറിയാതെ ഈ ഒരു ആൻസർ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഓപ്ഷൻസ് നോക്കിയേ. Recipients in the 2 field can see the email addresses that are in the BCC and CC fields. Recipients in the CC field can see the email addresses that are in the 2 and BCC fields. Recipients in the BCC field can see the email addresses that are in the 2 and CC fields. Only the recipients in the CC field can see the other email addresses in the BCC field. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഈ ഒരു ആൻസർ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് BCC എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്രസ്സ് അല്ലെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സ് ആ BCCയിലുള്ള ആളുകൾക്ക് വേറെ ആർക്കൊക്കെയാണ് ഈ മെയിൽ അയച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ മെയിലിന്റെ കോണ്ടന്റ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. പക്ഷെ മറ്റാർക്കും ഈ BCC ഫീൽഡിലുള്ള റെസിപ്പിയന്റിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കില്ല. അതാണ് നമുക്ക് കോമൺ ആയിട്ട് വേണ്ട ഒരു ഐഡിയ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഓപ്ഷൻ എയിൽ പറയുന്ന റെസിപ്പിയൻസ് ഇൻ ദ 2 ഫീൽഡ് ക്യാൻ സീ ദ ഇമെയിൽ അഡ്രസ്സസ് ദാറ്റ് ആർ ഇൻ ദ BCC ആൻഡ് CC ഫീൽഡ്സ് എന്നാണ്. അപ്പോൾ BCC എന്നുള്ള ആ ഒരു ഒറ്റ ആശയം തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓപ്ഷൻ സിനെ നിങ്ങൾ നോക്കിക്കേ. റെസിപ്പിയൻസ് ഇൻ ദ BCC ഫീൽഡ് ക്യാൻ സീ ദ ഇമെയിൽ അഡ്രസ്സസ് ദാറ്റ് ആർ ഇൻ ദ 2 ആൻഡ് CC ഫീൽഡ്. BCCയിലുള്ള ആളുകൾക്ക് ബാക്കി എല്ലാവരെയും കാണാം, പക്ഷെ ബാക്കിയുള്ളവർക്ക് BCCയിലുള്ള റെസിപ്പിയന്റ് ആരാണെന്ന് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് ഈസി ആയിട്ട് വരാവുന്നതേ ഉള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇമെയിൽ എന്ന് പറയുന്ന ഏരിയ പഠിക്കുമ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബേസിക്കലി ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് കുറച്ച് പഠിക്കുക. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഫിഷിംഗ്, സ്പാമിംഗ് അങ്ങനത്തെ കുറച്ച് ടേംസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇമെയിലിന്റെ ഒരു സ്ട്രക്ചർ, അതിനകത്ത് വരുന്ന ഡിഫറെന്റ് കോമ്പണൻസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, 2 CC BCC അത്തരത്തിലുള്ള ആസ്പെക്റ്റുകൾ അത് പഠിക്കാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന
ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ അബ്രിവിയേഷൻസ് എന്ന് പറയുന്നത്. ICTയിൽ ഒരുപാട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാറുണ്ട്. നമുക്കിങ്ങനെ ചില ടേംസ് തരും, അതിൻ്റെ അബ്രിവിയേഷൻസ് അല്ലെങ്കിൽ ചില ആക്രോണിംസ് തരും, അതിൻ്റെ എക്സ്പാൻഷൻസ് എഴുതാനായിട്ട് പറയും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ICT റിലേറ്റഡ് ആയിട്ട് ഒത്തിരി അബ്രിവിയേഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോട്ട്സിലെ അബ്രിവിയേഷൻസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മളൊരു പഠിക്കുന്ന പെർസ്പെക്റ്റീവിൽ അത്രയും കാണാതെ പഠിച്ചു വെക്കുക എന്നുള്ളതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം പഠിക്കാൻ പറ്റുന്ന അത്രയും അബ്രിവിയേഷൻസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കുറേ അബ്രിവിയേഷൻസ് നമുക്ക് ഫെമിലിയർ ആവും. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ കുറേ ഏരിയാസ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഈ അബ്രിവിയേഷൻസ് ഉള്ള ഏരിയ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അത് ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു സാമ്പിൾ എന്നാണ്. ഇത് ജൂൺ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദി അബ്രിവിയേഷൻ GIF? So you have the options graphics interchange format, graphics interchange file, global interchange format and graphics input format. So ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഗ്രാഫിക്സ് ഇന്റർചേഞ്ച് ഫോമാറ്റ്. അപ്പം ഞാൻ ഇതൊരു സാമ്പിൾ ആയിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഈ ഒരു ഏരിയ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാം. ICTയുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ് അബ്രിവിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻ, കമ്പ്യൂട്ടർ റിലേറ്റഡ് അല്ലെങ്കിൽ ICT റിലേറ്റഡ് ആയിട്ടുള്ള അബ്രിവിയേഷൻസ് മാക്സിമം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, ഗ്രാഫിക്സ് ഇന്റർചേഞ്ച് ഫോമാറ്റ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ICT എന്ന മൊഡ്യൂളിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇനി നമ്മൾ മൂവ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ്. ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്, ഈ 3 ടേംസിനെ കുറിച്ചുള്ള ഒരു വിശദീകരണവും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വളരെ സ്പെസിഫിക്കലി നമ്മൾ ഒരു ടോപ്പിക്ക് ഡീൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട, ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ എന്താണ്, ഇതായിരിക്കും നമ്മൾ ഈ സെഷനിൽ ഫോക്കസ് ചെയ്യും. ഈ വീഡിയോയിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടേംസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ് ആൻഡ് എക്സ്ട്രാനെറ്റ്. So how these 3 different networks are different from each other? എങ്ങനെയാണ് ഈ 3 ടേംസ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക്സ് എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബേസിക്കലി ഈ 3 തരത്തിലുള്ള നെറ്റ്വർക്ക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഓൾസോ ഇതിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചില സാമ്പിൾ ക്വസ്റ്റ്യൻസും കൂടെ ബൈ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ആദ്യം നമുക്ക് ഇന്റർനെറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇന്റർനെറ്റ് ഇസ് എ വെരി കോമൺ ടേമിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം തന്നെയാണ്. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ട്. ഇന്റർനെറ്റ് ഇസ് നോട്ട് എസ് എ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്. ഇന്റർനെറ്റിനെ നമ്മൾ നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നുള്ള ടേമിലാണ്, നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നാണ് ഇന്റർനെറ്റ് അറിയപ്പെടുന്നത്. ആൻഡ് ഓൾസോ ഇതൊരു ഗ്ലോബൽ സിസ്റ്റം ഓഫ് ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ്, അതൊരു ഗ്ലോബൽ നെറ്റ്വർക്ക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് യൂസ് ദ സ്റ്റാൻഡേർഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ട്സ് ടു സെർവ് മില്യൺസ് ഓഫ് യൂസേഴ്സ്. സോ ഇതിന് ബേസിക്കലി ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസിനെ ബേസ് ചെയ്തുകൊണ്ട് ഗ്ലോബൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇന്റർനെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നിന്നാണ് ഇന്റർനെറ്റ് എന്നുള്ള ആശയം വന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇന്റർനെറ്റിന്റെ ഉത്ഭവം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. The internet dates back to the group of interconnected networks that evolved from the ARPANET of the late 1960s and early 1970s, which was used by the US Department of Defense of Military purposes. So basically ഇന്റർനെറ്റിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? അർപ്പാനെറ്റിൽ നിന്നാണ്. 1960s അതുപോലെ 1970s കാലഘട്ടത്തിൽ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഫോർ മിലിറ്ററി പർപ്പസസ്, അതായത് അവരുടെ മിലിറ്ററി പർപ്പസുകൾക്ക് വേണ്ടി US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നെറ്റ്വർക്കാണ്, ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക് ആയിരുന്നു അർപ്പാനെറ്റ് എന്ന് പറയുന്നത്. അതാണ് ബേസിക്കലി പിന്നീട് ഈ ഇന്റർനെറ്റ് എന്നുള്ളൊരു ആശയത്തിലേക്ക് വരിക. ആൻഡ് ഓൾസോ വെൻ യു ആർ കൺസിഡറിങ് ദിസ് അർപ്പാനെറ്റ് എന്നുള്ള ടേം നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്. ഇതിൽ നിന്ന് അർപ്പാനെറ്റിൽ നിന്ന് തന്നെ പല തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇന്റർനെറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ഗ്ലോബൽ നെറ്റ്വർക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇൻട്രാനെറ്റ് എന്താണ്? അതൊരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. അപ്പം ഇന്റർനെറ്റ് ആസ് എ ഗ്ലോബൽ നെറ്റ്വർക്ക്, whereas Intranet as a private network. എങ്ങനെയാണ് ഈ ഇൻട്രാനെറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്? A private network contained within an organization
that is used to securely share company information and computing resources among the employees. അപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ട്, അതൊരു പബ്ലിക് ആക്സസ് ആണ് ഇൻ്റർനെറ്റിനുള്ളത് അല്ലേ, ഗ്ലോബൽ ലെവലിലുള്ള ഒരു നെറ്റ്വർക്കാണ്, ആർക്കും അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളൊന്ന് ഗൂഗിൾ ചെയ്യുന്നു, എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ ശരിക്കും എന്താ ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മാറുന്നത്. സോ ദാറ്റ് ഈസ് എ പബ്ലിക് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക്, ഒരു പബ്ലിക് ആക്സസ് ഉള്ള നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ലെറ്റ്സ് കൺസിഡർ ആൻ ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ മാനേജ് ചെയ്യാനും ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും റിസോഴ്സസ് കൈമാറാനും ഒക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ആളുകൾക്ക് ആക്സസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പബ്ലിക്കിന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ ആ ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് അല്ല. ഇപ്പം നമ്മളൊരു ഓർഗനൈസേഷൻ ഉള്ളിലുള്ള നെറ്റ്വർക്ക് ആണെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഭാഗമായി നിൽക്കുന്ന അവിടുത്തെ എംപ്ലോയീസിന് മാത്രമായിരിക്കും ഈ പറയുന്ന ഇൻട്രാനെറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കിലേക്ക് ആക്സസ് ഉണ്ടാവുക. പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇതിലേക്ക് ആക്സസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇൻട്രാനെറ്റിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയും, ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു പബ്ലിക് ആക്സസ് സാധ്യമാകുന്ന ഒരു നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ. സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ നമുക്ക് എപ്പോഴും വരാൻ സാധ്യതയുള്ള ഒരു നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻട്രാനെറ്റ് കുറച്ചും കൂടെ നല്ല സെക്യൂരിറ്റി ഉള്ള ഒരു നെറ്റ്വർക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ബിക്കോസ് ഇത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ മാത്രം ഷെയർ ചെയ്യപ്പെടുന്ന ഒരു നെറ്റ്വർക്കാണ്. പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇതിനകത്തേക്ക് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ സെക്യൂറായി സേഫായി നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനായിട്ട് തീർച്ചയായും ഈ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് കൊണ്ട് സാധിക്കും. അപ്പോൾ ഇൻ്റർനെറ്റ് ഒരു ഗ്ലോബൽ നെറ്റ്വർക്കാണ്, ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ ഇൻ്റർനെറ്റ് ഗ്ലോബൽ ലെവലിലുള്ള നെറ്റ്വർക്കാണ്, ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ് എന്ന് പറഞ്ഞു. So what I mean by this extranet? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. An extranet is a controlled private network allowing customers, partners, vendors, suppliers and other businesses to gain information, typically about a specific company or educational institution, and do so without granting access to the organization's entire network. Extranet എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിൻ്റെ തന്നെ ഒരു പെർട്ടിക്കുലർ ഭാഗം, ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്, പബ്ലിക്കിന് നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനി നമുക്ക് വിചാരിക്കും, ഇപ്പോൾ ഒരു കമ്പനി അവർക്ക് മറ്റുള്ള ആളുകളുമായി, മറ്റുള്ള കമ്പനീസുമായിട്ട് അവർക്ക് അസോസിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് വെൻഡേഴ്സുമായിട്ട് അവർക്ക് കാര്യങ്ങൾ, അവരുടെ കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവരുടെ ഈ നെറ്റ്വർക്കിൻ്റെ ഫുൾ മേഖലയിലേക്ക് ഈ പറയുന്ന പുതിയ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഈ ആളുകൾക്ക് ആക്സസ് കൊടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് എന്താണോ അവരുടെ നീഡ് അതിനുള്ള ഒരു ആക്സസ് മാത്രം ഈ നെറ്റ്വർക്കിലേക്ക് അവർക്ക് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിൻ്റെ ഒരു ഭാഗം നമ്മൾ ഒരു പെർട്ടിക്കുലർ ആൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അലൗ ചെയ്യാണ്, ആക്സസിബിലിറ്റി കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, എക്സ്ട്രാനെറ്റ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ LMS പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു ടെസ്റ്റ് സീരീസ് നടത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് ആ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ബേസിക്കലി എന്താ ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ LMS പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ചെറിയ പാർട്ട്, ആ ടെസ്റ്റ് സീരീസ് എന്നുള്ളൊരു പാർട്ടിലേക്കായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുക, ആക്സസിബിലിറ്റി കിട്ടുക അല്ലേ. ആ എൻറ്റയർ LMS ആക്സസ് ചെയ്യാനായിട്ടുള്ളൊരു ആക്സസിബിലിറ്റി ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക, മറിച്ച് എന്താ, ആ ടെസ്റ്റ് സീരീസ് ആക്സസ് ചെയ്യാനായിട്ടുള്ളൊരു ആക്സസിബിലിറ്റി, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു LMSൻ്റെ ഒരു പാർട്ടിലേക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് ആക്സസിബിലിറ്റി കിട്ടുക. സോ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് എവിടെ ചെന്നാലും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആയാലും ഒരു കമ്പനി ആയാലും അവർക്ക് അവരുടേതായിട്ടുള്ള നെറ്റ്വർക്കിലേക്ക് ഫുള്ളി പുറത്തുനിന്നുള്ള പബ്ലിക്കായിട്ടുള്ള ആളുകളെ ആക്സസ് ചെയ്യിപ്പിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. മറിച്ച് എന്താ, ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ബിസിനസ് ഡീലിങ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ വെൻഡേഴ്സ്, സപ്ലയേഴ്സ്, അവർക്ക് നീഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണോ അത് അവർക്ക് ലഭിക്കുന്ന വിധം എന്ത് ചെയ്യാം, നമ്മുടെ ഈ പ്രൈവറ്റ് നെറ്റ്വർക്കിൽ നമുക്ക് ചില കാര്യങ്ങൾ അലൗ ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസിബിലിറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്ട്രാ നെറ്റ്വർക്ക് എന്ന് വിളിക്കുക. ഇനി ഒന്നുകൂടെ നിങ്ങൾ ഈ ഒരു ഡെഫിനേഷൻ വായിച്ച് നോക്കിയാൽ, an extranet is a controlled private network allowing customers, partners, vendors, suppliers and other businesses to gain information typically about a specific company or educational institution and do so without granting access to the organization's entire network. ആ എൻറ്റയർ നെറ്റ്വർക്കിലേക്ക് ഇവരെ ആക്സസിബിലിറ്റി ഇല്ല, മറിച്ച് എന്താ, ആ പെർട്ടിക്കുലർ നെറ്റ്വർക്കിൻ്റെ ഒരു പാർട്ട്, ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്,
ആളുകളെ ആക്സസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ എക്സ്ട്രാനെറ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? An extranet is often a private part of a website. It is restricted to select users through user IDs, passwords and other authentication mechanisms on a login page. യൂഷ്വൽ കേസിൽ ഈ എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വെബ്സൈറ്റിൻ്റെ ഭാഗമായിട്ട് വരാനായിട്ടാണ് സാധ്യതയുള്ളത്. ഒരു പ്രൈവറ്റ് പാർട്ട് ഓഫ് എ വെബ്സൈറ്റ് ആയിരിക്കും യൂഷ്വലി എക്സ്ട്രാനെറ്റ്. ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൻ്റെ ഒരു ഭാഗമായിരിക്കും ഈ പറഞ്ഞതുപോലെ നമ്മൾ ആളുകൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് കൊടുക്കുക. ഇവിടെ ഈ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ ആക്സസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് ആ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒതൻറ്റിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവിടെ സേഫ് ആയിട്ടുള്ളൊരു ആക്സസിബിലിറ്റിയാണ് പബ്ലിക്കിന് നമ്മൾ ഈ പറയുന്ന റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഈ മേഖലയിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എക്സ്ട്രാനെറ്റ് എന്ന് പറയാം. നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആയല്ലോ. ഇന്റർനെറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇൻട്രാനെറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇന്റർനെറ്റ് ഗ്ലോബൽ നെറ്റ്വർക്ക് ആണ്, പബ്ലിക് ആക്സസ് എല്ലാവർക്കും സാധിക്കും. ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. ലെറ്റ്സ് ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷൻ ഉള്ളിലുള്ള ആളുകൾക്ക് മാത്രം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന, ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരാൾക്ക് പോലും പുറത്തു നിന്നുള്ള ഒരാൾക്ക് പോലും ആക്സസ് ചെയ്യാൻ സാധിക്കാത്ത നെറ്റ്വർക്ക് ആണെങ്കിൽ ദാറ്റ് ഇസ് ഇൻട്രാനെറ്റ്. എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതും പ്രൈവറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഭാഗം, ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു പാർട്ട് അത് ആർക്കെങ്കിലും ആക്സസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, പ്രത്യേക നീഡ്സിന് വേണ്ടി ആക്സസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആക്സസിബിലിറ്റി നമ്മൾ കൊടുക്കുന്നു ത്രൂ ദിസ് യൂസർ IDs ആൻഡ് പാസ്വേഡ്സ്. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സ്ട്രാനെറ്റിൽ നമ്മൾ അലൗ ചെയ്യുന്ന ആ ഭാഗത്തേക്ക് മാത്രമേ പബ്ലിക്കിന് ആക്സസ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ അലോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ആക്സസ് ഉണ്ടാവുകയുള്ളൂ. ബാക്കി ആ ഒരു വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് അവർക്ക് ആക്സസിബിലിറ്റി കിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസോട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ എന്താണെന്നുള്ളത് കുറച്ചുകൂടെ മനസ്സിലാവും. എങ്ങനെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കൂടി നിങ്ങൾക്ക് കിട്ടും. So here I have the first question. December 2018 ചോദിച്ചതാണ്. The internet began with the development of, which is the right answer? That is option C, ARPANET. അല്ലേ? The internet began with the development of ARPANET. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൻ്റെ ഫുൾ ഫോം is also important. So അത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. The right answer for this question is option C. Moving to the next question. ഇത് June 2020 ചോദിച്ചതാണ്. Which of the following statements are correct? Internet is larger than intranet. Intranet is larger than internet. Internet and intranet are same. Internet is a network of networks. World Wide Web is an example of intranet. So നിങ്ങൾ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയേ, അത് രണ്ടും കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? ഒന്ന് പറയുന്നത് എന്താ? ഇന്റർനെറ്റ് ഇൻട്രാനെറ്റിനേക്കാളും വലുതാണ്. ഇന്റർനെറ്റ് ഇസ് ലാർജർ ദാൻ ഇൻട്രാനെറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻട്രാനെറ്റ് ഇസ് ലാർജർ ദാൻ ഇന്റർനെറ്റ്. ഇതിൽ ഏതാ കറക്റ്റ്? ഇന്റർനെറ്റ് ആണ് ഇൻട്രാനെറ്റിനേക്കാളും വലുതായിട്ടുള്ളത് അല്ലേ? ബിക്കോസ് ഇറ്റ് ഇസ് ഹാവിങ് ഗ്ലോബൽ ആക്സസ് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് ഇസ് ലാർജർ ദാൻ ഇൻട്രാനെറ്റ് എന്നുള്ളത് നമുക്ക് എടുക്കാം. ബി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സി ഓപ്ഷൻ ഇന്റർനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ് ആർ സെയിം ആണോ? അല്ല. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ നെറ്റ്വർക്ക് ആണ്, ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് ആണ്. സോ സി നമുക്ക് കളയാം. ദെൻ ഡി ഓപ്ഷനിലേക്ക് വന്നേ. ഇന്റർനെറ്റ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്. ദാറ്റ് ഇസ് ട്രൂ. ഇന്റർനെറ്റിനെ നമ്മൾ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നാണ് വിളിക്കുക. ഇനി ഇയിലേക്ക് വന്നേ. വേൾഡ് വൈഡ് വെബ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻട്രാനെറ്റ്. വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണോ? അല്ല. സോ ഈ ഓപ്ഷൻ ഇസ് അഗെയിൻ റോങ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇന്റർനെറ്റ് ഇസ് ലാർജർ ദാൻ ഇൻട്രാനെറ്റ് നമുക്ക് എടുക്കാം. ആൻഡ് ഓൾസോ ഇന്റർനെറ്റ് ഇസ് നെറ്റ്വർക്ക് ഓഫ് network. So A യും D യുമാണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. A and D only is option B. So the right answer for this question is option B itself. Moving to the next question. The December 2020 and June 2021 merge cycles ചോദിച്ചതാണ്. Which of the following statements regarding intranets are correct? അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇൻട്രാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. The intranet can be accessed from anywhere by anyone. B option, the intranet has public access. They are more secure than internet. In intranet it is possible to control external links. അപ്പോൾ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇൻട്രാനെറ്റുമായി കറക്റ്റായി ബന്ധപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. Which of the following statements regarding intranets are correct? And we have various options given here as well. Various combinations നമുക്കിവിടെ അവൈലബിൾ ആണ്. നോക്കാം. A ഓപ്ഷൻ പറയുന്നത് എന്താണ്? The intranet can be accessed from anywhere by anyone. അത് ശരിയാണോ? ദാറ്റ് ഈസ് റോങ് അല്ലേ? ഇൻട്രാനെറ്റ് അങ്ങനെ പബ്ലിക് ആക്സസ് ഉള്ള ഒരു സംഭവമല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ഓപ്ഷനും എന്താവും? തെറ്റാവും അല്ലേ? ദ ഇൻട്രാനെറ്റ് ഹാസ് പബ്ലിക് ആക്സസ്. നോ, ഇറ്റ്സ് എ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഇന്റർനെറ്റിനാണ് പബ്ലിക് ആക്സസ് ഉള്ളത്. ഇൻട്രാനെറ്റിന് പ്രൈവറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എവിടെയാണോ ആ നെറ്റ്വർക്ക് ഉള്ളത് ആ നെറ്റ്വർക്കിലേക്ക് ആക്സസിബിലിറ്റി അവിടെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ, പബ്ലിക്കിനില്ല.
സോ എയും ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അടുത്തത്, ദേ ആർ മോർ സെക്യൂർ ദാൻ ഇന്റർനെറ്റ്. അത് ട്രൂ ആണ് അല്ലേ? ഇന്റർനെറ്റിനേക്കാളും ഇൻട്രാനെറ്റ് കുറച്ചും കൂടെ സെക്യൂർ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഇന്റർനെറ്റ്. ഡി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ഇൻട്രാനെറ്റ് ഇറ്റ് ഇസ് പോസിബിൾ ടു കൺട്രോൾ എക്സ്റ്റേണൽ ലിങ്ക്സ്. ദാറ്റ് ഈസ് അഗെയിൻ ട്രൂ. പുറത്തുനിന്നുള്ള ലിങ്ക്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾക്ക് അതിനകത്ത് ആക്സസിബിലിറ്റി ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് എടുക്കാം? സി ആൻഡ് ഡി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. സി ആൻഡ് ഡി only is option B. So the right answer is option B itself. ICT റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് അബ്രിവിയേഷൻസ് എന്നുള്ളത്. ICT റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ഫോംസും അതിൻ്റെ എക്സ്പാൻഷൻസും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയ ആണ്. സോ നമ്മൾ അടുത്ത സെഷനിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 5 ഇമ്പോർട്ടൻറ്റ് അബ്രിവിയേഷൻസ് ടു റിമെമ്പർ ആണ്. സോ ഈ 5 എണ്ണം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പക്ഷേ ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ഓൺസ് ചെയ്യാനായിട്ട് സാധിക്കും. ICT റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അബ്രിവിയേഷൻസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എസ്പെഷ്യലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അത്തരത്തിലുള്ള അബ്രിവിയേഷൻസ് പഠിക്കാനായിട്ട് സാധിക്കും. എനിവേ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. സോ ഇതിലെ വളരെ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട അബ്രിവിയേഷൻസ് ആയിരിക്കും ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ക്വിക്ക് ലേണിൻ്റെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ICT റിലേറ്റഡ് ആയിട്ടുള്ള 5 പ്രധാനപ്പെട്ട അബ്രിവിയേഷൻസ് ആണ്. സോ ഹിയർ യു ഹാവ് ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ISP. സോ ISP എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ദാറ്റ് ഈസ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. സോ ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ISP എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ദേ ആർ ബേസിക്കലി കമ്പനീസ്. അവർ ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ കമ്പനീസിനും ഇൻ്റർനെറ്റും അതോടൊപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. സോ ദേ ആർ ബേസിക്കലി ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. സോ അങ്ങനെയുള്ള കമ്പനീസ്, ഇങ്ങനെയുള്ള സേവനങ്ങൾ നമ്മൾക്ക് നൽകുന്ന കമ്പനീസിനെയാണ് നമ്മൾ ISP അഥവാ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് വിളിക്കുക. ഓൾറൈറ്റ്, then you have the next one, that is CD-ROM. So CD-ROM എന്നുള്ളത് നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും. സോ ഈ CD-ROMൻ്റെ ഫുൾ ഫോം എന്താണ്? ദാറ്റ് ഈസ് കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. CD-ROM, കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. Then you have the third one, WORM, WORM. WORM എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ദാറ്റ് ഈസ് റൈറ്റ് വൺസ് റീഡ് മെനി. റൈറ്റ് വൺസ് റീഡ് മെനി. ബേസിക്കലി WORM എന്ന് പറയുന്നത് ഒരു മാൽവെയർ ആണ്. ഇറ്റ് ക്യാൻ റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. അതിൽ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കമ്പ്യൂട്ടറിൽ മുഴുവനായി സ്പ്രെഡ് ചെയ്യാൻ, മറ്റ് കമ്പ്യൂട്ടേഴ്സിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള മാൽവെയർ ആണ് WORM, അതായത് റൈറ്റ് വൺസ് റീഡ് മെനി. നെക്സ്റ്റ് വി ഹാവ് സിം. ഈ സിം എന്നുള്ള വാക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് സിം എന്നുള്ളത് അല്ലേ? സോ ഈ സിം എന്ന ടേമിൻ്റെ ഫുൾ ഫോം എന്താണ്? ദാറ്റ് ഈസ് സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. Then we are moving to the last one, the last abbreviation that we are going to discuss in this video, that is PDF. PDF എന്നുള്ളതും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ്. PDF ഫയൽസ് ഒക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നവരായിരിക്കും. സോ ഈ PDFൻ്റെ ഫുൾ ഫോം എന്താണ്? ദാറ്റ് ഈസ് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോമാറ്റ്. ഇതൊരു ഫയൽ ഫോമാറ്റ് ആണെന്ന് നമുക്കറിയാം. സോ ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോമാറ്റ്. സോ വെൻ യു കൺസിഡർ ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഈ മോഡ്യൂൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അബ്രിവിയേഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് ഫോംസും അതിൻ്റെ എക്സ്പാൻഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. സോ വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ ഇറ്റ്, തീർച്ചയായിട്ടും ഈ ഏരിയ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. സോ ഈ ഏരിയയിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സാമ്പിൾ ആയിട്ട് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ ജൂൺ 2020 നെറ്റിൽ ചോദിച്ചതാണ്. സോ ഹിയർ യു ഹാവ് ദ ക്വസ്റ്റ്യൻ. What is the full form of the abbreviation ISP? And you have the options: International Service Provider, Internet Service Provider, Internet Software Provider, and Internet Service Product. So now you know the answer, right? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ISP എന്ന ഷോർട്ട് ഫോമിൻ്റെ അല്ലെങ്കിൽ അബ്രിവിയേഷൻ്റെ ഫുൾ ഫോം എന്താണ്? ദാറ്റ് ഈസ് Internet Service Provider, and that is option B here. So the right answer for this question is option B.
പ്രാക്ടീസ് സെഷനിലേക്ക് പോവാണ്. നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ആദ്യം നമ്മൾ മെയിൻ ഏരിയാസ് പഠിക്കുന്നു, അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ നന്നായി തറവായി മനസ്സിലാക്കുന്നു, അതിനുശേഷം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചാലും അത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആ ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാകാത്തിടത്തോളം കാലം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്കോറിലേക്ക് നമുക്ക് റിയൽ എക്സാമിൽ വരാനായിട്ട് സാധിക്കില്ല. സോ എസ്പെഷ്യലി ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ICT പോലെ ഉള്ളൊരു മൊഡ്യൂളിൽ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മറ്റേതൊരു മൊഡ്യൂളിനെ പോലെ തന്നെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ സെറ്റ് 1ലേക്കാണ് നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രമല്ല, അതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഈ സെഷനിൽ ലഭിക്കുന്നതായിരിക്കും. സോ കൃത്യമായി ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് അറിയുക. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ കണ്ടുവന്ന അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഏരിയാസിൽ നിന്ന് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് മറക്കരുത്. സോ ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടാക്കുക. ആ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT കംപ്രൈസസ് ഓഫ്. ഈ ICT എന്ന ടേമിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓൺലൈൻ ലേണിംഗ്, ലേണിംഗ് ത്രൂ മൊബൈൽ ആപ്ലിക്കേഷൻ, വെബ് ബേസ്ഡ് ലേണിംഗ്, ഓൾ ദി അബവ്. സോ ഈ ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓൺലൈൻ ലേണിംഗ് അതിനകത്ത് വരും. ലേണിംഗ് ത്രൂ മൊബൈൽ ആപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ICT അല്ലേ. അതുപോലെ വെബ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നതും ICTയുടെ ഭാഗമായിട്ട്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യം തന്നെയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? D only അല്ലേ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ICTയുടെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറിൽ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഡിഫറെൻറ്റ് ജനറേഷനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ് അടുത്തത്. അപ്പോൾ നിങ്ങളത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് ഇപ്പോൾ തന്നെ ആൻസർ ഐഡൻറ്റിഫൈ ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെയും ആൻസേഴ്സ് മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നിങ്ങൾ എന്തുമാത്രം നിങ്ങൾക്ക് ആൻസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ അത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ എന്നാ? കൺസിഡർ ദ ഫോളോയിങ് ടെക്നോളജീസ്: മൈക്രോ പ്രൊസസ്സർ, ട്രാൻസിസ്റ്റർ, vacuum tube and artificial intelligence. Arrange the above technologies of different computer generations in the order they have been used. Start from the technology that was used in first generation. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ ഡിഫറെൻറ്റ് ജനറേഷൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജീസ് ആണ് നമ്മളുടെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത്. നമുക്ക് മൈക്രോ പ്രൊസസ്സേഴ്സ് ഉണ്ട്, ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, വാക്യൂം ട്യൂബ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ മുതൽ ഇങ്ങോട്ട് നമ്മൾ കൃത്യമായിട്ട് അതിനെ സീക്വൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, ഡിഫറെൻറ്റ് സീക്വൻസസിൻ്റെ ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം തന്നെ അറിയായിരിക്കും ഇതിൻ്റെ ഒരു ഓർഡർ എന്താണ്. സോ ആദ്യം ഏതായിരിക്കും വരിക? വാക്യൂം ട്യൂബ് വരും. അതിനുശേഷം നമുക്ക് എടുക്കാൻ വരുന്ന ഓപ്ഷൻ ഏതാണ്? ട്രാൻസിസ്റ്റർ എടുക്കാം. Then we have microprocessor and finally artificial intelligence. So CBAD. So CBAD എന്ന് പറയുന്ന ഓപ്ഷൻ B ആണ്. So the right answer for this question is option B. അപ്പോൾ നമ്മൾ ഓരോ ജനറേഷൻ 5 ജനറേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അനാലിസിസ് വീഡിയോയിൽ. അപ്പോൾ അതിനകത്ത് ഏത് ജനറേഷൻ, ഇപ്പം ഓരോ ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ വാക്യൂം ട്യൂബ് ആയിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ആ വീഡിയോയിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നിങ്ങളത് ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അനാലിസിസ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലിസ്റ്റ് 1ൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ലിസ്റ്റ് 2ലും കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 1ൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി, സോഫ്റ്റ്വെയർ. ലിസ്റ്റ് 2ലോ മൗസ്, മോണിറ്റർ, ക്യാഷ്, പൈത്തൺ. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആണ്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാം. അതാണ് നമ്മൾക്ക് ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഒക്കെ നമ്മളൊരു സ്കൂൾ ലെവലിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻഫർമേഷൻസ് അങ്ങോട്ട് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്.
ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡേറ്റ നമുക്ക് ഇങ്ങോട്ടേക്ക് തരുന്ന ഡിവൈസസിനെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഏറ്റവും സിംപ്ലർ ഫോമിൽ നമുക്ക് അതിനെ ആ രീതിയിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇൻപുട്ട് ഡിവൈസസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ഇതിൽ ഏതാ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്, ദാറ്റ് ഈസ് മൗസ്. മൗസ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ആണെങ്കിലോ മോണിറ്റർ, അതായത് നമ്മൾ ഇൻഫർമേഷൻസ് നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമുക്ക് ഇങ്ങോട്ട് തരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് മോണിറ്റർ എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് ഡിവൈസിൽ നിങ്ങൾക്ക് മോണിറ്റർ കണക്ട് ചെയ്യാം. ഇനി അടുത്തത് ഏതാ, മെമ്മറി. മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പല തരത്തിലുള്ള മെമ്മറി ഉണ്ട്, റാം, റോം, അങ്ങനെയൊക്കെ നമ്മൾ പല മെമ്മറി പഠിക്കുന്നതാണ്. ഈ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മെമ്മറി, ഒരു ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. സോ മെമ്മറി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 3. സോ ഇനി നമുക്കുള്ളത് സോഫ്റ്റ്വെയർ ആണ്, ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് പൈത്തൺ. പൈത്തൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ആൻഡ് ദാറ്റ് ഇസ് എ സോഫ്റ്റ്വെയർ. സോ ഇൻ ദാറ്റ് കേസ് ഓപ്ഷൻ ഡി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് 4. അങ്ങനെയാണെങ്കിൽ A1, B2, C3, D4. So A1, B2, C3 and D4, that is option 4. So the right answer for this question is option 4. So അതേ ഏരിയയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. The term plotter is best described as, and you have the options: an input device to produce good quality graphics, an output device to produce drawings and graphics, a fast storage device for storing good quality graphics, a multi-purpose device for taking inputs as well as outputs. So basically plotter എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ആ കാര്യം അറിയാമെന്നുള്ളവർക്ക് ഇപ്പോൾ തന്നെ ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. സോ ബേസിക്കലി പ്ലോട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രിന്റർ. നമ്മുടെ ഗ്രാഫിക്സ് അതുപോലെയുള്ള പെയിൻറ്റിങ് അതുപോലെയുള്ള ഡ്രോയിങ്സ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഡ്രോയിങ്സ് ആൻഡ് ഗ്രാഫിക്സ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ദാറ്റ് ഇസ് ഓപ്ഷൻ 2. An output device to produce drawings and graphics. So the right answer for this question is option 2. Another question. Given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion എന്താ പറഞ്ഞിരിക്കുന്നത്? Random access memory is volatile and stores data or programs currently in use. And you have the reason which states that RAM is a storage medium that retains its contents even after the supply of electricity has been turned off. അപ്പോൾ നമ്മൾ ഓൾറെഡി അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ മെമ്മറി എന്ന് പറയുന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പ്രധാനമായിട്ടും റാം, റോം എന്നുള്ള രണ്ട് മെമ്മറീസ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. വോളറ്റൈൽ ഏതാണ്, നോൺ വോളറ്റൈൽ ഏതാണ് എന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. എപ്പോഴും ക്വസ്റ്റ്യൻസ് ആ സെയിം പെർസ്പെക്റ്റീവ് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അസേർഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? റാൻഡം ആക്സസ് മെമ്മറി ഈസ് വോളറ്റൈൽ ആൻഡ് സ്റ്റോർസ് ഡേറ്റ ഓർ പ്രോഗ്രാംസ് കറൻ്റ്ലി ഇൻ യൂസ്. റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറി ആണെന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. റോം എന്ന് പറയുന്നത് എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. ആൻഡ് ഇറ്റ് സ്റ്റോർസ് ഡേറ്റ ഓർ പ്രോഗ്രാംസ് കറൻ്റ്ലി ഇൻ യൂസ്. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി റീസണിൽ എന്താ പറഞ്ഞേക്കുന്നത്? റാം ഇസ് എ സ്റ്റോറേജ് മീഡിയം ദാറ്റ് റീറ്റെയിൻസ് ഇറ്റ്സ് കോണ്ടന്റ്സ് ഈവൻ ആഫ്റ്റർ ദ സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ഹാസ് ബീൻ ടേൺഡ് ഓഫ്. ബേസിക്കലി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് അസോസിയേറ്റഡ് ടു റോം, റോമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് ശരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പോൾ റോം ആയിരുന്നു ഇവിടെ എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഇസ് എ സ്റ്റോറേജ് മീഡിയം that retains its contents even after the supply of electricity has been turned off. പക്ഷേ റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. അതിന് ഇലക്ട്രിസിറ്റി ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടന്റ് റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ക്യാൻ സ്റ്റോർ ഡേറ്റ ഓർ പ്രോഗ്രാംസ് കറൻ്റ്ലി ഇൻ യൂസ്. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ അവർക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇലക്ട്രിസിറ്റി ടേൺ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് റാമിനെ നമ്മൾ വോളറ്റൈൽ എന്ന് വിളിക്കുന്നത്. റോം ആണെങ്കിൽ അതിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നോൺ വോളറ്റൈൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അസേർഷൻ ട്രൂ ആണ്, പക്ഷേ റീസൺ ഫോൾസ് ആണ് അല്ലെങ്കിൽ റോങ് ആണ്. സോ ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക? എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 3. So the right answer is option 3. Moving to the next question. Given below are two statements. Statement 1 എന്താ പറഞ്ഞിരിക്കുന്നത്? External hard disk is a primary memory. And in statement 2 you have in general pen drives have more storage capacity than external hard disk. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കുള്ള നോളജ്, കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചുള്ള നോളജും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെമ്മറിനെ കുറിച്ചുള്ള നോളജ് വെച്ച് നമുക്ക് എഴുതാവുന്ന ആൻസർ മാത്രമേ ഉള്ളൂ.
നമ്മൾ മെമ്മറി എന്നുള്ള ഏരിയയെക്കുറിച്ച് ഓൾറെഡി അനാലിസിസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മെമ്മറി നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് തിരിക്കാം. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറിയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏതൊക്കെയാണ്? റാം ആൻഡ് റോം. സെക്കൻഡറി മെമ്മറിയിലാണ് നമ്മുടെ ഹാർഡ് ഡിസ്കും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ നോക്കിയേ. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഈസ് എ പ്രൈമറി മെമ്മറി. ദാറ്റ് ഇസ് ഫോൾസ് അല്ലേ? എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി മെമ്മറിയാണ്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കിക്കേ. ഇൻ ജനറൽ പെൻ ഡ്രൈവ്സ് ഹാവ് മോർ സ്റ്റോറേജ് കപ്പാസിറ്റി ദാൻ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. നമുക്ക് ജനറൽ ആയിട്ട് അറിയുന്ന കാര്യമാണ് പെൻ ഡ്രൈവ്സിനേക്കാളും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് ഹാർഡ് ഡിസ്കുകൾക്കാണ്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പെൻ ഡ്രൈവ്സ് ഹാവ് മോർ സ്റ്റോറേജ് കപ്പാസിറ്റി ദാൻ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എന്നാണ് പറയുന്നത്. ഇത് നേരെ തിരിച്ചാണ്. ഓക്കെ, ഹാർഡ് ഡിസ്കുകൾക്കാണ് പെൻ ഡ്രൈവ്സിനേക്കാളും കൂടുതൽ മെമ്മറി സ്റ്റോറേജ് ഉള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും തെറ്റല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതായിരിക്കും? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ്. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. Moving to the next question. Again, a statement question ആണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. Given below are two statements. Statement 1 states cache memory is faster than random access memory, and in statement 2 you have random access memory is closer to the processor than cache memory. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ദ ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാഷ് മെമ്മറി ഈസ് ഫാസ്റ്റർ ദാൻ റാൻഡം ആക്സസ് മെമ്മറി. സോ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ക്യാഷ് മെമ്മറി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഈ സ്റ്റേറ്റ്മെന്റ്? എന്തായിരിക്കും? ദാറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കിക്കേ. റാൻഡം ആക്സസ് മെമ്മറി ഇസ് ക്ലോസർ ടു ദ പ്രൊസസ്സർ ദാൻ ക്യാഷ് മെമ്മറി. അത് തെറ്റാണ്. ക്യാഷ് മെമ്മറി ആണ് ഫാസ്റ്ററും അതോടൊപ്പം തന്നെ പ്രൊസസ്സറുമായിട്ട് ക്ലോസർ ആയിട്ടിരിക്കുന്ന മെമ്മറിയും ക്യാഷ് മെമ്മറി തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറിയെക്കാളും ക്ലോസർ എന്നാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് false. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. ഇൻ ദാറ്റ് കേസ് സ്റ്റേറ്റ്മെന്റ് 1 is correct, but statement 2 is incorrect, is option 3. So the right answer here is option 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് മെമ്മറി യൂണിറ്റ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. അതും വളരെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് നമ്മൾ അനാലിസിസിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? Which of the following is correct with respect to the size of the storage units? നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്, എക്സാബൈറ്റ്, സെറ്റാബൈറ്റ്. ആ 4 മെമ്മറി യൂണിറ്റ്സ് ആണ് ഓപ്ഷന് തന്നിരിക്കുന്നത്. സോ നിങ്ങൾ കണ്ടെത്തേണ്ട കാര്യം എന്താ? ഇതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ്സിൻ്റെ സൈസിനനുസരിച്ച് ഇതിനെ കറക്റ്റായിട്ട് സീക്വൻസ് ചെയ്യാം. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി അനാലിസിസിൻ്റെ സമയത്ത് ഡിസ്കസ് ചെയ്ത ഒരു ഏരിയ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് അനുസരിച്ച് നമുക്ക് ടെറാബൈറ്റ് ഉണ്ട്, പേറ്റാബൈറ്റ് ഉണ്ട്, എക്സാബൈറ്റ് ഉണ്ട്, സെറ്റാബൈറ്റ് ഉണ്ട്. അതിനെ എങ്ങനെ ഓപ്ഷൻ ചെയ്യാൻ പറ്റുക? ആദ്യം ടെറാബൈറ്റ് ആണ്, അതിനേക്കാളും കുറച്ചും കൂടെ വലിയ മെമ്മറി യൂണിറ്റ് ആണ് പേറ്റാബൈറ്റ്. വി ഹാവ് എക്സാബൈറ്റ് ആൻഡ് സെറ്റാബൈറ്റ്. സോ ടെറാബൈറ്റ്, പേറ്റാബൈറ്റ്, എക്സാബൈറ്റ് ആൻഡ് സെറ്റാബൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതായിരിക്കും? ദാറ്റ് ഇസ് ഓപ്ഷൻ 1. ടെറാബൈറ്റ്, പേറ്റാബൈറ്റ്, എക്സാബൈറ്റ് ആൻഡ് സെറ്റാബൈറ്റ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ is option 1. Next question. Given below are two statements. Statement 1 says in peer-to-peer network there is no central server. Instead, each computer can act as a server as well as a client. അപ്പോൾ നമ്മൾ ഓൾറെഡി നെറ്റ്വർക്കിനെ കുറിച്ച് നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. 2 തരത്തിലുള്ള നെറ്റ്വർക്ക് നമുക്കുണ്ടാവും. ഒന്ന് പിയർ ടു പിയർ നെറ്റ്വർക്കാണ്, മറ്റൊന്ന് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കാണ്. ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത എന്താണ്? ക്ലയൻറ്റ് സെർവറിൽ നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാവും. ആ നെറ്റ്വർക്കിൽ ഒരു സെർവർ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ക്ലയൻസ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സെർവറായിട്ട് ആക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആയിരിക്കും അതിന് ആ ഒരു നെറ്റ്വർക്കിലുള്ള ബാക്കി കമ്പ്യൂട്ടേഴ്സിന് വേണ്ടുന്ന എല്ലാ സർവീസസും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ ക്ലയൻറ്റ് സെർവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടർ സെർവർ കമ്പ്യൂട്ടറായിട്ടും ബാക്കി കമ്പ്യൂട്ടേഴ്സ് ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സായിട്ടും വർക്ക് ചെയ്യുന്നു. ആ നെറ്റ്വർക്കിലെ ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സിന് വേണ്ടുന്ന സർവീസസ് ഈ സെർവർ കമ്പ്യൂട്ടർ ചെയ്തു കൊടുക്കുന്നു. എന്നാൽ പിയർ ടു പിയർ നെറ്റ്വർക്കിൽ എന്താ സംഭവിക്കുന്നത്? അങ്ങനൊരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. ഓരോ കമ്പ്യൂട്ടറും അതിൽ തന്നെ സെർവറും അതുപോലെ ക്ലയൻറ്റുമാണ്. അപ്പോൾ ഒരു ഡിസ്റ്റിങ്ഷൻ ഈ പറയുന്ന പിയർ ടു പിയർ നെറ്റ്വർക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിന് ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ. ഇൻ പിയർ ടു പിയർ നെറ്റ്വർക്ക് ദർ ഇസ് നോ സെൻട്രൽ സെർവർ. ഇൻസ്റ്റെഡ് ഈച്ച് കമ്പ്യൂട്ടർ കൻ ആക്ട് ആസ് എ സെർവർ ആസ് വെൽ ആസ് എ ക്ലയൻറ്റ്. ദാറ്റ് ഇസ് ട്രൂ അല്ലേ? ഇനി സ്റ്റേറ്റ്മെന്റ് 2 ശ്രദ്ധിച്ചേ. LAN is a computer network created for individual person. LAN എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ പേഴ്സണൽ യൂസിന് വേണ്ടി
ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് അല്ല. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഉണ്ട്. ലാൻഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു സ്പെസിഫിക് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് അല്ലേ. കുറച്ച് ഏരിയ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്പെസിഫിക് ഏരിയ കവർ ചെയ്യാൻ സാധിക്കുന്ന നെറ്റ്വർക്കാണ്. സോ അത് കൃത്യമായിട്ടൊരു ഇൻഡിവിജ്വൽ യൂസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പേഴ്സണിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നെറ്റ്വർക്ക് അല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? Statement 1 കറക്റ്റ് ആണെന്ന് പറഞ്ഞു, Statement 2 തെറ്റാണ്. So Statement 1 is correct, but Statement 2 is false. So the right answer for this question is option 3. Moving to the next question, given below are two statements. Statement 1 says, World Wide Web is not an example of client-server technology. Statement 2 says, FTP is a service available on the internet. Statement 1 ശ്രദ്ധിച്ച് ഈ www അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് സെർവർ ടെക്നോളജിയുടെ എക്സാമ്പിൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ദാറ്റ് നെറ്റ്വർക്ക് ഇൻ ഇറ്റ് സെൽഫ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ക്ലയൻറ്റ് സെർവർ ടെക്നോളജി. ക്ലയൻറ്റ് സെർവർ എന്താണ് എന്ന് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ ഡിസ്കസ് ചെയ്തു. ക്ലയൻറ്റ് സെർവർ ഉണ്ട്, അതുപോലെ പിയർ ടു പിയർ ഉണ്ടെന്ന് പറഞ്ഞു. എനിവേ ദിസ് www ഓർ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സെർവർ ടെക്നോളജിയുടെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് false. Statement 2 എന്ന് പറയുന്നത് എന്താണ്? FTP is a service available on the internet. ഈ FTP എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് ഈ FTPയുടെ ഫുൾ ഫോം. അപ്പോൾ ആ ഒരു എക്സ്റ്റൻഷൻ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, ആ ഒരു എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ആക്രോണിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ICTയിൽ. സോ ഈ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ FTP എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരു സെർവറിൽ നിന്ന് അതിൻ്റെ ക്ലയൻസിലേക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ് ഈ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ സർവീസ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്, അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സെർവർ ടെക്നോളജിയുടെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് റോങ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ട്രൂ. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ? സ്റ്റേറ്റ്മെന്റ് 1 is incorrect, but statement 2 is true. So the right answer for this question is option 4. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ആയിരുന്നു ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഫയൽ ഫോർമാറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇമേജ് ഫയൽസിൻ്റെ ഫോർമാറ്റ്സ് എന്താണ്, അതുപോലെ വീഡിയോ ഫയൽസ് ആണെങ്കിൽ അത് ഏതാണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, പഠിക്കണം എന്ന് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് അനാലിസിസിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. സോ ലിസ്റ്റ് 1 നിങ്ങൾക്ക് എന്തൊക്കെയുള്ള ഇമേജ്, വീഡിയോ, ഓഡിയോ, വേർഡ് പ്രോസസ്സിംഗ്. അതുപോലെ ലിസ്റ്റ് 2 നമുക്ക് കൃത്യമായിട്ട് ചില ഓപ്ഷൻസ് ഉണ്ട്. .doc, .mp3, .jpeg, .mpeg. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫയൽ ഫോർമാറ്റ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻസ് ഏതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത്യാവശ്യം നിങ്ങൾ സിസ്റ്റമൊക്കെ ആയിട്ട് ഫെമിലിയർ ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫയൽ എക്സ്റ്റൻഷൻസ് ഒക്കെ എപ്പോഴും നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഫയൽ ഫോർമാറ്റ്സ് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടില്ലാതെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പക്ഷെ ചില സാഹചര്യത്തിൽ നമുക്ക് പുതിയതായിട്ടുള്ള ചില ഫയൽ ഫോർമാറ്റ്സും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയയെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമേജ് ഫയൽ ഇതിനകത്ത് ഏതാ ഉള്ളത്? JPEG എന്ന് പറയുന്നൊരു ഇമേജ് ഫയലാണ്. വീഡിയോ ആണെങ്കിലോ ദാറ്റ് ഈസ് MPEG. സോ AS3, BS4. A3, B4 എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഓഡിയോ ആണെങ്കിൽ ഏതാ? MP3 എന്ന് പറയുന്ന ഓഡിയോ ആണ് അല്ലേ. അപ്പോൾ CS2. Then you have D, that is 1. വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ 1 നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. A is 3, B is 4, C is 2 and D is 1. So A3, B4, C2, D1, that is option 2. So the right answer for this question is option 2. So next question, ഇതും ഫയൽ ഫോർമാറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. The following list indicates different types of computer file formats. Which of them is devoted exclusively to graphic file formats? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഗ്രാഫിക് ഫയൽ ഫോർമാറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഓപ്ഷൻസ് മാത്രമുള്ളത് ഏതാണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ നോക്കി, ഇതിനകത്ത് DOC അല്ലെങ്കിൽ DOC എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതെന്തായാലും ഗ്രാഫിക് ഫയൽ ഫോർമാറ്റിൻ്റെ ഓപ്ഷൻ അല്ല, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു ഫയൽ ഫോർമാറ്റ് അല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കളയാം. പിന്നീട് ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ TIFF എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ് എന്നുള്ളതാണ്. അതൊരു ഇമേജ്
ഫയലിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് ഫോമാറ്റ് ആണത്. പിന്നെ HTML നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. സോ ദാറ്റ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഗ്രാഫിക് ഫയൽ ഫോമാറ്റ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. സോ അതെന്തായാലും ഈ ഒരു ഓപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരില്ല. ഇനി ഫൈനൽ 4th ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ. അതിനകത്ത് അഗെയിൻ നിങ്ങൾക്ക് TIFF എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് അഗെയിൻ ഒരു ഇമേജ് ഫയലിൻ്റെ ഫോമാറ്റ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. 2-ലുള്ള എല്ലാ ഫയൽ ഫോമാറ്റ്സും നിങ്ങൾക്ക് ഗ്രാഫിക് ഫയൽ ഫോമാറ്റ്സുമായിട്ട് അല്ലെങ്കിൽ ഗ്രാഫിക് ഫയൽ ഫോമാറ്റ് തന്നെയാണ്. ഇതെല്ലാം നമുക്ക് ഒരു ഗ്രാഫിക് ഫയൽ ഫോമാറ്റിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് പഠിച്ചു വെക്കാവുന്ന ഓപ്ഷൻസ് ആണ്. സോ എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 2. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടാം. അപ്പോൾ ഒരു എൻറ്റയർ ഐഡിയ ഉണ്ടാവുന്നത് നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിലെ കുറിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈപ്സ് അല്ലെങ്കിൽ കുറച്ച് ഫയൽ ഫോമാറ്റ്സിനോടൊരു ഫെമിലിയാരിറ്റി വരും. അതും നിങ്ങൾക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്ന ഒരു മെത്തേഡ് ആയിരിക്കും പഠിക്കുന്ന സമയത്ത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ വുഡ് BCC ബി യൂസ്ഡ് ഇൻ ആൻ ഇമെയിൽ? ഇപ്പം BCC എന്ന് പറയുന്ന ഒരു സംഭവം ഇമെയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ BCC എന്താണെന്ന് അറിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ ഇമെയിലിൻ്റെ ഒരു സ്ട്രക്ചർ അതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെന്ന് ഓൾറെഡി അനാലിസിസിൽ നമ്മൾ പറഞ്ഞതാണ്. സോ BCCയുടെ ഫുൾ ഫോം എന്നാണ്? ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഈ ബ്ലൈൻഡ് കാർബൺ കോപ്പി അല്ലെങ്കിൽ BCC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇറ്റ് ഈസ് ദ കോപ്പി ഓഫ് എൻ ഇമെയിൽ സെൻഡ് ടു എ റെസിപ്പിയൻറ്റ് ഹൂസ് ഇമെയിൽ ID വുഡ് നോട്ട് അപ്പിയർ ടു ദി ഒറിജിനൽ റെസിപ്പിയൻറ്റ്. അപ്പോൾ BCC നിങ്ങളൊരു ഇമെയിൽ അയക്കുന്ന സമയത്ത് BCC എന്നുള്ള ആ ഒരു സ്പേസിൽ ആ ഒരു ലൈനിൽ നിങ്ങൾ അഡ്രസ്സ് ഇടുവാണെന്നുണ്ടെങ്കിൽ ആ മെയിൽ ചെല്ലുന്ന മറ്റ് റെസിപ്പിയൻസിന് ഈ BCCയിലുള്ള അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കില്ല. ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. BCC റെസിപ്പിയൻറ്റ് വിൽ ബി ഏബിൾ ടു സീ ദ കോണ്ടന്റ് ആൻഡ് ഇമെയിൽ അഡ്രസ്സസ് ഓഫ് അതർ റെസിപ്പിയൻസ്. അതാണ് ഇതിന് പ്രത്യേകത. BCC എന്ന് പറയുന്ന ആ ഒരു സ്പേസിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ID ആ ഇമെയിൽ ID ബാക്കിയുള്ള ആളുകൾക്ക് കാണാനായിട്ട് സാധിക്കണം. ഈ ഇമെയിൽ തന്നെ അയച്ചിട്ടുള്ള ബാക്കിയുള്ള റെസിപ്പിയൻസിന് BCC എന്ന് പറയുന്ന ആ ഒരു സ്പേസിലുള്ള അല്ലെങ്കിൽ BCCയിൽ കൊടുത്തിരിക്കുന്ന റെസിപ്പിയൻ്റെ ഇമെയിൽ ID കാണാനായിട്ട് സാധിക്കില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം BCC റെസിപ്പിയൻറ്റിന് എന്താ സാധിക്കുന്നത്? ആ ഇമെയിൽ അയച്ചിട്ടുള്ള ബാക്കി എല്ലാ റെസിപ്പിയൻസിൻ്റെയും ഇമെയിൽ അഡ്രസ്സസ് കാണാനായിട്ട് സാധിക്കും. അതാണ് BCC എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണെന്ന് നോക്കിക്കേ. നമുക്ക് പല ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ പറ്റുന്ന ആൻസർ ഏതാ? BCC allows the sender of a message to conceal the recipient entered in the BCC field from the other recipients. BCC ഫീൽഡിൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മെയിൽ ID നമ്മൾ BCC ഫീൽഡിൽ കൊടുത്താൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബാക്കി ആ ഇമെയിൽ ചെല്ലുന്ന ബാക്കി റെസിപ്പിയൻസിന് ഈ BCC ഫീൽഡിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കില്ല. BCC allows the sender of a message to conceal the recipient entered in the BCC field from the other recipient. So the right answer for this question is option 3. ഇനി ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് നമ്മൾ അനാലിസിസിൻ്റെ സമയത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റൻ ഒന്ന് നോക്കിയേ. Ankur receives an email informing him that his credit card is going to be cancelled. The email advises him to click on the provided link and sign into his online banking account to prevent this from happening, which he does. A week later, Ankur notices that rupees 10,000 has been withdrawn from his bank account. What has Ankur fallen victim to? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഒരു വ്യക്തി അങ്കൂർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമെയിൽ അദ്ദേഹത്തിന് കിട്ടുവാണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉടനെ തന്നെ ക്യാൻസൽ ആയി പോകുന്നൊരു ഇമെയിൽ അദ്ദേഹത്തിന് കിട്ടുന്നു. അപ്പോൾ ഈ ഇമെയിൽ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്ന അങ്ങനെ നിങ്ങൾ ക്യാൻസലായി പോവണ്ട എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് ആ ഒരു മെയിലിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ പുള്ളി ചെയ്യുകയും ചെയ്തു. പക്ഷെ എന്താ സംഭവിച്ചത്? ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ അങ്കൂറിൻ്റെ ബാങ്കിൽ നിന്ന് ഏകദേശം 10,000 രൂപ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതായിട്ട് അദ്ദേഹം കണ്ടു. അപ്പം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്ന് പണം തട്ടിയെടുത്ത ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിന് നമ്മൾ പറയുന്ന ടേം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്താണ്? ഫിഷിംഗ് സ്കാം, ട്രോജൻ ഹോഴ്സ്, ഓൺലൈൻ ബ്ലാക്ക്മെയിൽ, വൈറസ്. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. അപ്പോൾ ഫിഷിംഗ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഫിഷിംഗ് ഈസ് എ ഫ്രോഡുലന്റ് അറ്റംപ്റ്റ് ഓഫൻ യൂസ്ഡ് ടു സ്റ്റീൽ യൂസർ ഡേറ്റ or sensitive information such as login credentials, credit card numbers, etc. ഫിഷിംഗ് എന്ന് പറയുന്നത് ഇമെയിലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടേം ആണ്. സോ ഇതൊരു ഫ്രോഡുലന്റ് അറ്റംപ്റ്റ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്?
ഈ ഫിഷിങ്ങിലൂടെ ഈ ആളുകൾ, ഈ മെയിൽ അയക്കുന്ന ആളുകൾ ശ്രമിക്കുന്നത് എന്താ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ലെറ്റ്സ് സേ നമ്മളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസോ അതുപോലെ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറോ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗം, അല്ലെങ്കിൽ ഇമെയിലിലൂടെ അത്തരം രീതിയിൽ നമ്മുടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റീൽ ചെയ്യുന്ന ആ ഒരു അറ്റംപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സംഭവിച്ചത് അത് തന്നെയാണ്. ഒരാൾക്കൊരു മെയിൽ അയക്കുന്നു, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉടനെ ക്യാൻസൽ ആവും എന്ന് പറയുന്നു. സോ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഇൻഫർമേഷൻസ് മറ്റവർക്ക് കിട്ടുന്നു, അതിലൂടെ അവർ പണം തട്ടിയെടുക്കുന്നു. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 1. ഫിഷിംഗ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The process through which an illegitimate website pretends to be a specific legitimate website is known as, and you have the options sniffing, spoofing, backdoors, word dialing. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു മെയിൽ വരുവാണ്, ആ മെയിൽ അഡ്രസ്സൊക്കെ കണ്ടാൽ വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് വരുന്നത് പോലെ തോന്നും, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണെന്ന് പ്രിറ്റൻഡ് ചെയ്ത് നമുക്കൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമുക്കൊരു മെയിൽ അയക്കുന്നു. പക്ഷേ എൻ്റെ ഉദ്ദേശം നമ്മുടെ ഇൻഫർമേഷൻസ് തട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് യു ഹാവ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആസ് വെൽ. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ്, സ്പൂഫിംഗ്. അപ്പോൾ സ്പൂഫിംഗ് ആണ് ആൻസർ എന്ന് അറിയണമെങ്കിൽ എന്താണ് ഈ സ്പൂഫിംഗ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോ ഇമെയിൽ സ്പൂഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് ഇമെയിൽ മെസ്സേജസ് ഫ്രം എ ഫോഴ്സ്ഡ് സെൻഡർ അഡ്രസ്. അതായത് ഇങ്ങനെ ഒതൻറ്റിക് ആയിട്ടൊരു സോഴ്സ് പോലെ തോന്നിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് ഫോർജ് ചെയ്ത് തന്നെ അവരുണ്ടാക്കുന്നു. അതിനുശേഷം ആ ഒരു മെയിൽ ID ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒതൻറ്റിക് സോഴ്സ് ആണെന്ന് വരുത്തി തീർത്ത് അല്ലെങ്കിൽ അങ്ങനെ പ്രിറ്റൻഡ് ചെയ്ത് ഇൻഫർമേഷൻസ് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ദ മെസ്സേജ് അപ്പിയേഴ്സ് ടു ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം സമ്മൺ ഓർ സംവെയർ അതർ ദാൻ ദി ആക്ച്വൽ സോഴ്സ്. അപ്പോൾ നമ്മൾ ഈ മെസ്സേജ് വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് വളരെ ക്രെഡൻഷ്യൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് മെയിൽ വരുന്നതെന്ന് നമുക്ക് തോന്നും, പക്ഷെ അതൊരു ഫോഴ്സ്ഡ് സെൻഡർ അഡ്രസ് ആയിരിക്കും. സോ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. The process through which an illegitimate website pretends to be a specific legitimate website is known as. So the right answer for this question is option 2, that is spoofing. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ എക്സ്പാൻഷൻസ്, ആക്രോണിംസ്, അബ്രിവിയേഷൻസ് എന്നൊക്കെ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് ICTയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. സോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ ഏരിയയിൽ നിന്ന് നോക്കാം. ഇൻ ഡിസ്പ്ലേ ടെക്നോളജി CRT സ്റ്റാൻഡ്സ് ഫോർ. അപ്പോൾ CRT എന്നുള്ളത് ഡിസ്പ്ലേ ടെക്നോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് CRT എന്ന് പറയുന്ന ആക്രോണിം അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യു ഹാവ് ദി ഓപ്ഷൻസ് കാത്തോഡ് റേ ട്രാൻസ്മിഷൻ, കമ്പ്യൂട്ടർ റേ ട്രാൻസ്മിഷൻ, കാത്തോഡ് റേ ട്യൂബ് ആൻഡ് ഫൈനലി കാത്തോഡ് റേ ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. കാത്തോഡ് റേ ട്യൂബ് എന്നുള്ളതാണ് CRT എന്നുള്ള ആ ഒരു ഷോർട്ട് ഫോം ആക്രോണിമിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ ഇതിലൊരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ കാത്തോഡ് റേ ട്യൂബിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ വിഷ്വൽ ഡിസ്പ്ലേയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ കാത്തോഡ് റേ ട്യൂബിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഡിസ്പ്ലേ ടെക്നോളജി. അപ്പോൾ ഈ ഒരു ആക്രോണിമും അതിൻ്റെ എക്സ്പാൻഷനും ഓർക്കുക, കാത്തോഡ് റേ ട്യൂബ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ഇനി അടുത്ത ഒരു സെയിം ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റിനോട് നമുക്ക് നോക്കാം. What is the full form of the abbreviation ISP? And you have the options International Service Provider, Internet Service Provider, Internet Software Provider, Internet Service Product. അപ്പം ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്നുള്ളതാണ്. ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ബേസിക്കലി ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ദെയർ കമ്പനീസ്, നമുക്ക് ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊവൈഡേഴ്സിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു അബ്രിവിയേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ സെയിം അബ്രിവിയേഷൻസ് ഇനിയും അടുത്ത എക്സാമിന് വരുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. എനിവേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് കുറേ ഇങ്ങനെയുള്ള ആക്രോണിംസ് കളക്ട് ചെയ്യാനും പഠിക്കാനായിട്ടും സാധിക്കും. എനിവേ ഇത് പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ്. എക്സാമിന് എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ICT റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇങ്ങനെ അബ്രിവിയേഷനും ആൻഡ് എക്സ്പാൻഷൻസും. അപ്പം മാക്സിമം നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും അബ്രിവിയേഷൻസ് കളക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ നോട്ട്സിൽ അബ്രിവിയേഷൻ, കമ്പ്യൂട്ടർ, ICT റിലേറ്റഡ് ആയിട്ടുള്ള അബ്രിവിയേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്താണെങ്കിലും അത് കളക്ട് ചെയ്ത് വെച്ച് അതൊന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 2.
So next question ആ same area തന്നെയുള്ള question ആണ്. Moodle is abbreviation of, and you have the options: modular object oriented distance learning environment, modular object oriented dynamic learning environment, modular object oriented distance legislative environment, modular object oriented distance legal environment. So ഇതിന്റെ right answer എന്ന് പറയുന്ന option 2 ആണ്, modular object oriented dynamic learning environment. So basically Moodle അല്ലെങ്കിൽ modular object oriented dynamic learning environment എന്ന് പറയുന്നത് it's a learning platform, നമ്മളൊരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്നൊക്കെ നമുക്ക് പറയാം. സോ എഡ്യൂക്കേറ്റേഴ്സിനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ലേണേഴ്സിനും ഒക്കെ അവരുടെ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായകരമാകുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഈ Moodle എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 2, ദാറ്റ് ഇസ് മോഡുലാർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡൈനാമിക് ലേണിംഗ് എൻവയൺമെന്റ്. Alright, moving to the next question. Which of the following statements is true in respect of computers? And you have the option: software is loaded into secondary storage from RAM and is then executed by CPU. Software is loaded into RAM from secondary storage and is then executed by CPU. Software is loaded into RAM from secondary storage and is then executed by motherboard. Software is loaded into secondary storage from RAM and is then executed by motherboard. So ഇത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒക്കെ കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ അത്യാവശ്യം കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ആയിട്ട് അത്യാവശ്യം പരിചയമുള്ളവർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുക? ഒരു സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ റാമിലേക്കായിരിക്കും അത് ലോഡ് ചെയ്യുക. അതിനുശേഷം കമ്പ്യൂട്ടറിൻ്റെ CPU ആയിരിക്കും അതിൻ്റെ ബാക്കി പ്രോസസ്സിങ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാളിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ ആ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഓപ്ഷൻ 2 നോക്കിക്കേ. സോഫ്റ്റ്വെയർ ഇസ് ലോഡഡ് ഇൻ ടു റാം ഫ്രം സെക്കൻഡറി സ്റ്റോറേജ്. ഒരു സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് റാമിലേക്ക് സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യപ്പെടുന്നു ആൻഡ് ദെൻ ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ബൈ CPU. Alright. So the right answer for this question is option 2. So next നമുക്കൊരു match the following question ആണുള്ളത്. So list 1 we have software, hardware, algorithm and data. So software, hardware ഇതൊക്കെ വളരെ പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ടുന്ന ഏരിയാസ് ആണെന്ന് നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. So list 2 we have step by step procedure to solve a problem, raw facts and figures, hard disks and Linux. So ഇതിനകത്ത് സോഫ്റ്റ്വെയർ നമുക്ക് ഏതുമായിട്ട് കണക്ട് ചെയ്യാം? ദാറ്റ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ലിനക്സ് അല്ലേ? ലിനക്സ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇനി ഹാർഡ്വെയർ ആണെങ്കിലോ, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഉള്ള ഡിവൈസസിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ഏതുമായിട്ട് കണക്ട് ചെയ്യാം? ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹാർഡ് ഡിസ്ക്. ഇനി ആൽഗരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഗരിതം കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്പെസിഫിക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് എ സ്പെസിഫിക് ടാസ്ക്, അതാണ് ഈ ആൽഗരിതം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൽഗരിതം നമുക്ക് ഏതുമായിട്ട് കണക്ട് ചെയ്യാം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. ഓൾറൈറ്റ്. ഇനി ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. സോ ഈ ഡേറ്റ, ഈ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ഈ ഡേറ്റേനെ നമ്മൾ കൃത്യമായിട്ട് അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയും. ഓൾറൈറ്റ്. അപ്പോൾ ഡേറ്റ നമുക്ക് ഏതായിട്ട് അസോസിയേറ്റ് ചെയ്യാം? ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 2. സോ സോഫ്റ്റ്വെയർ ലിനക്സ്, ഹാർഡ്വെയർ ഹാർഡ് ഡിസ്ക്, algorithm step by step procedure to solve a problem, data, raw facts and figures. So A is 4, B is 3, C is 1 and D is 2. So A4, B3, C1, D4 എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആണ്. So the right answer for this question is option 4. Moving to the next question. ഇതൊരു match the following question ആണ്. ഇവിടെ നിങ്ങൾക്ക് ചില കമ്പ്യൂട്ടർ റിലേറ്റഡ് ടേംസ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലിസ്റ്റ് 2 we have some description. അപ്പം ലിസ്റ്റ് 1 നിങ്ങൾ നോക്കി, കമ്പ്യൂട്ടർ റിലേറ്റഡ് ടേംസിൽ ഏതൊക്കെയാണുള്ളത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS ഉണ്ട്, www എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ദെൻ വി ഹാവ് ഡിവൈസ്, ഡ്രൈവർ ആൻഡ് ഫൈനലി IP. ഓക്കെ. ഇനി ലിസ്റ്റ് 2 നിങ്ങൾ നോക്കിയേ. എ സർവീസ് ദാറ്റ് റൺസ് ഓൺ ദി ഇന്റർനെറ്റ്, software that helps an OS to control a piece of hardware, software that controls peripherals and allocates memory and processor time, and you have option 4 that is defines network addresses and is used for routing packets. Okay. സോ നമ്മൾ ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് പഠിച്ചു വയ്ക്കുന്നത് എപ്പോഴും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കളക്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ടേംസ് കളക്ട് ചെയ്യുക, അത് പഠിച്ചു വയ്ക്കുക.
ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും വളരെ ഹെൽപ്ഫുൾ ആണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ടേംസും കുറേ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ടേംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് പഠിക്കാനും നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓൾറൈറ്റ്, അങ്ങനെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കുറേ കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ആ മാച്ച് ചെയ്ത് നിങ്ങൾ ആൻസറിലേക്ക് വരിക. അതാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്കുള്ള ടാസ്ക്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് പെരിഫറൽസ് ആൻഡ് അലോക്കേറ്റ്സ് മെമ്മറി ആൻഡ് പ്രൊസസ്സർ ടൈം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് ദി പെരിഫറൽസ്, അതായത് നമ്മുടെ ഡിവൈസസ്, പെരിഫറൽ ഡിവൈസസ് എല്ലാം നമ്മുടെ ഡിഫറെൻറ്റ് ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ കൺട്രോൾ ചെയ്യുകയും മെമ്മറി അലോക്കേറ്റ് ചെയ്യും, പ്രൊസസ്സർ ടൈം കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു എൻറ്റയർ സിസ്റ്റത്തിൻ്റെ മൊത്തം കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ, അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ A is 3. ഇനി അടുത്തത് www എന്ന് പറഞ്ഞാൽ എന്താണ്? www is basically a service that runs on the internet. www എന്ന് പറയുന്നത് ഇന്റർനെറ്റിലുള്ള ഒരു സർവീസ് ആണ്. Then we have device driver. Device driver എന്ന് പറഞ്ഞാൽ എന്താണ്? Software that helps in OS to control a piece of hardware. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻറ്റയർ കൺട്രോൾ അതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ OSന് അതായത് ഒരു പെർട്ടിക്കുലർ പീസ് ഓഫ് ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാൻ OSനെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഇനി IP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഡിഫൈൻസ് നെറ്റ്വർക്ക് അഡ്രസ്സസ് ആൻഡ് ഇസ് യൂസ് ഫോർ റൂട്ടിംഗ് പാക്കറ്റ്സ്. IP അഡ്രസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അത് കൃത്യമായിട്ട് ഒരു നെറ്റ്വർക്ക് അഡ്രസ്സാണ്. സോ ദാറ്റ് കൃത്യമായിട്ട് നമുക്ക് ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഈ അഡ്രസ്സിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡിഫൈൻസ് നെറ്റ്വർക്ക് അഡ്രസ്സസ് ആൻഡ് ഇസ് യൂസ് ഫോർ റൂട്ടിംഗ് പാക്കറ്റ്സ്. അപ്പോൾ IP അഡ്രസ്സ് ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ അതിനകത്ത് ഓരോ സിസ്റ്റത്തിനും നമുക്ക് കൃത്യമായിട്ടുള്ള IP അഡ്രസ്സുകളുണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ IP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെറ്റ്വർക്ക് അഡ്രസ്സസ് എന്ന് നമുക്കതിനെ പറയാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ A എന്ന് പറയുന്നത് ഏതാണെന്ന് ഓൾറെഡി പറഞ്ഞത്. സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് പെരിഫറൽസ് ആൻഡ് അലോക്കേറ്റ്സ് മെമ്മറി ആൻഡ് പ്രൊസസ്സർ ടൈം. ആൻഡ് ദെൻ യു ഹാവ് www ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 1, a service that runs on the internet. അതാണ് www എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഓൾറെഡി പറഞ്ഞു. And then you have option C, that is device driver, software that helps in OS to control a piece of hardware. And then you have IP that is associated with option 4, defines network addresses and is used for routing packets. So ഏതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ? That is option 2 അല്ലേ? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താണ്. A is 3. So here A is 3 and then you have B that is 1. So B that is 1. C is 2 and D is 4. C is 2 and D is 4. So that is option 2. So the right answer for this question is option 2. Next question. So ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർനെറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ടേംസ് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇത് നോക്കിയാൽ ഫയർ വാൾസ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സിസ്റ്റം എഗെയിൻസ്റ്റ്. അപ്പോൾ ഫയർ വാൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ദിസ് ഈസ് ബേസിക്കലി നമ്മുടെ ഒരു സെക്യൂരിറ്റി ഡിവൈസ് എന്ന് നമുക്ക് പറയാം, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസ് എന്ന് പറയാം. സോ ബേസിക്കലി നെറ്റ്വർക്ക് ട്രാഫിക്കിൻ്റെ അതിനെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുകയും അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഫയർ വാൾസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസ് ദാറ്റ് മോണിറ്റേഴ്സ് ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്സ്. ആൻഡ് ഓൾസോ ഇത് അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പെർമിറ്റ് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, വരുന്ന ഡേറ്റ പാക്കറ്റ്സിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യുകയോ പെർമിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഫങ്ഷൻസ് ഈ ഫയർവാൾ ആണ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇതൊരു സെക്യൂരിറ്റി ഡിവൈസ് ആണെന്ന് നമുക്ക് പറയാം. സോ കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് ഈ വരുന്ന ഒരു നെറ്റ്വർക്കിൽ വരുന്ന ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് ആയിട്ടുള്ള എല്ലാ നെറ്റ്വർക്കിംഗ് ട്രാഫിക്കുകളെയും അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നു. അതിനുശേഷം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നു. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും അറ്റാക്സ് വന്നാൽ അതിനെ ബ്ലോക്ക് ചെയ്യാനും ഇനി അതിലുള്ള പ്രശ്നങ്ങളില്ലെങ്കിൽ അതിനെ അലോ ചെയ്യാനും ഈ നെറ്റ്വർക്ക് ട്രാഫിക്കിലൂടെ പാസ് ചെയ്യുന്ന പാക്കറ്റ്, അതായത് നമ്മുടെ ഡേറ്റ, അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫയർ വാൾസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫയർ വാൾസ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സിസ്റ്റം എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇതായിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ 1, അൺഓതറൈസ്ഡ് അറ്റാക്സ്. അപ്പം കൃത്യമായിട്ടൊരു നെറ്റ്വർക്കിലൂടെ കടന്നു പോകുന്ന ഡിഫറെൻറ്റ് ഡേറ്റ പാക്കറ്റ്സിനെ അനലൈസ് ചെയ്ത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്സ് വരുന്നതിൽ നിന്ന് ആ ഒരു നെറ്റ്വർക്കിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസുകളാണ്
firewalls എന്ന് പറയുന്നത്. So the right answer for this question is option 1. Moving to the next question. Cloud computing has the following distinct characteristics, and you have the options. The service is hosted on the internet. It is made available by a service provider. It computes and predicts rain when the weather is cloudy. The service is fully managed by the provider. So, and we have different options as well. So, cloud computing എന്നുള്ളത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും. നമ്മുടെ ഫോണിലാണെങ്കിലും മറ്റും നമ്മുടെ ഡിവൈസസിലും ലാപ്ടോപ്സിലും ഒക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബേസിക്കലി എ സർവീസ് വിച്ച് ഈസ് ഹോസ്റ്റഡ് ബൈ ദി ഇന്റർനെറ്റ്. അപ്പോൾ ഇന്റർനെറ്റ് ഹോസ്റ്റ് ചെയ്യുന്നൊരു സർവീസാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇത് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളൊരു സംവിധാനം നമുക്ക് അവൈലബിൾ ആക്കി തരുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ അവൈലബിൾ ആക്കുന്ന ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിരിക്കും ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എൻറ്റയർലി മാനേജ് ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ സി നിങ്ങൾ നോക്കിയേ. ഇറ്റ് കമ്പ്യൂട്ട്സ് ആൻഡ് പ്രെഡിക്ട്സ് റെയിൻ വെൻ ദ വെദർ ഈസ് ക്ലൗഡി. ഓപ്ഷൻ സി ഇതുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധവും ഇല്ലാത്തൊരു ഓപ്ഷനാണ്. സോ യു ക്യാൻ എലിമിനേറ്റ് ദാറ്റ് ഓപ്ഷൻ. ബാക്കി മൂന്നും ക്ലൗഡ് കമ്പ്യൂട്ടിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. സോ ഓപ്ഷൻ എ, ബി ആൻഡ് ഡി ആണ് ദ ആൻസർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. എ, ബി ആൻഡ് ഡി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. Moving to the next question. Which of the following statements are correct? ഇപ്പോൾ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? NKN stands for New Knowledge Network. MOOCs are offline courses. National Supercomputing Mission is a Government of India initiative. Clock rate of CPU is measured in gigabytes. Param Shivai is a supercomputer. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിന് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ NKN stands for New Knowledge Network എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ NKN എന്ന് പറയുന്ന ആക്രോണിമിന്റെ എക്സ്പാൻഷൻ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ നോളജ് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. സോ ആ ഓപ്ഷൻ തെറ്റാണ്. ഇനി ഓപ്ഷൻ ബി നോക്കിക്കേ. MOOCs are offline courses. That is wrong. MOOCs are online courses. They are online courses, not offline courses. അപ്പോൾ ആ ഒരു ഓപ്ഷനും നിങ്ങൾക്ക് തെറ്റായിട്ട് എടുക്കാൻ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ മതി. അപ്പോൾ എയും ബിയും നമുക്ക് എന്തായാലും എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ആസ് എ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനിഷ്യേറ്റീവ്. ദാറ്റ് ഇസ് ട്രൂ. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ദാറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കേ. ക്ലോക്ക് സ്പീഡ് ഓർ ക്ലോക്ക് റേറ്റ് ഓഫ് CPU ഇസ് മെഷേർഡ് ഇൻ ജിഗാബൈറ്റ്സ്. അപ്പം ഒരു CPUവിന്റെ ക്ലോക്ക് റേറ്റ് മെഷർ ചെയ്യുന്നത് ജിഗാബൈറ്റ്സിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് മെഷേർഡ് ഇൻ ജിഗാഹെർട്സ്. ഓക്കെ, ഈ ക്ലോക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇപ്പോൾ നമ്മളൊരു CPU-ന്റെ അത് ഒരു കാര്യം കൃത്യമായിട്ട് അതിന് കൊടുക്കുന്ന ഡേറ്റ റിട്രൈവ് ചെയ്ത് ശരിയായ രീതിയിൽ പ്രോസസ്സുകൾ നടത്താനായിട്ട് കൊടുക്കുന്ന നമുക്ക് നമ്മുടെ CPU-ന് കൊടുക്കുന്ന ഡേറ്റ കൃത്യമായിട്ട് റിട്രൈവ് ചെയ്ത് കൃത്യമായിട്ട് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് CPU എടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ ക്ലോക്ക് സ്പീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്ലോക്ക് സ്പീഡ് അല്ലെങ്കിൽ ക്ലോക്ക് റേറ്റ് ജിഗാബൈറ്റ്സിലാണ് മെഷർ ചെയ്യുന്നതെന്നാണ്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ജിഗാഹെർട്സ്. അങ്ങനെയാണെങ്കിൽ ആ ഓപ്ഷനും തെറ്റാണ്. ഇനി ഓപ്ഷൻ ഇ നോക്കിക്കേ. പരം ശിവായ് ആസ് എ സൂപ്പർ കമ്പ്യൂട്ടർ. ദാറ്റ് ഇസ് ട്രൂ. പരം ശിവായ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനുള്ള എക്സാമ്പിൾ തന്നെയാണ്. സോ യു ക്യാൻ ടേക്ക് ഓപ്ഷൻ ഇ. സോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഓപ്ഷൻ സിയും ഇയും നിങ്ങൾക്ക് എടുക്കാം. ദേ ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. എ, ബി, ഡി എന്നുള്ളത് റോങ് ആണ്. അതിൻ്റെ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നും ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. സോ ഇതിൽ നിന്ന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ ഏതൊക്കെയാണ് ചെയ്യേണ്ടത്? സി ആൻഡ് ഇ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് option 1, that is C and D only. Okay, moving to the next question. The main purpose of using ICT for classroom teaching is to. അപ്പോൾ ക്ലാസ്റൂം ടീച്ചിങ്ങിന് നമ്മൾ ICT ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ മേക്ക് ദ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസ് ഇൻട്രസ്റ്റിംഗ്, ഡൈവേർട്ട് സ്റ്റുഡൻസ് അറ്റൻഷൻ ഇൻ ദ ക്ലാസ്, കീപ് സ്റ്റുഡൻസ് എൻഗേജ്ഡ് ഇൻ ദി ക്ലാസ്, ഒപ്റ്റിമൈസ് ലേണിംഗ് ഔട്ട്കംസ് ഓഫ് ടീച്ചിങ്. അപ്പോൾ ക്ലാസ് റൂം ടീച്ചിങ്ങിൽ നമ്മൾ ICT ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഒപ്റ്റിമൈസ് ദ ലേണിംഗ് ഔട്ട്കംസ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ക്ലാസ് റൂം എൻവയൺമെൻറ്റ്, ക്ലാസ് റൂം ടീച്ചിങ്ങിൽ ICT യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതായിരിക്കും? ദാറ്റ് ഈസ് ഓപ്ഷൻ 4. റൈറ്റ്.
So moving to the next question. Given below are two statements. Statement 1 says the value of hexadecimal number 21 is 33 in decimal number system, and statement 2 says the value of binary number 1110 is 14 in decimal number system. So ഇത് basically conversion ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കൺവേർഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ICT-യിൽ. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഹെക്സാഡെസിമൽ നമ്പർ 21 എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ 33നോട് ഇക്വലന്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഹെക്സാഡെസിമൽ നമ്പർ 21നെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റി നോക്കുക, കൺവേർട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് അത് 33 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യുക? സോ 21 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ ഒരു ഡെസിമൽ നമ്പറിലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആണ്, 2ഉം 1ഉം ആണ് ഉള്ളത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമ്മൾ ഈ നമ്പേഴ്സിന്, ഇപ്പോൾ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. സോ ആ 1നെ നമ്മൾ 16 to the power 0 എന്ന് പറയുന്ന പവറുമായിട്ട് നമ്മൾ ഇൻഡു ചെയ്യുന്നു. അതുപോലെ വീണ്ടും റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടാമത്തെ നമ്പർ ഏതാണ്? 2 ആണ്. ആ 2നെ നമ്മൾ 16 to the power 1 അതുമായിട്ട് ഇൻഡു ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. സോ 1 into 16 to the power 0, അതിനുശേഷം പ്ലസ് 2 into 16 to the power 1. അപ്പോൾ 16 to the power 0 എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ 1 into 1 എന്ന് വരും, ദാറ്റ് ഇസ് 1, പ്ലസ് 16 to the power 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് 16 itself, റൈറ്റ്? സോ 16 into 2, ദാറ്റ് ഇസ് 32. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. സോ 32 plus 1 എന്ന് പറയുന്നത് 33 ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത്. സോ ഈ കൺവേർഷൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സസ് നമ്മുടെ LMS-ൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഏരിയാസും നിങ്ങൾക്ക് ടച്ച് ചെയ്ത് പോയിട്ട് ഒരു റിവിഷൻ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻസ്, ഡെസിമലിൽ നിന്ന് ഹെക്സാഡെസിമൽ അല്ലെങ്കിൽ ബൈനറീനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഇങ്ങനെ കൃത്യമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എനിവേ ഈ ക്വസ്റ്റിന് ആവശ്യമായിട്ടുള്ള കൺവേർഷൻ മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഹെക്സാഡെസിമൽ നമ്പർ 21 എന്ന് പറയുന്നത് 33 ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കി, അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ബൈനറി നമ്പർ ആയിരിക്കുന്ന 1110 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൽ 14 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 1110. അപ്പം ഹെക്സാഡെസിമലിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തത്? അതിനകത്ത് ഓരോ നമ്പറിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഓരോ നമ്പറിനെ 16ന്റെ പവറുമായിട്ട് ഇൻറ്റു ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സോ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 2ന്റെ പവേഴ്സ് എഴുതുന്നു. 2 to the power 0, 2 to the power 1, 2 to the power 2, 2 to the power 3. 2 to the power 0 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് 1. നമ്മൾ മുമ്പേ പറഞ്ഞു 16 to the power 0 എന്ന് പറയുന്നത് 1 ആണ്. ഏതൊരു നമ്പറിൻ്റെയും 0 പവർ എന്ന് പറയുന്നത് 1 ആണ്. 2 to the power 1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. 2 to the power 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 into 2, ദാറ്റ് ഇസ് 4. ഇനി 2 to the power 3 എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഇസ് 8. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ 0 എന്ന് പറയുന്ന സ്ഥലത്ത് കിടക്കുന്ന നമ്പർ നമ്മൾ അതിന് നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ഈ 1 എന്ന് പറയുന്ന ഈ പൊസിഷൻസിലുള്ള നമ്പേഴ്സിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യുന്നു. 8 plus 2 10 ആണ്. 10 plus 4 എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ നമ്മൾ 1110 എന്ന് പറയുന്ന ബൈനറി നമ്പറിനെ ഒരു ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 14 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഓരോ, നമ്മൾ മുമ്പേ ചെയ്ത ഹെക്സാഡെസിമൽ ടു ഡെസിമൽ ആയിരുന്നു, ഇവിടെ നമ്മൾ ബൈനറി ടു ഡെസിമൽ ആണ്. ഇത് ഓരോ കൺവേർഷനും ഓരോ റൂളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതിനെല്ലാം വീഡിയോസ് നമ്മുടെ LMS-ൽ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ ഈ 21 എന്നുള്ള ഹെക്സാഡെസിമൽ ഇസ് ഈക്വൽ ടു 33 ഡെസിമൽ നമ്പർ സിസ്റ്റം, അത് കറക്റ്റ് ആണ്. ഇനി ബൈനറി നമ്പർ 1110 നമ്മളുടെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 14 ആണെന്ന് നമ്മൾ ഓൾറെഡി ചെയ്ത് നോക്കി, നമുക്ക് ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലേ? സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and statement 2 are true. Now we are moving to the next set of practice questions with explanation. സോ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ആണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻസും അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷനും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. സോ നമുക്ക് വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡീൽ ചെയ്യാം. സോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ സെറ്റ് 2. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 നമുക്ക് ചില ടേംസ് ആണ് തന്നിരിക്കുന്നത്, ലിസ്റ്റ് 2 ചില എക്സാമ്പിൾസും തന്നിട്ടുണ്ട്. സോ വി ഹാവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ, പ്രൊസസ്സർ ആൻഡ് നെറ്റ്വർക്ക് ഡിവൈസ്. സോ ബേസിക്കലി ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സോ നമ്മൾ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സോഫ്റ്റ്വെയർസിനെ തന്നെ നമുക്ക് 2 കാറ്റഗറീസ് അല്ലെങ്കിൽ 2 ടൈപ്സ് ആയിട്ട് തരം തിരിക്കാനായിട്ട് സാധിക്കും. വി ഹാവ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആസ് വെൽ ആസ്
ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. അപ്പോൾ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ എൻറ്റയർ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്നുള്ളൊരു ആശയമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ ലാപ്ടോപ്സിൽ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് വിൻഡോസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺസിലെ ആൻഡ്രോയിഡോ ഇതൊക്കെ ബേസിക്കലി ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ട് വരുന്ന എക്സാമ്പിൾസ് ആണ്. ബിക്കോസ് ഇറ്റ് കൺട്രോൾസ് ദി എൻറ്റയർ പ്രോസസ് അല്ലെങ്കിൽ എൻറ്റയർ സിസ്റ്റം ഓഫ് ദി കമ്പ്യൂട്ടർ. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ നമ്മൾ പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിലേക്ക് വന്നാലോ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസ്, അതിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ വേർഡ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു PPT നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പവർ പോയിന്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, എക്സൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രോസസ്സുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ പ്രോഗ്രാംസ് ആണ്. അപ്പം അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിളായി നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ 2, ലിനക്സ്. അല്ലേ, ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെങ്കിലോ ദാറ്റ് ഇസ് ആന്റിവൈറസ്. ആന്റിവൈറസ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. എന്തുകൊണ്ടാണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോസസ്സിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണത്. സോ ബി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 4. ഇനി പ്രൊസസ്സർ ആണെങ്കിലോ, പ്രൊസസ്സറിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏതാ എടുക്കാൻ പറ്റുന്നത്? ദാറ്റ് ഇസ് ഓപ്ഷൻ 1. ഇന്റലിന്റെ പ്രൊസസ്സർ ആണ് പെന്റിയം എന്ന് പറഞ്ഞത്. സോ യു ക്യാൻ ചൂസ് ദാറ്റ് ഓപ്ഷൻ ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ C, ദാറ്റ് ഇസ് പ്രൊസസ്സർ. ആൻഡ് ഫൈനലി നെറ്റ്വർക്ക് ഡിവൈസ്. നെറ്റ്വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഈ ഓപ്ഷൻസിൽ ഏതാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഇസ് റൗട്ടർ. അപ്പം D നിങ്ങൾക്ക് 3 കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഏതാണ്? A2, B4, C1 and D3. So the right answer for this question is option B. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രോജൻ ഹോഴ്സസ്. അപ്പോൾ ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ടേം കൊണ്ട് കമ്പ്യൂട്ടിങ്ങിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം, അതിനുശേഷം ഈ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന ടേം എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Search automatically for an item on the internet, are viruses that can replicate themselves, a software that gathers information by monitoring, are malicious programs often disguised as legitimate സോഫ്റ്റ്വെയർ. സോ ഈ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ടേം കൊണ്ട് കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ട്രോജൻ ഹോഴ്സ് എന്നുള്ള ടേം മേ ബി നിങ്ങൾ ഈ ഏൻഷ്യൻ ഗ്രീക്ക് സ്റ്റോറി ഒക്കെ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ദ സിറ്റി ഓഫ് ട്രോയ്, അതിൻ്റെ ഫോളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ട്രോജൻ ഹോഴ്സ് എന്നുള്ള വാക്ക് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. ബേസിക്കലി ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് ഈ ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ കമ്പ്യൂട്ടിങ്ങിൽ ഈ പറയുന്ന ട്രോജൻ ഹോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻ കമ്പ്യൂട്ടിംഗ്, എ ട്രോജൻ ഹോഴ്സ് ഇസ് എ പ്രോഗ്രാം ഡൗൺലോഡഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് ഓൺ എ കമ്പ്യൂട്ടർ ദാറ്റ് അപ്പിയേഴ്സ് harmless but is in fact malicious. So basically ഇതിന്റെ ഒരു പ്രശ്നം എന്താണ്? ഇത് കണ്ടാൽ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് തോന്നും. പ്രശ്നമൊന്നുമില്ല, ഹാംലെസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് തോന്നും. സോ പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണ്? ഇത് ശരിക്കും പറഞ്ഞാൽ മലീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ കാഴ്ചയിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് തോന്നാം. ഇറ്റ് വിൽ ബി ഡൗൺലോഡഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. പക്ഷേ ഇത് പ്രശ്നക്കാരനാണ്, ഇറ്റ്സ് മലീഷ്യസ്. അപ്പം ഇങ്ങനെ ഒരു ട്രോജൻ നമ്മളുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉണ്ട് എന്നെങ്ങനെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിൽ നടക്കാൻ തുടങ്ങും. നമ്മുടെ സെറ്റിങ്സിലൊക്കെ ചില മാറ്റങ്ങൾ, നമ്മൾ ചെയ്യാതെ തന്നെ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും അതൊരു ഇൻഡിക്കേഷൻ ആണ്. അതായത് ഈ ട്രോജൻ നമ്മളുടെ കമ്പ്യൂട്ടർ റിസൈഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇങ്ങനെയുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ സെറ്റിംഗ്സിലൊക്കെ വരുന്ന ചേഞ്ചസും. സോ ഈ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഈ ഓപ്ഷൻസിൽ ട്രോജൻ ഹോഴ്സിന് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ D, അല്ലേ? ആർ മലീഷ്യസ് പ്രോഗ്രാംസ് ഓഫൻ ഡിസ്ഗൈസ്ഡ് ആസ് ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ. സോ അവർ ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർസ് ആയിട്ടായിരിക്കും നമുക്ക് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആയിട്ട് തോന്നും, ബട്ട് ദേ ആർ മലീഷ്യസ് പ്രോഗ്രാംസ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ is option D. Moving to the next question. Following are some statements regarding the firewalls. Choose the correct statements. അപ്പോൾ ഫയർവാളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ ട്രോജൻ ഹോഴ്സ് ആയാലും ഫയർവാൾ ആണെങ്കിലും ഇങ്ങനെ കുറേ ടേംസ് ഉണ്ട് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ടേംസ് ആണ്. മേ ബി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ
മിക്ക സമയത്തും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ടേംസ് ഒക്കെ തന്നെയായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടാകുന്നത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? എക്സാമിൻ ട്രാഫിക് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് എ നെറ്റ്വർക്ക്, use to verify the data comes from a secure and trusted source, use the concept of digital signature, keep a list of IP addresses, thus preventing access to certain websites. So നമുക്ക് ഈ ഫയർവാൾ എന്താണെന്ന് നോക്കാം, അതിനുശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഫയർവാൾ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ഇതൊരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസ് ആണ്. ഇതിന്റെ ജോലി എന്താണ്? അല്ലെങ്കിൽ ഒരു ഫയർവാൾ ആസ് എ സെക്യൂരിറ്റി നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി മോണിറ്ററിംഗ് ദ ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്. അതായത് ഇൻകമ്മിങ്ങും ഔട്ട് ഗോയിങ്ങുമായിട്ടുള്ള നെറ്റ്വർക്ക് ട്രാഫിക് ഡേറ്റ അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഫയർവാളിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മോണിറ്റർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇൻ ഓർഡർ ടു ഡിസൈഡ് വെദർ ടു അലൗ ഓർ ബ്ലോക്ക് സ്പെസിഫിക് ട്രാഫിക് ബേസ്ഡ് ഓൺ എ ഡിഫൈൻഡ് സെറ്റ് ഓഫ് സെക്യൂരിറ്റി റൂൾസ്. സോ ഫയർവാളിന് അതിൻ്റെതായിട്ടുള്ള ചില സെക്യൂരിറ്റി റൂൾസ് ഉണ്ട്. സോ കൃത്യമായി ഈ ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്കുകളെ കൃത്യമായി മോണിറ്റർ ചെയ്തതിനു ശേഷം ഈ റൂൾസിന്റെ ബേസിസിൽ ഏതൊക്കെ ഈ പറയുന്ന ട്രാഫിക്സ്, ഏതെങ്കിലും സ്പെസിഫിക് ട്രാഫിക്കിനെ അലോ ചെയ്യണോ അതോ ബ്ലോക്ക് ചെയ്യണോ, അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ ഈ ഫയർവാൾ എടുക്കും. സോ ദാറ്റ് അതിലൂടെ നമ്മുടെ നെറ്റ്വർക്ക് കൂടുതൽ സെക്യൂർ ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനിലേക്ക് വരാം, ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. 4 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഇതിൽ നിന്നും 2 ഓപ്ഷൻസ് നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഈ പറഞ്ഞതിന്റെ ബേസിസിലാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഓപ്ഷൻ ഏതാ? ദാറ്റ് ഈസ് ഓപ്ഷൻ എ അല്ലേ, എക്സാമിൻ ട്രാഫിക് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് എ നെറ്റ്വർക്ക്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ട്രാഫിക് കൃത്യമായി ഈ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്കുകളെ മോണിറ്റർ ചെയ്യാന്നുള്ളൊരു പരിപാടി അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ് മെയിനായിട്ട് ഫയർവാളിനുള്ളതെന്ന് ആ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഈസി ആയി ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു ഓപ്ഷനും കൂടി ഇതിൽ നിന്ന് നമുക്ക് എടുക്കണം. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, കീപ് എ ലിസ്റ്റ് ഓഫ് IP അഡ്രസ്സസ് ദസ് പ്രിവെന്റിംഗ് ആക്സസ് ടു സർട്ടൻ വെബ്സൈറ്റ്. അതായത് ഫയർവാളിന്റെ പാർട്ടായിട്ട് നമുക്ക് ചില IP അഡ്രസ്സുകളെ ലിസ്റ്റ് ചെയ്യാം. സോ ദാറ്റ് ഇപ്പം കുറച്ച് പ്രശ്നമായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് തോന്നുന്ന ചില IP അഡ്രസ്സസിനെ നമുക്ക് ഈ നെറ്റ്വർക്കിൽ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ത്രൂ ഫയർവാൾ. സോ ദാറ്റ് അതിലേക്കുള്ള ആക്സസ് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഡേറ്റ കൃത്യമായി ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈ ഫയർവാൾ ഉപയോഗിച്ച് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായി ചില IP അഡ്രസ്സുകളെ ആ രീതിയിൽ നമുക്ക് മോണിറ്റർ ചെയ്ത് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതും ഈ പറയുന്ന ഫയർവാൾ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ അവർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിതും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിയും അതിന്റെ ആൻസർ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. സോ എയും ഡിയും ആണ് ആൻസർ. എക്സാമിൻ ട്രാഫിക് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് എ നെറ്റ്വർക്ക്, and D is keep a list of IP addresses thus preventing access to certain website. So A and D ആണ് നമ്മളുടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു. A and D is option C. So the right answer for this question is obviously option C. Okay. Moving to the next question, identify the correct order of following computer memory types ranked from slowest to fastest in terms of access time. സോ നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതിയപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് മെമ്മറി ടൈപ്സ് വന്നിട്ട് അതിൻ്റെ ആക്സസ് ടൈം അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പൊതുവേ വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ICT പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തരും. അതിന് ഹയറാർക്കിക്കൽ ഓർഡറിൽ മേ ബി സ്ലോവസ്റ്റ് ടു ഫാസ്റ്റസ്റ്റ് അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കപ്പാസിറ്റി ഉള്ളത് ഏതാണ്, ആ രീതിയിൽ ഒരു ഹയറാർക്കിക്കൽ ഓർഡറിലോ സീക്വൻസിലോ ഒക്കെ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈപ്പാണിത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ചില മെമ്മറി ടൈപ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ആക്സസ് ടൈമിന്റെ ബേസിസിൽ സ്ലോവസ്റ്റ് ടു ഫാസ്റ്റസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ക്യാഷ് മെമ്മറി, CD-ROM, ഹാർഡ് ഡിസ്ക്, റാം ആൻഡ് രജിസ്റ്റർ. സോ ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാഷ്, റാം ആൻഡ് രജിസ്റ്റർ ഇത് മൂന്നും ഇന്റേണൽ മെമ്മറിയുടെ പാർട്ടായിട്ട് വരുന്നതാണ്. ഈ CD-ROM-ഉം ഹാർഡ് ഡിസ്കും ബേസിക്കലി സെക്കൻഡറി മെമ്മറിയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ലോവസ്റ്റ് ഫാസ്റ്റസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെയായിരിക്കും? CD-ROM-ഉം ഹാർഡ് ഡിസ്കും തന്നെയാണ്. ആക്സസ് ടൈമിന്റെ ബേസിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് രണ്ടും സെക്കൻഡറി മെമ്മറിയുടെ എക്സാമ്പിൾസ് ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടുമായിരിക്കും ഈ പറയുന്ന നമ്മളുടെ ഇന്റേണൽ മെമ്മറിയെക്കാളും സ്ലോവസ്റ്റ് based on in terms of access time. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CD-ROM-ലും ഹാർഡ് ഡിസ്കിലും ഏറ്റവും സ്ലോവസ്റ്റ് ഏതായിരിക്കും? ഒബ്വിയസ്ലി CD-ROM ആയിരിക്കും. സോ വി ഹാവ് CD-ROM, ദെൻ ഹാർഡ് ഡിസ്ക്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റാം, രജിസ്റ്റർ, ക്യാഷ് ഇതിനകത്ത് ഏതാണ് ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് എന്നാണ്. സോ ആ മൂന്നെണ്ണം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഇതിന്റെ സീക്വൻസിലേക്ക് നമുക്ക് വരാം. അപ്പം ഏറ്റവും ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് ഓൾറെഡി കിട്ടി. CD-ROM ആൻഡ് ഹാർഡ് ഡിസ്ക് സ്ലോവസ്റ്റ് ഫാസ്റ്റസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ നന്നായി വായിക്കാം.
സ്ലോവസ്റ്റ് ടു ഫാസ്റ്റസ്റ്റ് ആണോ അതോ ഫാസ്റ്റസ്റ്റ് ടു സ്ലോവസ്റ്റ് ആണോ, ആ രീതിയിൽ കൃത്യമായി ക്വസ്റ്റ്യൻ വായിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തെറ്റിപ്പോവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഡേറ്റ ദാറ്റ് ദ കമ്പ്യൂട്ടർ CPU ഇസ് കറന്റ്ലി പ്രോസസ്സിംഗ് ഗെറ്റ് സ്റ്റോർഡ് ഇൻ ദി രജിസ്റ്റേഴ്സ്. അതായത് നമ്മളിപ്പം കറന്റ്ലി യൂസ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റ ആണ് ഈ രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ആവുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് മെമ്മറിയെ കുറിച്ച് പറയുമ്പോൾ എന്താ? ക്യാഷ് മെമ്മറി ഈസ് നോൺ എസ് ദ സ്മോളസ്റ്റ് ആൻഡ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്നാണ് പറയുന്നത്. പക്ഷെ ക്യാഷ് മെമ്മറി ബേസിക്കലി പ്രോസസ് മെമ്മറിയാണ്. അതായത് നമുക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആയിരിക്കും ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ആവുക. സോ അതിനേക്കാളും ആക്ച്വലി ആക്സസ് ചെയ്യാൻ കുറച്ചും കൂടെ ഫാസ്റ്റസ്റ്റ് ആണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അതായത് കറന്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറന്റ്ലി പ്രോസസ്സിംഗ് ഡേറ്റയാണ് ബേസിക്കലി ഈ രജിസ്റ്ററിൽ ചെന്ന് സ്റ്റോർ ആവുക. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ഇസ് ദ ഡേറ്റ ഓർ ദി ഡേറ്റ that the computer CPU is currently processing gets stored in the registers. അപ്പം ഇതിനകത്ത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും രജിസ്റ്റർ ആണ്. അതിനുശേഷം ഏതാണ് വരിക? ക്യാഷ് മെമ്മറി. ദ റീസെന്റ് യൂസ്ഡ് ഇൻഫോ ഓർ ഡേറ്റ ഓഫ് എ കമ്പ്യൂട്ടർ ഗെറ്റ് സ്റ്റോർഡ് ഇൻ ദി ക്യാഷ് മെമ്മറി. ഓക്കെ, നമ്മൾ ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്യുന്ന ഡേറ്റയാണ് ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർഡ് ആവുക. സോ അതിനുശേഷം ഈ രജിസ്റ്ററിനേക്കാളും സ്ലോവസ്റ്റ് ആണ് ക്യാഷ് കമ്പാരിറ്റീവ് ഈ പറയുന്ന ആക്സസ് ടൈം വെച്ച് നോക്കുമ്പോൾ. സോ ദെൻ വി ഹാവ് റാം, ദാറ്റ് ഇസ് റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി ഈസ് കോൾഡ് ദ റീഡ് ഓർ റൈറ്റ് മെമ്മറി, അല്ല മെയിൻ മെമ്മറി ആണെങ്കിൽ പ്രൈമറി മെമ്മറി എന്നാണ് റാമിനെ നമ്മൾ വിളിക്കുക. സോ ഈ മൂന്നെണ്ണം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഏതാ? രജിസ്റ്റർ ആണെന്ന് പറഞ്ഞു. ദെൻ ക്യാഷ്, ദെൻ റാം, അങ്ങനെയാണ് സംഭവിക്കുക. അപ്പം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ലോവസ്റ്റ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ്. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് അല്ലേ? CD-ROM, ദെൻ യു ഹാവ് ഹാർഡ് ഡിസ്ക്. അതിനുശേഷം അപ്പോൾ ഏതാ വരിക? സ്ലോവസ്റ്റ് ഫാസ്റ്റസ്റ്റ് ആണെങ്കിൽ റാം, ദെൻ യു ഹാവ് ക്യാഷ് മെമ്മറി ആൻഡ് ഫൈനലി യു ഹാവ് രജിസ്റ്റർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ID നിങ്ങൾക്ക് എങ്ങനെയാ ഒന്ന് സീക്വൻസ് ചെയ്യാൻ പറ്റുന്നത്? യു ഹാവ് BCDA and T. BCDA and E. That is option C. BCDA and T is option C. So the right answer for this question is obviously option C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ ടെസ്റ്റ് ചെയ്തവർക്കറിയാം, മേ ബി ഈ ഒരു ടെസ്റ്റിലെ തന്നെ വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ് ഹാവ് ടച്ച് സ്ക്രീൻസ്. അപ്പം ഇത് വളരെ ജനറൽ കോമൺ ഈസി ക്വസ്റ്റ്യൻ ആണ്. ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സിന് ടച്ച് സ്ക്രീൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒബ്വിയസ്ലി ദേ ഹാവ് ടച്ച് സ്ക്രീൻസ്, അതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. സ്റ്റേറ്റ്മെന്റ് 2 സേസ് ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ് ഹാസ് എ കീബോർഡ്. സോ ബേസിക്കലി ഇതിന് ടച്ച് സ്ക്രീൻസ് ആണ്, കീബോർഡ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? തെറ്റാണ്. വെരി ജനറൽ, വെരി ഈസി, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ടെസ്റ്റിലെ തന്നെ വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത് ഏതാ നമ്മുടെ ആൻസർ? സ്റ്റേറ്റ്മെന്റ് 1 is true, but statement 2 is false. That is option C. So the right answer for this question is obviously option C. All right. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നിങ്ങൾ ഈ ICT എന്ന് പറയുന്ന മൊഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ്. കാരണം ഒരുപാട് ടേംസ് ഉണ്ട്, അതുപോലെ തന്നെ ആക്രോണിംസ് നമുക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് തരത്തിൽ നമുക്ക് ഈ പറയുന്ന മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്ന, എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മൊഡ്യൂളാണ് ICT എന്ന് പറയുന്നത്. നമ്മുടെ ആ ടെസ്റ്റ് പേപ്പറിൽ നിങ്ങൾക്ക് ഒരുപാട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എത്ര ഒരു 3-4 ടേംസ് അല്ലെങ്കിൽ 3-4 ആക്രോണിംസ് ഒക്കെ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. സോ അങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ ടെസ്റ്റ് പേപ്പറിൽ ആ രീതിയിൽ കുറേ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങളത് ചെയ്തപ്പോൾ ഓൾറെഡി കണ്ടും കാണും. അപ്പം ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ നമുക്ക് ലിസ്റ്റ് 1 എന്താ? ചില കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 അതിന്റെ ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ നമ്മുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ടേം ഏതാ തന്നിരിക്കുന്നത്? HTML. HTML എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതെന്താണ്? ബേസിക്കലി ആ കമ്പ്യൂട്ടർ ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇറ്റ് ഈസ് ആക്ച്വലി ദ ലാംഗ്വേജ് യൂസ് ടു ക്രിയേറ്റ് വെബ് പേജസ്. വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഓർ HTML എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ലാസ്റ്റത്തെ ഓപ്ഷനിലേക്ക് നോക്കിയാൽ VoIP എന്ന വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയും. VoIP എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ബേസിക്കലി ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഫോൺ കോൾസ് ചെയ്യാനായിട്ടുള്ളൊരു ടെക്നോളജിയാണ് VoIP എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു വാട്സാപ്പ് കോൾ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒരു വാട്സാപ്പ് കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഫോൺ ലൈനിലൂടെ അല്ല കോൾ ചെയ്യുന്നത് അല്ലേ, മറിച്ച് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളൊരു ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഉപയോഗിച്ച് ഒരു കോൾ ചെയ്യുന്നു. ഇവിടെയൊക്കെ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഫോൺ കോൾ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീനെയാണ് VoIP എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? യൂസ് ഓഫ് ഇന്റർനെറ്റ് ടു മേക്ക് ഫോൺ കോൾസ്. ഓപ്ഷൻ 2 നിങ്ങൾക്ക് അതുമായി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്കുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്, വെബ് 2.0യും വെബ് 3.0യും. അപ്പോൾ ഈ വെബ് 2.0യും വെബ് 3.0യും എന്താണ്? സോ വെബ് എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ബേസിക്കലി ഇതിനകത്ത് ഒരു ഇവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് വെബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ WWW അല്ലെങ്കിൽ വെബ് എന്ന് പറയുന്ന ഒരു ആശയം തുടങ്ങിയ ഒരു ഫേസിലല്ല ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള ഈ ഇവല്യൂഷൻ ഓരോ ഫേസസ് ആയിട്ട് ഇതിനകത്ത് ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. സോ വി ഹാവ് വെബ് 1.0, 2.0, 3.0, 4.0, 5.0 വരെയുള്ള ആശയങ്ങൾ ഇന്ന് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റിനകത്ത് വെബ് 2.0യും വെബ് 3.0യുമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് രണ്ടും എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. വെബ് 2.0 എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വെബ് എന്ന് പറയുന്നൊരു ആശയം ഇത് ഇനീഷ്യലി തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വെബ് പേജസ് ഉണ്ടാവും, അതിനകത്ത് ഒറിജിനേറ്റർ ആയിട്ടുള്ള ആളുകൾ ചില ഇൻഫർമേഷൻസ് അവരിടും, അത് ആളുകൾ എന്ത് ചെയ്യുന്നു, വെബ് ഉപയോഗിച്ച് അത് ആക്സസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, അത്ര മാത്രമായിരുന്നു വെബ് തുടക്കത്തിൽ. അതായത് നമുക്ക് ഇന്ററാക്ഷൻസോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ ഈവൻ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു രീതിയിലായിരുന്നു വെബ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പിന്നീട് വെബ് 2.0 എന്ന് പറയുന്ന ഫേസിൽ അത് ഗ്രാജുവലി ഒരു 2005 വരെയൊക്കെയാണ് ഈ വെബ് 1.0 എന്ന് പറയുന്ന ഫേസ് ഉണ്ടായിരുന്നത്. ആഫ്റ്റർ ദാറ്റ് ശരിക്കും അവിടെ ഒരു ഇവല്യൂഷൻ സംഭവിച്ചു. ബേസിക്കലി ആ വെബ് 2.0 കാലഘട്ടത്തിലുള്ള പ്രത്യേകത എന്താ? ഇന്ററാക്ടിവിറ്റി അല്ലെങ്കിൽ സോഷ്യൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ യൂസർ ജനറേറ്റഡ് കോണ്ടന്റുകളൊക്കെ ഒരുപാട് വർദ്ധിക്കാനായിട്ട് തുടങ്ങി. നമുക്കറിയാം ആ ഒരു കാലഘട്ടമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും തന്നെ സ്മാർട്ട് ഫോൺസ് വളരെ അവൈലബിൾ ആയി. ഫോണിൽ ഇന്റർനെറ്റ് കിട്ടുന്ന ഒരു സിസ്റ്റം അത് വളരെ കോമൺ ആയിട്ട് വന്നു. അപ്പോൾ എല്ലാവർക്കും എന്താണ്, നെറ്റിനോടും ഇന്റർനെറ്റിനോടും വെബിനോടും ഒക്കെ ആക്സസിബിലിറ്റി വന്നു. അത് മാത്രമല്ല, ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതലായിട്ട് ഇതിനോട് ഒരു ആക്സസിബിലിറ്റി വന്നപ്പോൾ തന്നെ ഒരുപാട് പുതിയ ആപ്സ് വന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക് ആണെങ്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും അതൊക്കെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ആളുകൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയുള്ള ആപ്സിന്റെ പ്രത്യേകത എന്താ? അങ്ങനെയുള്ള ആപ്സിലൂടെ നമുക്ക് ഇന്ററാക്ഷൻസ് നടക്കും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കും, സോഷ്യൽ കണക്ടിവിറ്റി സാധിക്കും. ഇപ്പൊ അതിനകത്ത് നമ്മളിപ്പോൾ ഒരു കോണ്ടന്റ് കണ്ടാൽ നമുക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ലൈക്ക് ദാറ്റ്, വി ക്യാൻ ഷെയർ ദാറ്റ് അല്ലേ. ഇനി അതൊന്നും പോരാത്തതിന് യൂസർ ജനറേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ വരാനായിട്ട് തുടങ്ങി. അപ്പൊ ആദ്യത്തെ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ജസ്റ്റ് ഒരാളത് ഇടുന്നു, നമുക്ക് ജസ്റ്റ് ആക്സസ് ചെയ്യാം. സാധാരണ ആളുകളെ സംബന്ധിച്ച് വി ക്യാൻ ജസ്റ്റ് ആക്സസ് ഇറ്റ്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതെന്തായി, കുറച്ചുകൂടെ ഒരു കൊളാബറേറ്റീവ് ആയി. അതായത് നമുക്കറിയാം, നമുക്കിപ്പം എഴുതാനൊക്കെ കഴിവുള്ള ആളുകളാണ്, താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ബ്ലോഗ്സ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ യൂട്യൂബ് അതിന് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ യൂസർ ജനറേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളൊക്കെ വരാനായിട്ട് തുടങ്ങി. അപ്പം ഇന്ററാക്ടിവിറ്റി, സോഷ്യൽ കണക്ടിവിറ്റി, യൂസർ ജനറേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ, ഇതൊക്കെയാണ് വെബ് 2.0യുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വെബ് 3.0 ആണ് അടുത്ത ഫേസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വെബ് 3.0യുടെ സാധ്യതകൾ പോലും, അതായത് അതിനകത്തുള്ള സാധ്യതകൾ എല്ലാം തന്നെ നമ്മൾ ഇപ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ഇനിയും അതിനകത്ത് നമുക്ക് സാധ്യതകളുണ്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ വെബ് 3.0യുടെ പ്രത്യേകത എന്താണ്? ഇതിനകത്തൊരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇസ് ടു ഡിഫൈൻ സ്ട്രക്ചർഡ് ഡേറ്റ ആൻഡ് ലിങ്ക് ദം ഇൻ ഓർഡർ ടു മേക്ക് മോർ ഇഫക്റ്റീവ് ഡിസ്കവറി, ഓട്ടോമേഷൻ, ഇന്റഗ്രേഷൻ ആൻഡ് റീയൂസ് അക്രോസ് വേരിയസ് ആപ്ലിക്കേഷൻസ്. അതായത് വെബിൽ ഉള്ള ഡേറ്റ കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആക്കുക. സോ ഈസി ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാൻ, ഡിസ്കവർ ചെയ്യാൻ, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ വെബിൽ നിന്നും കണ്ടെത്താൻ, ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് വെബ് 3.0 മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ, ഓപ്പൺനെസ് ആൻഡ് ഗ്രേറ്റർ യൂസർ യൂട്ടിലിറ്റി. ആർക്കും എവിടെ ഇരുന്നും ആക്സസ് ചെയ്യാം, ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഗ്രേറ്റർ യൂസർ യൂട്ടിലിറ്റി, അങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെയാണ് വെബ് 3.0 മേജർലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെബ് 3.0യുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെമാൻറ്റിക് വെബാണ്. സെമാൻറ്റിക് വെബ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പോൾ വെബ് 2.0യെ നമ്മൾ എന്താ വിളിച്ചത്? കൊളാബറേറ്റീവ് വെബ് എന്ന് വിളിച്ചു. വെബ് 3.0 എന്ന് പറയുന്നത് ബേസിക്കലി സെമാൻറ്റിക് വെബാണ്. ഇപ്പം നമ്മൾ വെബിൽ ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കീവേഡ്സ് അടിച്ചു കൊടുക്കുക. കീവേഡ്സ് അടിക്കുന്നു, ആ കീവേഡ്സ് വരുന്ന പേജസ് അല്ലെങ്കിൽ ആ കീവേഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയാണ് ഇപ്പം നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സെമാൻറ്റിക് വെബ് വരുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതകൾ എന്തൊക്കെയാണ്? ബേസിക്കലി ഈ മെഷീൻസ് കുറച്ചും കൂടെ നന്നായിട്ട് ദേ വിൽ ക്വിക്ലി അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിയാക്ട് ടു കോംപ്ലിക്കേറ്റഡ്
ഹ്യൂമൻ റിക്വസ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഈവൻ ഇഫ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്താൽ പോലും മെഷീൻ അത് കൃത്യമായി മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട്? ആ വാക്കുകളുടെ മീനിങ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ മേഖലയുമായി റിലേറ്റ് ചെയ്യുന്ന സോഴ്സസ് അല്ലെങ്കിൽ കോണ്ടന്റ് നമുക്ക് തരണം. ഇപ്പൊ കീവേഡ്സിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്. പക്ഷെ വെബ് 3.0 എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ആ ഒരു പെർട്ടിക്കുലർ കാര്യം നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ മീനിങ് എന്താണെന്ന് അനലൈസ് ചെയ്ത് ആ മീനിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടാനായിട്ട് തുടങ്ങും. ദാറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെബ് 3.0. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ അപ്പം നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഇനി ഐഡന്റിഫൈ ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അല്ലേ? വെബ് 3.0യും വെബ് 2.0യും. സോ വെബ് 2.0 ഏതുമായി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും? ദാറ്റ് ഇസ് collaborative web, and web 3.0 can be associated with semantic web. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ ഓപ്ഷൻസ് ഐഡന്റിഫൈ ചെയ്തേ? HTML എന്ന് പറയുന്ന 3 അല്ലേ? എ എന്ന് പറയുന്ന 3 ആണ്. A3 നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ദെൻ വി ഹാവ് B is for ഇപ്പൊ തന്നെ ആൻസർ നമുക്ക് കിട്ടി. ദാറ്റ് ഇസ് ഓപ്ഷൻ എ അല്ലേ? C ഏതാണെന്ന് നമ്മൾ പറഞ്ഞ C is option 1 and D is option 2. C1 and D2, that is option A. So the right answer for this question is obviously option A. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം വെബിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി വേൾഡ് വൈഡ് വെബ്, or what do you mean by world wide web, or WWW? And you have the options: collection of web pages stored on websites, interconnected networks, hypertext processor, and web browser. So basically WWW അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? It is basically a collection of web pages stored on websites, right? So the right answer for this question is option A. Moving to the next question. അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ ഒരു ടെസ്റ്റ് പേപ്പറിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഏതായിരുന്നു? എതർനെറ്റിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? എതർനെറ്റ് is, and you have the options: a program that identifies and moves traffic across local segments, a protocol designed for wireless MANs, a system that connects a number of computers or devices together to form a LAN, a device that can communicate with another computer. So ഈ ഓപ്ഷൻസിനകത്തുനിന്ന് എതർനെറ്റിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏത്? അതാണ് നമ്മൾ ബേസിക്കലി ഇതിൽ നിന്നും ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ യു ക്യാൻ കണക്ട് ദ ടേം എതർനെറ്റ്. സോ ബേസിക്കലി എതർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എതർനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ടെക്നോളജിയാണ്. അതായത് വയേർഡ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. So Ethernet is the traditional technology for connecting devices in a wired local network or even wide area network. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ വയർലെസ് നെറ്റ്വർക്കുകളൊക്കെ, ഇപ്പോൾ വൈഫൈ പോലെ വയർലെസ് നെറ്റ്വർക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സമയമാണ് അല്ലേ? എതർനെറ്റ് എന്ന് പറഞ്ഞൊരു ട്രഡീഷണൽ ടെക്നോളജിയാണ്. എതർനെറ്റ് കേബിൾസ് ഉണ്ട്. ആ കേബിൾസ് ഉപയോഗിച്ച് ഒരു നെറ്റ്വർക്കിൽ നിങ്ങൾ ഡിവൈസസും കമ്പ്യൂട്ടേഴ്സും ഒക്കെ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു നെറ്റ് കേബിൾ ഉപയോഗിച്ച് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഡയറക്ട്ലി കണക്ട് ചെയ്യുന്നു. അതൊരു വയേർഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള നെറ്റ്വർക്ക്സിനെയാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയാ? എതർനെറ്റ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി എതർനെറ്റ് യൂഷ്വലി ട്രാൻസ്മിറ്റ്സ് ഡേറ്റ, അല്ലെങ്കിൽ യൂഷ്വലി നല്ല എതർനെറ്റ് ട്രാൻസ്മിറ്റ് ഡേറ്റ ഓവർ കേബിൾ ഉപയോഗിച്ചിട്ടായിരിക്കും എതർനെറ്റിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അപ്പം ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഏതായിരിക്കും? A system that connects a number of computers or devices together to form a LAN. So the most appropriate answer that you can take for this question is option C, that is a system that connects a number of computers or devices together to form a LAN. So അതാണ് നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഡെസ്ക്ടോപ്പ് ആൻഡ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആർ ട്രൂ? സോ ഡെസ്ക്ടോപ്പ് അതുപോലെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വളരെ ഫെമിലിയർ ആണ് നമുക്ക്, നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതും യൂസ് ചെയ്യുന്നവരുമാണ്. അപ്പോൾ അതിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഇതിനോടൊക്കെ ഒരു ഫെമിലിയാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ICT ഒരു പരിധി വരെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമുക്ക് കിട്ടും. അതായത് നമ്മളൊക്കെ ഇതുമായിട്ട് ഇന്ന് കമ്പ്യൂട്ടേഴ്സും സ്മാർട്ട് ഫോൺസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇൻ്റർനെറ്റിനോടൊക്കെ നമ്മളെല്ലാവരും വളരെ ആക്സസിബിലിറ്റി ഉള്ള ആളുകളാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ കോമൺ ആയിട്ടുള്ള നോളജ് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ICT നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചുള്ള ചില ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. മോസ്റ്റ് മോഡേൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ഹാവ് ബിൽഡ് ഇൻ വെബ് ക്യാംസ്.
സോ ദാറ്റ് ഇസ് ട്രൂ. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിനെല്ലാം തന്നെ ബിൽഡ് ഇൻ വെബ് ക്യാംസ് അതിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആർ നോട്ട് വെരി പോർട്ടബിൾ. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് പോകാൻ പറ്റുമോ ഇല്ലയോ, ദാറ്റ് ഇസ് പോർട്ടബിൾ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇറ്റ് ഇസ് നോട്ട് വെരി പോർട്ടബിൾ, ദാറ്റ് ഇസ് ട്രൂ. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക, എടുത്തുകൊണ്ട് പോവുക, ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ഓപ്ഷനും ശരിയാണ്. അടുത്ത എന്താ? ഓൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ഹാവ് ബിൽഡ് ഇൻ ടച്ച് പാഡ്. ഇല്ല അല്ലേ? ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിന് എല്ലാത്തിനും ടച്ച് പാഡ്സ് ഒന്നും ഇല്ല. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. ഡി എന്താ പറഞ്ഞേക്കുന്നത്? ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആർ റെയർലി സപ്ലൈഡ് വിത്ത് എ മൗസ്. ദാറ്റ് ഈസ് അഗെയിൻ ട്രൂ. എല്ലാ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിനും മൗസ് അവർ പ്രൊവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സി മാത്രമാണ് റോങ് ആയിട്ടുള്ളത്. അപ്പം നമ്മളൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് എടുക്കാം? എ, ബി ആൻഡ് ഡി ആർ ട്രൂ. സോ എ, ബി ആൻഡ് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി ഇറ്റ്സെൽഫ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 നമുക്ക് ചില സെക്യൂരിറ്റി ത്രെഡ്സ് ആണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 അതിന്റെ മീനിങ്സും തന്നിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ത്രെഡ്സിൽ നമുക്ക് തന്നിരിക്കുന്ന ടേംസ് എന്തൊക്കെയാണ്? ഹാക്കിംഗ്, ഫിഷിംഗ്, സ്പൈവെയർ ആൻഡ് സ്പാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞ ടേം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം തന്നെ ആയിരിക്കും അല്ലേ? ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത്? ഇല്ലീഗൽ യൂസ് ഓഫ് പേഴ്സണൽ ഡേറ്റ. പേഴ്സണൽ ഡേറ്റ ഇല്ലീഗലായിട്ട് യൂസ് ചെയ്യാം. നമുക്കറിയാം പല നമ്മുടെ ആപ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യപ്പെടാറുണ്ട്. സോ ദാറ്റ് ഈസ് ബേസിക്കലി യൂസ് ഫോർ, അത് എന്തിനു വേണ്ടി ഹാക്ക് ചെയ്യുന്നത്? ഇല്ലീഗൽ യൂസ് ഓഫ് പേഴ്സണൽ ഡേറ്റ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു മീനിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള ഈ സെക്യൂരിറ്റി ത്രെഡ്സ്, അതായത് ഫിഷിംഗ്, സ്പൈവെയർ ആൻഡ് സ്പാം, ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിഷിംഗിൽ ബേസിക്കലി സംഭവിക്കുന്നത് എന്താ? ഫിഷിംഗ് ഇസ് എ ഫ്രോഡുലന്റ് അറ്റംപ്റ്റ് often used to steal user data or sensitive information such as login credentials, credit card numbers, etc. അതായത് ബേസിക്കലി ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന വ്യാജേന അല്ലെങ്കിൽ സോഴ്സ് ആണ് നമുക്ക് തോന്നുന്ന രീതിയിലായിരിക്കും ഈ ഫിഷിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന രീതിയിൽ ഇവരെന്താ ഫ്രോഡുലന്റ് അറ്റംപ്റ്റ് ആണ് നടത്തുന്നത്. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും അതുപോലെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ പിൻ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് നമ്പറോ അങ്ങനെ ലോഗിൻ ക്രെഡൻഷ്യൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്നും സ്റ്റീൽ ചെയ്യാൻ വേണ്ടി ദേ മൈറ്റ് ലുക്ക് ലൈക്ക് എ ലെജിറ്റിമേറ്റ് സോഴ്സ്, അങ്ങനെ നമുക്ക് തോന്നും. അതിങ്ങനെയുള്ള ഇൻഫർമേഷൻസ് സ്റ്റീൽ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫിഷിംഗ്. ഇനി സ്പൈവെയർ എന്നൊരു ടേം നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്പൈവെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ സ്പൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ചാരൻ എന്നുള്ളൊരു അർത്ഥം അല്ലേ? അത് തന്നെയാണ് ബേസിക്കലി സ്പൈവെയറും ചെയ്യാം. സോ ബേസിക്കലി സ്പൈവെയർ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇത് നമ്മൾ ഇൻസ്റ്റാൾഡ് ആണെന്ന് വിചാരിക്കുക. ഒരു സ്പൈവെയർ ആസ് എ സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓൺലൈൻ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ എന്നുള്ളത് കൃത്യമായി സ്പൈവെയർ മോണിറ്റർ ചെയ്തതിന് ശേഷം ഇത് ഒരു തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളുണ്ടോ, ഈ സ്പൈവെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് ആ ആവശ്യത്തിനനുസരിച്ചുള്ള ഡേറ്റ അവർ എത്തിച്ചു കൊടുക്കുന്നില്ല. ഈ സോഫ്റ്റ്വെയറിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ ലഭിക്കുന്നു. അതാണ് സ്പൈവെയർ ചെയ്യുന്നത്. സോ ബേസിക്കലി എന്താ? ഇറ്റ് ആക്ച്വലി ഫോക്കസസ് ഓൺ മോണിറ്റേഴ്സ് നമ്മുടെ കൃത്യമായിട്ട് നമ്മളുടെ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സിസ്റ്റം യൂസ് ചെയ്യുന്നു, നമ്മുടെ ഓൺലൈൻ ബിഹേവിയർ ഒക്കെ ഇത് കൃത്യമായി മോണിറ്റർ ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ദ തേർഡ് പാർട്ടിക്ക് ഇവർ കൊടുക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. വിത്തൗട്ട് യുവർ നോളജ് ഓഫ് പെർമിഷൻ, നമ്മൾക്ക് അറിയാൻ പോലും സാധിക്കാത്ത രീതിയിലായിരിക്കും ഈ സ്പൈവെയറിന്റെ ആക്ടിവിറ്റീസ് നടക്കുക. സ്പൈവെയർ is a kind of malware that secretly gathers information about a person or organization and relays this data to other parties. അപ്പം ആളുകളെ കുറിച്ചോ ഓർഗനൈസേഷനോ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവരുടെ പെർമിഷനോ നോളജോ ഇല്ലാതെ അവരുടെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ മോണിറ്റർ ചെയ്തിട്ട് ആവശ്യത്തിന് ആർക്കാണോ ഇത് വേണ്ടത് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഈ സ്പൈവെയർ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. ഇറ്റ്സ് ബേസിക്കലി എ മാൽവെയർ. ആൻഡ് ദെൻ വി ഹാവ് സ്പാം. സ്പാമും അത്യാവശ്യം നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടേം അല്ലേ? നമ്മുടെ ഇമെയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഈവൻ സ്പാം മെസ്സേജസ്, സ്പാം കോൾസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. ബേസിക്കലി എന്താ? ഇത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പർപ്പസസുകൾക്കാണ് ഈ പറഞ്ഞ സ്പാം മെസ്സേജസ് യൂഷ്വലി അവർ യൂസ് ചെയ്യാറുള്ളത്. അതായത് അൺവാണ്ടഡ് ഇമെയിൽസ് ആണ് അല്ലെങ്കിൽ അൺവാണ്ടഡ് മെസ്സേജസ് ആണ്. നമുക്ക് ആവശ്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷെ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് നമ്മുടെ ഇമെയിലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് നമ്മുടെ ഫോണിലേക്കോ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അൺസോളിസിറ്റഡ് ആൻഡ് അൺവാണ്ടഡ് ജങ്ക് ഇമെയിൽസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി സെൻഡ് ടു ആൻ ഇൻഡിസ്ക്രിമിനേറ്റ് റെസിപ്പിയൻറ്റ്. ഒരു പെർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും നോക്കാണ്ട് ഒരുപാട് പേർക്ക് ഒറ്റയടിക്ക് അയക്കുക. അതാണ് ഈ സ്പാം മെസ്സേജസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതുപോലെ യൂഷ്വലി ഈ ആഡ്സോ അല്ലെങ്കിൽ
കൊമേഴ്ഷ്യൽ പർപ്പസസിൻ്റെ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്പാം അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്യുന്ന മെസ്സേജസ് ആയിരിക്കും നമുക്ക് സ്പാം മെയിൽസ് ആയിട്ട് വരാറ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ ഹാക്കിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഫിഷിംഗ് ഇതിനകത്ത് എഴുതാൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ദാറ്റ് ഇസ് ഐഡന്റിറ്റി ഫ്രോഡ് അല്ലെ. ഫിഷിംഗ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫ്രോഡ് ആണ് നമുക്ക് പറയാം. സ്പൈവെയർ ഏതാണ്? ഗീവ്സ് ദി ഒറിജിനേറ്റർ ആക്സസ് ടു ഓൾ ഡേറ്റ എൻറ്റർഡ് ബൈ ദ കീബോർഡ്. ഓക്കെ, ബേസിക്കലി അതെന്താ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആക്ടിവിറ്റി. സ്പാം ഏതാണ്? ക്ലോഗ് അപ്പ് എ യൂസേഴ്സ് ഇൻബോക്സ് വിത്ത് അൺവാണ്ടഡ് ഇമെയിൽസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഏതൊക്കെയാ? A4 ആണെന്ന് നമ്മൾ പറഞ്ഞു. A4 then we have B3. അപ്പം A4 B3 ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. then we have C that is 2 and D1. so C2 D1 that is option B. so the right answer for this question is obviously option B. Moving to the next question, the post office protocol is. Post office protocol എന്ന് പറഞ്ഞത് protocol means a set of rules that governs the activities അല്ലേ. അതാണ് ഈ protocol എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ post office protocol is basically a protocol that is related to email. email related ആയിട്ടുള്ള ഒരു protocol ആണ് post office protocol എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് ഓരോന്ന് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് എന്താണെന്നുള്ളത് മനസ്സിലാവും, ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെ. Protocol used for transfer of files from one computer to another computer. Protocol used to handle email attachments. Protocol used when receiving emails from the email server. Protocol used for sending emails. അപ്പോൾ ഇതിനകത്ത് ഇമെയിൽ റിലേറ്റഡ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഇനി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ബേസിക്കലി പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സോ ദാറ്റ് ഈസ് അല്ലെങ്കിൽ ഇത് റിസീവിംഗ് ഇമെയിൽ റിസീവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ്. സോ പ്രോട്ടോകോൾ യൂസ് വെൻ റിസീവിംഗ് ഇമെയിൽസ് ഫ്രം ദി ഇമെയിൽ സെർവർ. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേം ഓർത്തിരിക്കുക, ഈ പ്രോട്ടോകോൾ ഓർക്കുക, ഇമെയിൽ റിലേറ്റഡ് ആണെന്ന് ഓർക്കുക. ഇമെയിൽ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്ത് ആക്ടിവിറ്റീനെയാണ് ഇത് ഗവേൺ ചെയ്യുന്നത്? റിസീവിംഗ് ഇമെയിൽസ് ഫ്രം ദി ഇമെയിൽ സെർവർ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടെസ്റ്റ് പേപ്പറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു? അതായത് ഒരു മ്യൂസിക് ടീച്ചർ അദ്ദേഹത്തിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട്, അത് മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് മെറ്റീരിയൽസ് ഉണ്ട് അല്ലേ. കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ട്രെയിനിങ് മെറ്റീരിയൽസ് ഉണ്ട്. ആ ട്രെയിനിങ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ലിസ്റ്റ് 1 തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് പേപ്പർ ചെയ്ത സമയത്ത് ആ ക്വസ്റ്റ്യനോട് കൂടി മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ കൂടെ ആ ഒരു കോണ്ടെക്സ്റ്റും നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും അല്ലേ. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ലിസ്റ്റ് 1 തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 അതിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫയൽ ഫോർമാറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് തന്നിരിക്കുന്നത്. സോ ഫയൽ ഫോർമാറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ICT-യിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രമല്ല വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പം യൂഷ്വൽ കേസിൽ നമുക്ക് ഒരുമാതിരി എല്ലാ ഫയൽ ഫോർമാറ്റ്സും നമുക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ അതിനോട് ഫെമിലിയാരിറ്റി ഉള്ള ആളുകളായിരിക്കും. അപ്പം ഇതിനകത്ത് തന്നിരിക്കുന്നത് അത്ര പാടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറേ ഫയൽ ഫോർമാറ്റ്സ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആ ട്രെയിനിങ് മെറ്റീരിയൽ എന്ന് തന്നിരിക്കുന്ന ലിസ്റ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രിന്റഡ് കോപ്പീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓൺ ഹൗ ടു പ്ലേ ഹിസ് മ്യൂസിക്. സോ പ്രിന്റഡ് കോപ്പീസ് ആണ് അല്ലേ. പ്രിന്റഡ് കോപ്പീസ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എനെ നിങ്ങൾക്ക് 2 ആയിട്ട് കണക്ട് ചെയ്യാം. ഇനി സൗണ്ട് ഫയൽസ് ഓഫ് ഹിം പ്ലേയിങ് ഹിസ് മ്യൂസിക്. സൗണ്ട് ഫയൽസ് ആകുമ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാ? ദാറ്റ് ഇസ് MP3 ഒബ്വിയസ്ലി, റൈറ്റ്. അടുത്തത് ഏതാണ്? വീഡിയോ ഫയൽസ് ഓഫ് ഹിം പ്ലേയിങ് ഹിസ് മ്യൂസിക്. സോ വീഡിയോ ഫയൽസിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫോമാറ്റ് ഇതിനകത്ത് ഓപ്ഷൻസിൽ ഏതാണ്? ദാറ്റ് ഇസ് AVI, റൈറ്റ്. Then we have images of the instruments he teaches. Images ഏതാണ്? JPG. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുക? A എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞു and B is 1. A to B1 എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇനി ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. വീഡിയോ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. വീഡിയോ C4D3. That is option C. So the right answer for this question is option C itself. All right. അടുത്ത question. Which of the following statements about internal and external computer memory are true? അപ്പോൾ നമുക്ക് ചില ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻസിൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നോക്കാം. A portable hard drive is an example of internal memory. പോർട്ടബിൾ ഹാർഡ് ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ മെമ്മറിയുടെ എക്സാമ്പിൾ ആണോ? നോ അല്ലേ, അതൊരു ഇന്റേണൽ മെമ്മറി അല്ല. ദാറ്റ് ഈസ് ആക്ച്വലി എക്സ്റ്റേണൽ മെമ്മറിയുടെ എക്സാമ്പിൾ ആണ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ തന്നെ
തെറ്റാണ്. ഓക്കെ, അടുത്ത ഏതാ? മാഗ്നറ്റിക് ടേപ്പ് ഇസ് യൂസ്ഡ് ടു സ്റ്റോർ ബാക്കപ്സ് ഓഫ് ഡേറ്റ. മാഗ്നറ്റിക് ടേപ്പ് ഈസ് ബേസിക്കലി യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ. അപ്പൊ അതിൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് വി കൻ സ്റ്റോർ ബാക്കപ്സ് ഓഫ് ഡേറ്റ ഇൻ മാഗ്നറ്റിക് ടേപ്പ്. അപ്പം അതും ഒരു മെമ്മറി ഡിവൈസ് തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ബി എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ആൻസർ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ബി ശരിയാണ്, എ തെറ്റാണ്, ബി ശരിയാണ്. ഇനി നിങ്ങൾ നോക്കണം, റാമിനെ കുറിച്ചും റോമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. റാം ആൻഡ് റോം ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം നെറ്റ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഈ രണ്ട് മെമ്മറി ടൈപ്സ് എന്തൊക്കെയാണ്, ഇതിന്റെ പ്രത്യേകതകൾ, ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഓപ്ഷൻസിലേക്ക് വരാം. സോ ഇത് രണ്ടും മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ എക്സാം കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ ഏതാ? റാം അല്ലെ, റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് റീഡ് ഓർ റൈറ്റ് മെമ്മറി. ഇത് നമ്മളുടെ മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി എന്നുള്ളതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്ന പേര്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതുമായി റിലേറ്റ് ചെയ്ത്, റാമായിട്ട് റിലേറ്റ് ചെയ്ത് അടുത്തായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? ഇറ്റ്സ് എ വോളറ്റൈൽ മെമ്മറി. വോളറ്റൈൽ മെമ്മറി ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോളറ്റൈൽ മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വോളറ്റൈൽ മെമ്മറി മീൻസ് ദ ഡേറ്റ ലോസസ് വെൻ ദ പവർ ഇസ് ടേൺഡ് ഓഫ്. പവർ ടേൺഡ് ഓഫ് ആയി കഴിഞ്ഞാൽ ഡേറ്റ നമുക്ക് ലൂസ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്ന് വിളിക്കുന്നത്. ഇത് റാമിനെ തന്നെ നമുക്ക് പല ടൈപ്സ് ആയിട്ട് പിന്നീട് അതിനെ നമുക്ക് ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ, ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. വി ഹാവ് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് റാം റിലേറ്റഡ് ആയിട്ട് ഓർക്കേണ്ടത്. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റാൻഡം ആക്സസ് മെമ്മറി എന്നുള്ളത് ഓർക്കുക, മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി ആണ്. ആൻഡ് ഓൾസോ ദിസ് ഈസ് എ വോളറ്റൈൽ മെമ്മറി. ഓക്കെ, ഇനി റോം ആണെങ്കിലോ അതിന്റെ ഫുൾ ഫോം എന്താണ്? റീഡ് ഒൺലി മെമ്മറി. റീഡ് ഒൺലി മെമ്മറി ഈസ് എ പെർമനന്റ് ടൈപ്പ് ഓഫ് മെമ്മറി. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ? റാം വോളറ്റൈൽ മെമ്മറി ആണെങ്കിൽ റോം എന്ന് പറയുന്നത് എന്താണ്? നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അപ്പൊ വോളറ്റൈൽ മെമ്മറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? വി ലോസ് ദ ഡേറ്റ വെൻ ദ പവർ ഇസ് ടേൺഡ് ഓഫ്. അതാണ് വോളറ്റൈൽ മെമ്മറി. അങ്ങനെയാണെങ്കിൽ നോൺ വോളറ്റൈൽ മെമ്മറി എന്തായിരിക്കും? അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? ഇറ്റ്സ് കോണ്ടന്റ് ഇസ് നോട്ട് ലോസ്റ്റ് വെൻ ദ പവർ സപ്ലൈ ഇസ് സ്വിച്ച്ഡ് ഓഫ്. ഓക്കെ, അപ്പൊ ഈ റോമിലുള്ള ഇൻഫർമേഷൻസ് ബേസിക്കലി എപ്പോഴാ ഇതിനകത്ത് സ്റ്റോർഡ് ആവുക? ഇത് റീഡ് ഒൺലി മെമ്മറിയാന്ന് പറഞ്ഞു. ആൻഡ് ദിസ് ഇൻഫർമേഷൻ ഓർ ദിസ് ഡേറ്റ ഈസ് ഓൾറെഡി സ്റ്റോർഡ് ഇൻ ദിസ് റോം ഓർ ഈ ഒരു മെമ്മറിയിൽ എപ്പം സ്റ്റോർ ചെയ്യുന്നത്? കമ്പ്യൂട്ടർ മാനുഫാക്ചേഴ്സ് തന്നെയാണ് ഇതിൽ എന്ത് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പെർമനന്റ്ലി സ്റ്റോർഡ്. ഈ മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ അത് പെർമനന്റ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് റുട്ടീനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് റോം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞത്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇനിയും നമ്മുടെ ടെസ്റ്റ് പേപ്പേഴ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ രണ്ട് ഓപ്ഷൻസും കൂടിയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. എ തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു, ബി ശരിയാണെന്ന് പറഞ്ഞു. ഓക്കെ, സി നോക്കൂ. റാം ആസ് എൻ ഇന്റേണൽ മെമ്മറി. ദാറ്റ് ഇസ് ട്രൂ. റാം എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി എൻ ഇന്റേണൽ മെമ്മറി. ഇനി റോമിനെ കുറിച്ച് നോക്കൂ. റോം ലോസസ് ഇറ്റ്സ് ഡേറ്റ വെൻ ദ പവർ ഇസ് ടേൺഡ് ഓഫ്. റോം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. അതാണ് നമ്മൾ പഠിച്ചത്. നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? കോണ്ടന്റ് ഇസ് നോട്ട് ലോസ്റ്റ് വെൻ ദ പവർ സപ്ലൈ ഇസ് സ്വിച്ച്ഡ് ഓഫ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? റോം ലോസസ് ഇറ്റ്സ് ഡേറ്റ വെൻ ദ പവർ ഇസ് ടേൺഡ് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ബിയും സിയും. സോ ബി ആൻഡ് സി എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് obviously option D. Moving to the next question. Which of the following group of statements in the context of information technology is correct? അപ്പോൾ നമുക്ക് ചില സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? ആ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നോക്കാം. മൗസ്, കീബോർഡ് ആൻഡ് പ്ലോട്ടർ ആർ ഓൾ ഇൻപുട്ട് ഡിവൈസസ്. ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന മൗസും കീബോർഡും പ്ലോട്ടറും ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഇത് തെറ്റാണ്. കാരണം എന്താ? മൗസും കീബോർഡും ആക്ച്വലി ഇൻപുട്ട് ഡിവൈസസ് ആണ്. പക്ഷെ പ്ലോട്ടർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എന്തായി? തെറ്റായി. രണ്ടാമത്തെ നമുക്ക് നോക്കാം. യുനിക്സ്, വിൻഡോസ് ആൻഡ് ലിനക്സ് ആർ ഓൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളതൊക്കെ നമ്മളൊരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നൊക്കെ അറിയാം. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മൂന്നെണ്ണവും എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ തന്നെയാണ്. അപ്പൊ എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പക്ഷെ ബി എന്താണ്?
ശരിയാണ്. അടുത്തത് രജിസ്റ്റർ, ക്യാഷ് മെമ്മറി ആൻഡ് ഹാർഡ് ഡിസ്ക് ആർ ഓൾ മെമ്മറി മൊഡ്യൂൾസ്. ഈ തന്നിരിക്കുന്ന എല്ലാ ടൈപ്സും ഇതിനകത്ത് എക്സ്റ്റേണൽ ഇന്റേണൽ മെമ്മറി വരുന്നുണ്ട്. 2 ടൈപ്പിലുള്ള മെമ്മറിയും ഈ ഓപ്ഷനകത്തുണ്ട്. പക്ഷെ ഇതെല്ലാം എന്താണ്? മെമ്മറി മൊഡ്യൂൾസ് ആണ് അല്ലെ. അപ്പം അതെല്ലാം മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് തന്നെയാണ്. രജിസ്റ്റർ, ക്യാഷ് മെമ്മറി ആൻഡ് ഹാർഡ് ഡിസ്ക്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കമ്മിങ് ടു ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താ? മോണിറ്റർ, പ്രിന്റർ ആൻഡ് സ്കാനർ ആർ ഓൾ ഔട്ട്പുട്ട് ഡിവൈസസ്. അത് ശരിയാണോ? ഇതിനകത്ത് മോണിറ്ററും പ്രിന്ററും എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. പക്ഷെ സ്കാനർ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പൊ ആ രീതിയിൽ നോക്കിയാൽ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എയും ഡിയും തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. ബിയും സിയും റൈറ്റ് ആണ്. യുണിക്സ്, വിൻഡോസ് ആൻഡ് ലിനക്സ് ആർ ഓൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. രജിസ്റ്റർ, ക്യാഷ് മെമ്മറി ആൻഡ് ഹാർഡ് ഡിസ്ക് ആർ ഓൾ മെമ്മറി മൊഡ്യൂൾസ്. അപ്പൊ ബിയും സിയും റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ബി ആൻഡ് സി എന്നുള്ള ഓപ്ഷൻ ആണ് നമുക്ക് വേണ്ടത്. ബി ആൻഡ് സി only is option D. So the right answer for this question is option D itself. Moving to the next question. Which of the following statements regarding intranets are correct? അപ്പോൾ intranetsമായി റിലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഓപ്ഷനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. So options നമുക്ക് നോക്കാം. The intranet can be accessed from anywhere by anyone. The intranet has public access. They are more secure than internet. In intranet it is possible to control external links. അപ്പോൾ intranet എന്താണെന്ന് അറിഞ്ഞാലേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പൊ intranet എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ഓരോ ഓപ്ഷൻസും ആ പഠിച്ച അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്ത് നോക്കി ശരിയാണോ തെറ്റാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ intranet എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ഇതൊരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. അതായത് ഓർഗനൈസേഷനുള്ളിലൊക്കെ അവിടെയുള്ള എംപ്ലോയീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ഷെയർ ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്ന, ഇപ്പൊ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കമ്പനിയുടെ ഇൻഫർമേഷൻസോ ഒക്കെ എംപ്ലോയീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും സെക്യൂർ ആയിട്ട് ഷെയർ ചെയ്യാൻ പ്രൈവറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ഈ ഇൻട്രാനെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ആശയം ഒന്ന് മനസ്സിൽ നിങ്ങൾ ഈ ഒരു ഓരോ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. ആദ്യത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഓപ്ഷൻ പറയുന്നത് എന്താ? ദ ഇൻട്രാനെറ്റ് ക്യാൻ ബി ആക്സസ് ഫ്രം എനിവെയർ ബൈ എനിവൺ. ദാറ്റ് ഈസ് റോങ് അല്ലെ. ഇൻട്രാനെറ്റ് അങ്ങനെ എവിടെ ഇരുന്നും ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് അല്ല. അത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉള്ളിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. അപ്പൊ അതിലേക്ക് ആക്സസ് കിട്ടുന്നവർ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഉള്ളിലുള്ളവർക്ക് മാത്രമേ അതിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ആർക്കും എവിടെ ഇരുന്നും ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നെറ്റ്വർക്ക് അല്ല ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അപ്പം എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നെ തെറ്റി. ബി നോക്കൂ. ഇൻട്രാനെറ്റ് ഹാസ് പബ്ലിക് ആക്സസ്. തെറ്റാണ് അല്ലേ. ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണ്. അതിന് പബ്ലിക്കിന് ആക്സസ് ഇല്ല. പബ്ലിക് ആക്സസ് ഉള്ള ഒരു നെറ്റ്വർക്ക് അല്ല ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അപ്പം അതും തെറ്റാണ്. മൂന്നാമത്തത്, ദേ ആർ മോർ സെക്യൂർ ദാൻ ഇന്റർനെറ്റ്. അത് ശരിയാണ് അല്ലേ. ദേ ആർ മോർ സെക്യൂർ ദാൻ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിനേക്കാളും സെക്യൂർഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ പ്രൈവറ്റ് നെറ്റ്വർക്ക്. അതിനകത്ത് ആരൊക്കെ ആക്സസ് ചെയ്യണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. അപ്പം ആ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് മാത്രമേ ആക്സസിബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കൂടുതലാണ്. സോ ദേ ആർ മോർ സെക്യൂർ ദാൻ ഇന്റർനെറ്റ് എന്നുള്ള ഓപ്ഷൻ ശരിയാണ്. അടുത്ത ഓപ്ഷൻ നോക്കൂ. ഇൻ ഇൻട്രാനെറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു കൺട്രോൾ എക്സ്റ്റേണൽ ലിങ്ക്സ്. അതും ശരിയാണ്. എക്സ്റ്റേണൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ലിങ്ക്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇൻട്രാനെറ്റിലുണ്ട്. അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇൻട്രാനെറ്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി അല്ലെ. ദേ ആർ മോർ സെക്യൂർ ദാൻ ഇന്റർനെറ്റ്. In internet it is possible to control external links. So ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആൻഡ് ഡി only is option B. So the right answer for this question is option B itself. അടുത്ത ചോദ്യം, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ. വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് യൂസ്ഡ് ബൈ ദി ആപ്പിൾ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഇൻ അമേരിക്കൻ ടെക്നോളജി കമ്പനി? ആപ്പിൾ കമ്പ്യൂട്ടർ സിസ്റ്റം, ആപ്പിളിന്റെ ഇപ്പോൾ നിങ്ങൾ ലാപ്ടോപ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വെരി ഈസി ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ടാബ്ലറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതും. സോ ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് മാക് അല്ലെ. അതാണ് ആപ്പിൾ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. വെരി ഈസി ക്വസ്റ്റ്യൻ, കൂടുതൽ എക്സ്പ്ലനേഷൻ അതിനകത്ത് ആവശ്യമില്ല. ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 നിങ്ങൾക്ക് ചില ഡിസ്ക്രിപ്ഷൻസ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 ചില ടെക്നിക്കൽ ടേംസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്ക്രിപ്ഷനും ഈ ടെക്നിക്കൽ ടേംസും തമ്മിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓതറിംഗ് ലാംഗ്വേജ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഡോക്യുമെന്റ്സ് ടു ബി വ്യൂഡ് ഓൺ ദ വേൾഡ് വൈഡ് വെബ്.
സോ ഇത് നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റിൽ പറഞ്ഞാൽ HTML എന്ന് പറഞ്ഞാൽ എന്താ, ദ ലാംഗ്വേജ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് വെബ് പേജസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് തന്നെയാണ് ആ ഡിസ്ക്രിപ്ഷനിലും പറഞ്ഞിരിക്കുന്നത്. ഓതറിംഗ് ലാംഗ്വേജ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഡോക്യുമെന്റ്സ് ടു ബി വ്യൂഡ് ഓൺ ദി വേൾഡ് വൈഡ് വെബ്. സോ ബേസിക്കലി അപ്പം അത് ഏതുമായിട്ട് കണക്ട് ചെയ്യാം? A എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3യുമായിട്ട് കണക്ട് ചെയ്യാം, HTML ആയിട്ട് കണക്ട് ചെയ്യാം. അടുത്തത്, കമ്പ്യൂട്ടർ ദാറ്റ് റെസ്പോൺസ് ടു റിക്വസ്റ്റ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് സർവീസസ് ഓവർ ദി ഇന്റർനെറ്റ്. അതായത് ഇന്റർനെറ്റിൽ റിക്വസ്റ്റുകൾക്ക് അനുസരിച്ച് ഇൻഫർമേഷൻസും സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? അപ്പൊ നെറ്റ്വർക്കിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയും അല്ലെ, ഒരു നെറ്റ്വർക്കിൽ നമുക്ക് സെർവർ കമ്പ്യൂട്ടേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ക്ലയന്റ് കമ്പ്യൂട്ടേഴ്സും ഉണ്ട്. അപ്പൊ ആരാണോ സർവീസസും ഇൻഫർമേഷൻസും ഒക്കെ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഈ പറയുന്ന സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനെ നമ്മൾ സെർവർ കമ്പ്യൂട്ടർ എന്നും, അതുപോലെ തന്നെ അത് ആ സർവീസസ് മേടിക്കുന്ന അല്ലെങ്കിൽ അത് ലഭിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ ക്ലയന്റ് കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കും എന്നുള്ളത് നമ്മൾ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ട് പറയുന്ന കാര്യമാണ്. സോ ഇന്റർനെറ്റിലൂടെ ഈ പറയുന്ന നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ്, അത് ഒരു റെസ്പോൺസ് എന്ന പോലെ ആ റിക്വസ്റ്റിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും അതുപോലെ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ എന്തായിരിക്കും വിളിക്കുന്നത്? ബേസിക്കലി ദേ ആർ സെർവർ കമ്പ്യൂട്ടേഴ്സ് അല്ലേ, ദാറ്റ് ഈസ് ഇന്റർനെറ്റ് സെർവേഴ്സ്. അവർ ഇന്റർനെറ്റ് സെർവേഴ്സ് ആണ്. സോ B എന്ന് പറയുന്നത് ഏതാണ്? 4 ആണ്. ഇനി അടുത്ത ഓപ്ഷൻ, ഡിഫൈൻസ് ഹൗ മെസ്സേജസ് ആർ ട്രാൻസ്മിറ്റഡ് and formulated over the internet. So defines how messages are transmitted and formulated over the internet. ഇത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? That is HTTP, that is basically a protocol അല്ലേ. അപ്പോൾ HTTP ആണ്, it defines how messages are transmitted and formulated over the internet. And then we have software that enables users to access, view documents and other resources on the internet. ഇന്റർനെറ്റിൽ ഈ പറയുന്ന ഡോക്യുമെന്റ്സും മറ്റ് റിസോഴ്സസും ആക്സസ് ചെയ്യാനും വ്യൂ ചെയ്യാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? That is basically browsers. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? A 3 ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. B ഏതാണ്? B is basically 4. B 4. Then you have C is 2, and then you have D is 1. So A 3, B 4, C 2, D 1 is option D. So the right answer for this question is option D. Moving to the next question. What is the binary equivalent of the decimal number 67? സോ ബേസിക്കലി ഈ കൺവേർഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അതായത് നമുക്ക് ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റംസ് ഉണ്ട്. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻസ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ബൈനറി ടു ഡെസിമൽ ഉണ്ട്, ബൈനറി ഫ്രാക്ഷൻ ടു ഡെസിമൽ, ഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി, പിന്നെ ഒക്ടാൽ, ഹെക്സാഡെസിമൽ ഒക്കെ നമുക്കുണ്ട്. എന്നാലും കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ്. അപ്പം ഇതിനകത്ത് അങ്ങനെ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഈ ഒരു ടെസ്റ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ കൺവേർഷൻസിൻ്റെയും എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സസ് നമ്മുടെ LMSലൂടെ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ കൺവേർഷനും കൂടെ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന കൺവേർഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഷിഫ്റ്റിലായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കൺവേർഷൻസ് എല്ലാം അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? 67 എന്ന ഡെസിമൽ നമ്പർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതായത് ഈ തന്നിരിക്കുന്ന 67 എന്ന ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ബേസിക്കലി ഇപ്പോൾ 67 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമ്മൾ 2ന്റെ പവേഴ്സ് എടുക്കും. 2ന്റെ പവേഴ്സ് 2 to the power 0, 2 to the power 1, 2 to the power 2, അങ്ങനെ നമ്മൾ 2ന്റെ പവേഴ്സ് എടുക്കും. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റുന്നത്? ഏത് നമ്പറിൻ്റെ 0 പവർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1, 2, 4, 8, 16, 32, 64. എന്തുകൊണ്ടാണ് നമ്മൾ 64ൽ നിർത്തിയത്? നമ്മളിപ്പം ഏത് നമ്പറിനെയാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ നമ്പറിന് താഴെ വരുന്ന നമ്പർ കൊണ്ട്, അതായത് ആ നമ്പറിന് ഏറ്റവും അടുത്ത് വരുന്ന നമ്പർ വെച്ചിട്ട് നമുക്ക് നിർത്താം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 64 കഴിഞ്ഞാൽ അടുത്തത് വരേണ്ട ഏത്? 2 to the power 7 എന്ന് പറയുന്നത് ഏതാണ്? 128 ആണ്. അപ്പോൾ 128 എന്ന് പറയുന്നത് ബേസിക്കലി 67നേക്കാളും വലിയ നമ്പറാണ്. അപ്പോൾ നമുക്ക് 128 വേണ്ട, നമുക്ക് 64ൽ നിർത്താം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ 2ന്റെ പവേഴ്സ് ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? 67 എന്ന ഡെസിമലിനെയാണ് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉള്ള 2ന്റെ പവേഴ്സിൽ ഏതൊക്കെ നമ്പേഴ്സ് കൂടി ചേർന്നാലാണ് ഈ 67 ആവുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പവേഴ്സ് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? 64 + 2 + 1 ആണ് 67 എന്ന് പറഞ്ഞത് അല്ലേ? 64 + 2 എന്ന് പറയുന്നത് 66 ആണ്, +1 is 67. അപ്പോൾ ഈ 3 നമ്പേഴ്സ് ആണ്, 64ഉം 2ഉം 1ഉം ആണ് നമുക്ക്
67 എന്ന് പറയുന്ന നമ്പർ മേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് ഇവിടെ റെഡ് കളർ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആ നമ്പർ എടുത്ത, അതായത് 64ഉം 2ഉം 1ഉം ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ എടുത്ത നമ്പേഴ്സിന് താഴെ നമ്മൾ എന്ത് കൊടുക്കും, 1 കൊടുക്കും. ബാക്കി നമ്പേഴ്സിനൊക്കെ താഴെ നമ്മൾ എന്ത് ചെയ്യും, 0 ഇടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1 0 0 0 0 1 1 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് 67 എന്ന ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ 1 0 0 0 0 1 1 അതാണെങ്കിൽ ഏതായിരിക്കും ആൻസർ, 1 0 0 0 0 1 1 is option D. So the right answer for this question is option D itself. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇതൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ എന്താ പറയുന്നത്, എവറി ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ മസ്റ്റ് ഹാവ് an operating system or OS installed on it. And then with the reason says man and computer cannot communicate directly. So assertion പറയുന്നത് എന്താ, എല്ലാ കമ്പ്യൂട്ടേഴ്സും, എല്ലാ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സിനകത്തും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ട്രൂ. കമ്പ്യൂട്ടേഴ്സിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ബേസിക്കലി സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലെ, അതാണ് കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിന്റെ എൻറ്റയർ പ്രോഗ്രാം അല്ലെങ്കിൽ എൻറ്റയർ ആ ഒരു സിസ്റ്റത്തിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്, ഹോൾ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം തീർച്ചയായിട്ടും. റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, മാൻ ആൻഡ് കമ്പ്യൂട്ടർ കനോട്ട് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി. സോ ബേസിക്കലി നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ടാസ്കുകൾ കമ്പ്യൂട്ടർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത്, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. മാൻ ആൻഡ് കമ്പ്യൂട്ടർ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്റർഫേസ്, അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ബേസിക്കലി ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണെന്ന് മാത്രമല്ല, ഇതിനകത്തെ ആർ അല്ലെങ്കിൽ റീസൺ എന്ന് പറയുന്നത് എക്കുള്ള അസേർഷനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഏതായിരിക്കും ആൻസർ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതും വളരെ ഈസി, വളരെ ജനറൽ, നിങ്ങൾക്ക് ഉള്ള അണ്ടർസ്റ്റാൻഡിംഗ് വെച്ച് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഗിവൻ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് എ സ്മാർട്ട് ഫോൺ ദാറ്റ് ഹാസ് ബോത്ത് ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ ടെക്നോളജി. ബ്ലൂടൂത്തും വൈഫൈയും റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇത് തമ്മിൽ നോക്കുക, ആൻസർ ഐഡന്റിഫൈ. ദാറ്റ്സ് ഇറ്റ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് എന്താ, വൈഫൈ ഹാസ് എ ഷോർട്ടർ റേഞ്ച് ദാൻ ബ്ലൂടൂത്ത്. സ്റ്റേറ്റ്മെന്റ് 2 സേസ് വൈഫൈ ക്യാൻ ട്രാൻസ്മിറ്റ് ഡേറ്റ അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ദാൻ ബ്ലൂടൂത്ത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് വൈഫൈ ഹാസ് എ ഷോർട്ടർ റേഞ്ച് ദാൻ ബ്ലൂടൂത്ത് എന്നാണ്. അതെന്തായാലും തെറ്റാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇറ്റ്സ് എ വെരി ജനറൽ, വെരി ഈസി സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഇസ് ഫോൾസ്. വൈഫൈ ഹാസ് എ ലാർജർ റേഞ്ച് ദാൻ ബ്ലൂടൂത്ത്. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്, വൈഫൈ ക്യാൻ ട്രാൻസ്മിറ്റ് ഡേറ്റ അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ദാൻ ബ്ലൂടൂത്ത്. അത് ശരിയാണ്, ബ്ലൂടൂത്തിനേക്കാളും ഫാസ്റ്റായി ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നെറ്റ്വർക്ക് ആണ് വൈഫൈ എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ട്രൂ. സോ അങ്ങനെയാണെങ്കിൽ ഏതാ റൈറ്റ് ആൻസർ, സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ട്രൂ ഇസ് ഓപ്ഷൻ ഡി. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Statement 1. A web browser is a piece of software that retrieves and displays web pages. And statement 2 says a search engine is a special kind of website that helps people in finding web pages from other websites. So usually ഇതൊരു നമുക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പലരും ഡൗട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഈ പറയുന്ന വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് യൂഷ്വലി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. ബേസിക്കലി അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണിത്. എന്താണ് വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം? സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്, വെബ് ബ്രൗസർ ഇസ് എ പീസ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് റിട്രൈവ്സ് ആൻഡ് ഡിസ്പ്ലേസ് വെബ് പേജസ്. സോ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി എ സോഫ്റ്റ്വെയർ ദാറ്റ് ആക്ച്വലി ഡിസ്പ്ലേസ് ദ വെബ് പേജസ്. അതാണ് വെബ് ബ്രൗസറിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ആക്ച്വലി എ കൈൻഡ് ഓഫ് വെബ്സൈറ്റ്. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ബേസിക്കലി എ കൈൻഡ് ഓഫ് വെബ്സൈറ്റ് that actually helps people to find web pages from other websites. അതായത് നമുക്ക് ഈ വെബ്സൈറ്റ്സിൽ നിന്ന് ഡിഫറെന്റ് വെബ് പേജസ് കണ്ടെത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് വെബ്സൈറ്റ് ആണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. സോ വെബ് ബ്രൗസേഴ്സും സെർച്ച് എഞ്ചിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എനിവേ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. സോ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? Both statement 1 and statement 2 are true. So the right answer for this question is option A. So അടുത്തത് ഒരു match the following question ആണ്. List 1 നമുക്ക് ചില computer components ആണ് തന്നിരിക്കുന്നത്. We have HDD, that is hard disk drive. Then we have RAM, ROM and SRT.
അതിന്റെ ഫുൾ ഫോം എന്താണ്? കാഥോഡ് റേ ട്യൂബ് എന്നാണ് SRTയുടെ ഫുൾ ഫോം. ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് നമുക്കുള്ളത്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, വോളറ്റൈൽ മെമ്മറി, എക്സ്റ്റേണൽ മെമ്മറി, നോൺ റൈറ്റബിൾ മെമ്മറി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെയാണ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? HDD അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റേണൽ മെമ്മറിയാണ്. പല ക്വസ്റ്റ്യൻസിലായിട്ട് നമ്മൾ ആ രീതിയിൽ എക്സ്റ്റേണൽ മെമ്മറി, ഇന്റേണൽ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി, സെക്കൻഡറി മെമ്മറി ആ രീതിയിൽ നമ്മൾ ഓൾറെഡി പല രീതിയിൽ നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ HDD എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മെമ്മറിയാണ്. റാം എന്ന് പറയുന്നത് എന്താണ്? റാം ഇസ് ബേസിക്കലി വോളറ്റൈൽ മെമ്മറി, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം A എന്ന് പറയുന്നത് 3 ആണ്. then you have B, that is 2. അപ്പോൾ A3, B2 ആണ്. then you have ROM, that is non-writable memory, that is read-only memory. ROM എന്ന് പറയുന്നത് read-only memory ആണ്, അതുകൊണ്ട് തന്നെ that is non-writable. so C എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. CRT എന്താണ്? കാഥോഡ് റേ ട്യൂബ്. കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത് ഏതാ? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് D എന്ന് പറയുന്നത് നമുക്ക് 1 ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാണ്? A നമ്മൾ പറഞ്ഞു 3, then we have B, that is 2, C is 4 and D is 1. So that is option D. So the right answer for this question is option D itself. All right. Again, നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണുള്ളത്. ലിസ്റ്റ് 1ൽ ചില കമ്പ്യൂട്ടർ ടേംസ് ഉണ്ട്, ലിസ്റ്റ് 2ൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പ്രോസസർ, RAM, ഹാർഡ് ഡിസ്ക്, കമ്പൈലർ. ഇതിനകത്ത് മേ ബി നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പറയാത്ത ഒരേ ഒരു ടേം എന്ന് പറഞ്ഞ കമ്പൈലർ ആണ്. കമ്പൈലർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ചൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതായത് നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടറിന് ഡിഫറെൻറ്റ് ടാസ്കുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് ഡിഫറെൻറ്റ് ടാസ്കുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഗീവ് സർട്ടൻ ഇൻസ്ട്രക്ഷൻസ് അല്ലേ? ആ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജസിനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ലാംഗ്വേജസ് എന്ന് പറഞ്ഞത്. സോ ബേസിക്കലി നമുക്ക് കമ്പ്യൂട്ടറിനോട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് വി ആർ യൂസിങ് ദീസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ തന്നെ നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജസും ഉണ്ട്, ലോ ലെവൽ ലാംഗ്വേജസും ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, കമ്പ്യൂട്ടേഴ്സിന് മെഷീൻ കോഡ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ബൈനറി ഡിജിറ്റ്സ് അല്ലെ, ബൈനറീസ് ആണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുക. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത്? ഈ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഈ ഒരു ലാംഗ്വേജ്, ഈ ഹൈ ലെവൽ ലാംഗ്വേജസിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലെ ഹൈ ലെവൽ ലാംഗ്വേജസിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മെഷീൻ കോഡ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് കമ്പൈലേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ടൈപ്പ് ഈ ട്രാൻസ്ലേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് നമ്മൾ അതിനെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പാണ് കമ്പൈലേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് കമ്പൈലേഴ്സ് ഉണ്ട്, ഇന്റർപ്രിറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കമ്പൈലർ അപ്പോൾ എന്താണെന്നുള്ളത് പറഞ്ഞാൽ ലാംഗ്വേജ് പ്രൊസസ്സർ അല്ലെങ്കിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ് അല്ലെങ്കിൽ ടേംസ് തന്നെയാണ്. ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പാർട്ട് ദാറ്റ് റൺസ് എക്സിക്യൂട്ടബിൾ പ്രോഗ്രാംസ്, പാർട്സ് ദാറ്റ് സ്റ്റോർ ഫയൽസ് പെർമനന്റ്ലി, part that stores instructions and data temporarily for use, part that translates source program to executable program. അപ്പോൾ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, ഡിഫറെൻറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട് ദാറ്റ് റൺസ് എക്സിക്യൂട്ടബിൾ പ്രോഗ്രാംസ്, അതിനാണ് നമ്മൾ പ്രോസസ്സർ എന്ന് വിളിക്കുന്നത്. ഇനി റാം എന്ന് പറയുന്നത് എന്താണ്? പാർട്ട് ദാറ്റ് സ്റ്റോർസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ടെമ്പററിലി ഫോർ യൂസ്. ടെമ്പററി ആയിട്ടായിരിക്കും അത് സ്റ്റോർ ചെയ്യുന്നത്, ബിക്കോസ് അതിന്റെ പ്രത്യേകത എന്താ? ദേ ആർ വോളറ്റൈൽ അല്ലേ? അപ്പോൾ റാം എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ്. പാർട്ട് ദാറ്റ് സ്റ്റോർസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ടെമ്പററിലി ഫോർ യൂസ്. ദെൻ വി ഹാവ് സി, ഹാർഡ് ഡിസ്ക്. അതെന്താണ്? പാർട്സ് ദാറ്റ് സ്റ്റോർ ഫയൽസ് പെർമനന്റ്ലി. സി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 2. അതിനുശേഷം വരുന്ന എന്താ? കമ്പൈലർ. കമ്പൈലറിനെ നമുക്ക് ഏതുമായിട്ട് കണക്ട് ചെയ്യാം? ഡി ഇസ് 4. പാർട്ട് ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് സോഴ്സ് പ്രോഗ്രാം ടു എക്സിക്യൂട്ടബിൾ program. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാണ്? A1, B3, C2, D4 is option A. So the right answer for this question is option A. Okay. അപ്പം ഇനി അടുത്ത നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ICT-യിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ്. ദാറ്റ് ഇസ് ആക്രോണിംസ് അല്ലെങ്കിൽ അബ്രിവിയേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ICT-യിൽ ഒരുപാട് തരത്തിലുള്ള ഈ ആക്രോണിംസ് നമുക്ക് വരും, ICT റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആക്രോണിം ആണ് ATM എന്ന് പറയുന്നത് അല്ലേ? ഇൻ ഇലക്ട്രോണിക് ബാങ്കിങ് ATM സ്റ്റാൻഡ്സ് ഫോർ. അപ്പോൾ ഈ ATM എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ടേമിന്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ അബ്രിവിയേഷൻ എന്താണ്? That is automated teller machine. That is option B. So ഈ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശവും ഇത് തന്നെയായിരുന്നു, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ പറയുന്ന എക്സ്പാൻഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ അബ്രിവിയേഷൻസ് ഉറപ്പായിട്ടും ICT-യിൽ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട
ആക്രോണിംസിനെ കുറിച്ചെങ്കിലും ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങളുടെ ഷിഫ്റ്റിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് ഈ ആക്രോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ലിസ്റ്റ് 1 എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? നെറ്റ്വർക്ക് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മെമ്മറി, കമ്മ്യൂണിക്കേഷൻ. ലിസ്റ്റ് 2 ഏതൊക്കെയാണ്? ഇമെയിൽ, ഫയർവാൾ, മാക് ആൻഡ് റോ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാത്ത ടേംസ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല, എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇമെയിൽ പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഏതാ? നെറ്റ്വർക്ക് സിസ്റ്റം ഏതാ? നെറ്റ്വർക്ക് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഏതാ? ഒബ്വിയസ്ലി ഫയർവാൾ അല്ലേ? നെറ്റ്വർക്ക് സിസ്റ്റവുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു സെക്യൂരിറ്റി ഡിവൈസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രോഗ്രാം ആയിട്ടാണ് ഫയർവാളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. സോ നെറ്റ്വർക്ക് സിസ്റ്റം ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 2. അപ്പൊ എന്ന് പറഞ്ഞ 2 ആണ്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലോ, ഇതിനകത്ത് നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? ഒബ്വിയസ്ലി മാക് അല്ലേ? ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ 3. മെമ്മറി ആണെങ്കിൽ നിങ്ങൾക്ക് ഏതാ കണക്ട് ചെയ്യാൻ പറ്റുന്ന? മെമ്മറി ഒബ്വിയസ്ലി റോം എന്ന് പറഞ്ഞൊരു മെമ്മറി ടൈപ്പ് ആണ്. സോ യു കെൻ അസോസിയേറ്റ് സി വിത്ത് 4. ആൻഡ് ഫൈനലി ഡി, കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്താണ്? ദാറ്റ് ഇസ് ഇമെയിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് ഇതിന്റെ? A2, B3, C for D1, that is option C. So the right answer for this question is obviously option C. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇതും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവൈസസ് നമുക്ക് തന്നിട്ടുണ്ട് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 നമുക്ക് ചില എക്സാമ്പിൾസ് അല്ലെങ്കിൽ ചില ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, പോയിന്റിംഗ് ഡിവൈസ്, സെൻസർ ഡിവൈസ്, അങ്ങനെ പലതരത്തിലുള്ള ഡിവൈസസ് ആണ് തന്നിരിക്കുന്നത്. ഇതും അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ഈ തന്നിരിക്കുന്ന ലിസ്റ്റ് 2 ഡിവൈസസിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ പിന്നെ അതിന്റെ യൂസേജ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഡിവൈസ് ഏതാണ്? ഇൻപുട്ട് ഡിവൈസ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് സ്കാനർ. അപ്പൊ എ എന്ന് പറയുന്ന ഏതാണ്? 2. ഔട്ട്പുട്ട് ഡിവൈസിന്റെ എക്സാമ്പിൾ ഏതാണ്? ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞ സ്പീക്കർ അല്ലെ? സോ ബി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് 3. ഇനി പോയിന്റിംഗ് ഡിവൈസ് ഏതാ? പോയിന്റിംഗ് ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്. സോ പോയിന്റിംഗ് ഡിവൈസ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 4. ആൻഡ് ദെൻ വി ഹാവ് സെൻസർ ഡിവൈസ്. സെൻസർ ഡിവൈസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാ? ദാറ്റ് ഇസ് ട്രാഫിക് ലൈറ്റ് സ്റ്റിമുലേറ്റർ. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാണ്? A2, B3, C4, D1. So the right answer for this question is obviously option A. Okay. അടുത്ത ക്വസ്റ്റ്യൻ, given below are 2 statements. Statements എന്തൊക്കെയാണ്? An operating system controls peripherals and allocates memory and processor time. Statement 2 says an operating system provides internet access. So basically ഇതിനകത്ത് നിങ്ങൾ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറഞ്ഞിരിക്കുന്നത്? An operating system controls peripherals and allocates memory and processor time. So basically operating systemത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ അതിന്റെ യൂസ്, അതല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത്. ഒരു സിസ്റ്റത്തിന്റെ എൻറ്റയർ ആക്ടിവിറ്റീസിനെയാണ് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. അതിനകത്ത് എന്തൊക്കെ വരും? കൺട്രോളിംഗ് ദി പെരിഫറൽസ്. പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? പെരിഫറൽ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് അതിനകത്ത് വരിക. അപ്പൊ അങ്ങനെയുള്ള ഡിവൈസസ് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ മെമ്മറി, അലോക്കേറ്റ് മെമ്മറി, അത് ഇതിന്റെ ഒരു കൺട്രോളിൽ അല്ലെങ്കിൽ ഇതിന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ദെൻ വി ഹാവ് പ്രോസസർ ടൈം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്? ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് ഇന്റർനെറ്റ് ആക്സസ്. പക്ഷെ അതൊരു തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇന്റർനെറ്റ് ആക്സസും തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 is true, സ്റ്റേറ്റ്മെന്റ് 2 is false എന്ന് നമുക്ക് പറയാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 is true but സ്റ്റേറ്റ്മെന്റ് 2 is false എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഒബ്വിയസ്ലി ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? With respect to computers, which of the following groups consists of volatile memory only? So ഇതിനകത്ത് നമുക്ക് ചില കോമ്പിനേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന കോമ്പിനേഷൻസിൽ വോളറ്റൈൽ മെമ്മറി മാത്രമുള്ള ഓപ്ഷൻ ഏതാണ്? ഇപ്പം ചിലതിനകത്ത് ചില ഓപ്ഷൻസിനകത്ത് ഒരെണ്ണം വോളറ്റൈലും ഒരെണ്ണം നോൺ വോളറ്റൈലും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഡി ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? വോളറ്റൈൽ ആണ്. ഓൺ ദി അതർ ഹാൻഡ് റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്. അപ്പോൾ ചില ഓപ്ഷൻസിനകത്ത് വോളറ്റൈൽ നോൺ വോളറ്റൈൽ മെമ്മറി കോമ്പിനേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. വോളറ്റൈൽ മെമ്മറി മാത്രം ഉള്ള മെമ്മറി ടൈപ്സ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കോമ്പിനേഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ വോളറ്റൈൽ മെമ്മറി എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു കമ്പ്യൂട്ടർ മെമ്മറിയാണ് വിച്ച് റിക്വയർസ് പവർ ടു മെയിൻറ്റെയിൻ ദ സ്റ്റോർഡ് ഇൻഫർമേഷൻ. അതായത് സ്റ്റോർഡ് ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പവർ ആവശ്യമായി വരുന്ന മെമ്മറിനെയാണ് നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്.
അപ്പം ഇതിനകത്തുനിന്ന് വോളറ്റൈൽ മെമ്മറി മാത്രമുള്ള കോമ്പിനേഷൻ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി, റാം ആൻഡ് ക്യാഷ്. ഇത് രണ്ടും എന്താണ്? വോളറ്റൈൽ മെമ്മറിയാണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി. Moving to the next question, when a computer is switched on, the BIOS is loaded from. So BIOS in the full form എന്താണ്? That is basic input and output system. So computer switch on ചെയ്യുന്ന സമയത്ത് ഈ basic input and output system ലോഡ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് റോം ആണ്. ബേസിക്കലി നമ്മളുടെ ഈ ഒരു സ്റ്റാർട്ടപ്പ് റുട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി മെമ്മറി ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു അല്ലേ? So that is read only memory or ROM. So the right answer for this question is option C. സോ നമ്മളുടെ ഈ ടെസ്റ്റ് പേപ്പർ സെഷനിലെ ഏറ്റവും ഫൈനൽ ക്വസ്റ്റ്യൻ ആണിത്. വിത്ത് റെസ്പെക്ട് ടു കമ്പ്യൂട്ടേഴ്സ് TFT ഇസ് റിലേറ്റഡ് ടു. സോ TFT ഇതിൽ ഏതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണെന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ TFT എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് അത് എന്തുമായി റിലേറ്റഡ് ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ അല്ലേ? അപ്പൊ TFT എന്ന് പറഞ്ഞതിന്റെ ഫുൾ ഫോം എന്താണ്? ദാറ്റ് ഇസ് തിൻ ഫിലിം ട്രാൻസിസ്റ്റർ. സോ ബേസിക്കലി ഇതൊരു ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്, ഒരു LCD ആണ്. സോ ബേസിക്കലി അപ്പൊ എന്തായിരിക്കും? ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഡിസ്പ്ലേ അല്ലെ? ഡിസ്പ്ലേ ആയിട്ട് അസോസിയേറ്റഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ദാറ്റ് ഇസ് ഓപ്ഷൻ ബി, മോണിറ്റർ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് മോണിറ്റർ. സോ നമ്മളുടെ ഈ വീഡിയോയുടെ ഫൈനൽ പാർട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സോ ഫാർ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ്, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്തു. സോ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കാനായിട്ട് പോവാണ്. സോ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓരോ ക്വസ്റ്റ്യൻ കാണുക, ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ അതിൻ്റെ ആൻസർ ഒന്ന് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും അത് റിസ്യൂം ചെയ്യാം, നിങ്ങൾക്ക് റീപ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ നമ്മൾ സോഫാർ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് ലഭിച്ചു. അതിനെയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഈ പാർട്ടിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് നമുക്ക് ലിസ്റ്റ് 1-ൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? സൂപ്പർ കമ്പ്യൂട്ടർ, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, ക്യാഷ് മെമ്മറി ആൻഡ് മെയിൻ മെമ്മറി. ലിസ്റ്റ് 2-ൽ എന്തൊക്കെയുള്ളത്? ട്രാൻസിസ്റ്റർ, റാം, പരം, വോളറ്റൈൽ. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഐഡന്റിഫൈ ചെയ്യുക. സൂപ്പർ കമ്പ്യൂട്ടർ, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി, ട്രാൻസിസ്റ്റർ, റാം, പരം, വോളറ്റൈൽ. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഒന്നും കൂടെ കൃത്യമായിട്ട് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം കൃത്യമായിട്ട് ഇതിൽ നിന്നും ഓപ്ഷൻ ഐഡന്റിഫൈ ചെയ്ത് അത് ഓപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ ഈ പല സമയത്തും എക്സാമിൻ്റെ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ആൻസർ അറിയിക്കുക. എസ്പെഷ്യലി മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഓപ്ഷൻസ് എടുത്ത് എഴുതും, അല്ലെങ്കിൽ എടുത്തിട്ട് അത് മാർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില എന്താ പറയുക തെറ്റിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ആൻസർ അറിയുന്നതായിരിക്കും, നമ്മൾ കറക്റ്റായിട്ടുള്ള കോമ്പിനേഷനും ഐഡന്റിഫൈ ചെയ്തു, പക്ഷെ മാർക്ക് ചെയ്ത സമയത്ത് എന്തെങ്കിലും ഒരു ശ്രദ്ധക്കുറവുണ്ട്, നമുക്കത് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നീട് ആൻസർ കീ വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, തെറ്റിച്ചോന്ന് എനിക്കറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ എക്സാം ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ടാണോ മാർക്ക് ചെയ്തത്, മാർക്ക് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഉറപ്പുവരുത്തുക. എക്സാമിൻ്റെ ടെൻഷനിൽ അത് വിട്ടുപോകരുത്. കൃത്യമായിട്ട് നമുക്ക് ഈ ബേസിക്കലി ഇങ്ങനെയുള്ള എക്സാമിന് മാക്സിമം നമുക്ക് ഈ അറിയുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിക്കുന്നത് കുറയ്ക്കുക. അപ്പം തന്നെ നമുക്കൊരു മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് വരും. എനിവേ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വന്നേക്കാം. പക്ഷെ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് തെറ്റുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തെറ്റാനായിട്ടുള്ള ഒരു സാധ്യത ഇത് തന്നെയാണ്. കൃത്യമായിട്ട് ആൻസർ അതായിരിക്കും, പക്ഷെ നമ്മൾ ഓപ്ഷൻ എടുത്ത് മാർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓപ്ഷൻ നമ്മൾ അവിടെ ടിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് മാറിപ്പോവും. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധ മാറിപ്പോകും, എന്തെങ്കിലും വെച്ചാൽ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ കറക്റ്റ് ആൻസർ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് ഒന്ന് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നോക്കിയാൽ കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി, ട്രാൻസിസ്റ്റർ, റാം, പരം, വോളറ്റൈൽ. എന്താ ആൻസർ? സൂപ്പർ കമ്പ്യൂട്ടർ, പരം, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, ട്രാൻസിസ്റ്റർ, ക്യാഷ് മെമ്മറി, വോളറ്റൈൽ, മെയിൻ മെമ്മറി, റാം. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? A3, B1, C4, D2. ദാറ്റ് ഇസ് ഓപ്ഷൻ 1. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 1 itself. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്? DPI സ്റ്റാൻഡ്സ് ഫോർ ഡോട്ട്സ് പെർ ഇങ്ക്.
Statement 2 says it is used to measure the quality of the printer. നമ്മുടെ യൂഷ്വൽ പാറ്റേണിലുള്ള ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. But statement 1 and statement 2 are correct. But statement 1 and statement 2 are incorrect. Statement 1 is correct, but statement 2 is incorrect. Statement 1 is incorrect, but statement 2 is correct. ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക, ആൻസർ ചെയ്യുക. Statement 1, DPI stands for dots per ink. Statement 2 says it is used to measure the quality of the printer. Answer mark chedo. So now you know the answer, right? The right answer for this question is statement 1 is incorrect, but statement 2 is correct. So the right answer for this question is option 4. Next question, find the correct statements regarding firewall, and you have the option, it is a wall differentiating two computer programs. It monitors the incoming and outgoing data packets over the internet. It has the ability to block any suspicious packets. Firewall helps to get data from other computers. And options ingane 1 A and B, 2 B and C, 3 C and D, and 4 D and A. Appo idil ninnu ee thanirikkunna options il ninnu you have to find out two statements that are related to firewall. ഫയർവാളുമായിട്ട് ബന്ധപ്പെടുന്ന രണ്ട് ഓപ്ഷൻസ് ഇതിൽ നിന്നും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇറ്റ് ഇസ് എ വാൾ ഡിഫറൻഷിയേറ്റിംഗ് ടു കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. ഇറ്റ് മോണിറ്റേഴ്സ് ദി ഇൻകമിംഗ് ആൻഡ് outgoing data packets over the internet. It has the ability to block any suspicious packets. Firewall helps to get data from other computers. സോ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഫയർവാളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ICT പഠിക്കേണ്ട ഏരിയ ആണ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എനിവേ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഇറ്റ് മോണിറ്റേഴ്സ് ദി ഇൻകമിംഗ് ആൻഡ് ഔട്ട്ഗോയിങ് ഡേറ്റ പാക്കറ്റ്സ് ഓവർ ദി ഇന്റർനെറ്റ്. ഇറ്റ് ഹാസ് ദി എബിലിറ്റി ടു ബ്ലോക്ക് എനി സസ്പീഷ്യസ് പാക്കറ്റ്. സോ ബിയും സിയുമാണ് ഇതിൻ്റെ right answers എന്ന് പറയുന്നത്. B and C എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. So the right answer for this question is option 2. Moving to the next question. Given below are two statements. Statement wise question ആണ്. Statement 1 എന്താ പറയുന്നത്? External hard disk is a primary memory. And statement 2 says in general pen drives have more storage capacity than external hard disks. In the light of the above statements, choose the correct answer from the options given below. Both statement 1 and statement 2 are true. Both statement 1 and statement 2 are false. Statement 1 is correct, but statement 2 is false. Statement 1 is incorrect, but statement 2 is true. ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. Statement 1 എന്താ? External hard disk is a primary memory. And statement 2 says in general, pen drives have more storage capacity than external hard disk. നോക്കിക്കേ ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആസ് എ പ്രൈമറി മെമ്മറി എന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? ദാറ്റ് ഇസ് ഫോൾസ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് 2 സേസ് ഇൻ ജനറൽ പെൻ ഡ്രൈവ്സ് ഹാവ് മോർ സ്റ്റോറേജ് കപ്പാസിറ്റി ദാൻ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. ദാറ്റ് ഇസ് അഗെയിൻ ഫോൾസ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റും false ആണ്. Both statement 1 and statement 2 are false. That is option 2. So the right answer for this question is option 2 itself. അടുത്ത question. What is the full form of the abbreviation ISP? ISP യുടെ full form എന്താണ്? Options നോക്കാം. International Service Provider, Internet Service Provider, Internet Software Provider, Internet Service Product. So what is the full form of the abbreviation ISP? Options ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. International Service Provider, Internet Service Provider, Internet Software Provider, and Internet Service Product. So right ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. സോ അത് മാർക്ക് ചെയ്യുക. ആൻഡ് ദെൻ വിൽ ബി ചെക്കിംഗ് ദി റൈറ്റ് ആൻസർ. ISP യുടെ ഫുൾ ഫോം ആണ് കണ്ടെത്തേണ്ടത്. ഇന്റർനാഷണൽ സർവീസ് പ്രൊവൈഡർ, Internet Service Provider, Internet Software Provider, and Internet Service Product. What is the right answer here? That is option 2, Internet Service Provider. So ICT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന മൊഡ്യൂളിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഒരു പഠനത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇത്രയും സമയം, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് ആണ് ഇത്രയും സമയം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്.
സോ ഈ മാരത്തൺ വീഡിയോസ് നിങ്ങൾക്ക് പലർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതെങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനൊക്കെ നിങ്ങൾക്ക് ഇതൊരു റെഫറൻസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിൽ സന്തോഷം. സോ ഈ വീഡിയോയിലും തീർച്ചയായിട്ടും അത്തരത്തിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ICT എന്ന മൊഡ്യൂളിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിന് വേണ്ട കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാനും തീർച്ചയായിട്ടും ഈ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുകയും അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.